ഫോണിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് PPT പ്രസന്റ് ചെയ്യുന്നത്, PYQന്റെ ക്വസ്റ്റ്യൻസുള്ള PPT പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോൾ എനിക്ക് ആ മെസ്സേജ് കാണാൻ പറ്റൂല. സീനൊന്നുമില്ല. അപ്പൊ എന്താ വെച്ചാൽ ക്ലാസ്സിന്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ക്ലിയർ ആവാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ചോദിക്കാം. പിന്നെ ഏതായാലും എല്ലാവരും കയറിയിട്ട് നമുക്കൊരു 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. കയറുന്നവർ കയറിക്കോട്ടെ. അതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഇന്നൊന്ന് പരിചയപ്പെടുത്താം. ഞാൻ എൻ്റെ പേര് അൻഷാദ് യാസീൻ എന്നാണ്. പിന്നെ ഞാൻ മലപ്പുറത്താണ്. മലപ്പുറം ആണ് എൻ്റെ നാട്. മലപ്പുറത്ത് ചെമ്മാട് എന്നുള്ള സ്ഥലത്തു നിന്നാണ്. പിന്നെ ഞാൻ സെക്കൻഡ് ഇയറിൽ സൈക്യൂല് സെക്കൻഡ് ഇയേഴ്സിന് സോഷ്യൽ സൈക്കോളജി തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, പിന്നെ തേർഡ് ഇയേഴ്സിന് എടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പേപ്പർ വെച്ചിട്ട്. നമുക്ക് ഏതായാലും സ്റ്റാർട്ട് ചെയ്താലോ? സോ അപ്പൊ ഏതായാലും നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പോ ഏതായാലും ടൈം കളയേണ്ട ആവശ്യമില്ല. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, നമുക്ക് ഏതായാലും സ്റ്റാർട്ട് ചെയ്യാം. സോ BPCC 107 സോഷ്യൽ സൈക്കോളജിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാം. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ പഴയ ക്ലാസ്സുകളോ അല്ലെങ്കിൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മൾ ചാപ്റ്റർ വൈസ് ആണ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒരു 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് ആണ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്തായാലും ഞങ്ങളുടെ അടുത്തുള്ള ഇഗ്നോയുടെ ടെക്സ്റ്റോ അല്ലെങ്കിൽ PDF എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുത്തിട്ടിരിക്കുക. ബിക്കോസ് നമ്മൾ ചാപ്റ്റർ വൈസ് ആയിരിക്കും, ഓരോ യൂണിറ്റ് വൈസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാം. സോ ക്വസ്റ്റ്യൻ വായിക്കും, അതിൽ പിന്നെ ചാപ്റ്ററിൽ എന്തൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള റിവിഷൻ മോഡൽ ആയിരിക്കും നമ്മൾ കുറച്ചും കൂടി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ടോട്ടൽ നിങ്ങൾക്ക് 12 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അപ്പോ അങ്ങനെ ഓരോന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് യൂണിറ്റിലെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, സോറി ചാപ്റ്റർ ആണ്. സോ ബേസിക്കലി ഇപ്പൊ ഇങ്ങനെ ഇഗ്നോന്റെ എക്സാംസ് അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് നിങ്ങൾക്ക് മനസ്സിലാകും ഇഗ്നോന്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി ഒന്നുകിൽ ഏതെങ്കിലും ഒരു ചാപ്റ്ററിന് മെയിൻ ഹെഡിങ്ങോ സബ് ഹെഡിങ്ങോ ആയിരിക്കും നിങ്ങളോട് ചോദിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ആയിട്ട് മെയിൻ ഹെഡിങ്ങോ സബ് ഹെഡിങ്ങോ ആയിരിക്കും ചോദിക്കാം. സോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് അണ്ടറിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്താൻ പറ്റും. സോ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ ഈ ഒരു സബ്ജക്റ്റിലേക്ക് കടക്കുന്ന ഫസ്റ്റ് ചാപ്റ്റർ ആണ്. സോ അതിൽ ബേസിക്കലി ചാപ്റ്ററിൽ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഭാഗം എന്ന് പറയുന്നത്, ഒന്ന് ഡെഫിനിഷൻ, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി ആണ്. രണ്ടാമത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി ആണ്. ഈ 2 കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ നോക്കുക. 2023 24 ജൂണിലും 24 ഡിസംബറിലും വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡിഫൈൻ, ഡിസ്കസ് ഓർ എക്സ്പ്ലെയിൻ. അങ്ങനെ പല ക്വസ്റ്റ്യൻ പേപ്പറിൽ പലതായിരിക്കും വരിക. സോ ഡിഫൈൻ, ഡിസ്കസ് ഓർ എക്സ്പ്ലെയിൻ ദ നേച്ചർ, ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി. അതായത് നമ്മൾ പറഞ്ഞു ഈ ചാപ്റ്ററിൽ ബേസിക്കലി 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണുള്ളത്. ഒന്ന് ഈ പറയപ്പെട്ടിട്ടുള്ള ഡിഫൈൻ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജിയും രണ്ടാമത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സൈക്കോളജിയാണ്. സോ ഒബ്വിയസ്ലി സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന പേപ്പർ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒട്ടുമിക്ക ഫസ്റ്റ് ക്വസ്റ്റ്യനും ഇതന്നെ ആയിരിക്കും നിങ്ങൾക്ക് വരാൻ ചാൻസസ് ഉള്ളത്. പക്ഷെ ഇങ്ങനെ 2-3 വട്ടം ചോദിച്ചത് കൊണ്ട് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ എന്താണ് ഇനി നമ്മൾ പോകുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും, പക്ഷെ മൊത്തത്തിൽ ഒരു ചാപ്റ്റർ റിവിഷൻ പോകുന്ന രീതിയിലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാം.
അപ്പോ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ ഈ ഒരു ഭാഗം ഡെഫിനിഷൻ, പിന്നെ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നിടത്ത് നമുക്കറിയാം ഡെഫിനിഷൻ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഏറ്റവും കൂടുതൽ സോഷ്യൽ സൈക്കോളജിനെ ഡിഫൈൻ ചെയ്യുന്ന ഡെഫിനിഷൻ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാനടക്കം ഏറ്റവും നമുക്ക് ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് തോന്നിയൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഗോർഡൻ ആൾപോർട്ടിന്റെ ഡെഫിനിഷൻ തന്നെയാണ്. സോ അതിൽ നമുക്കറിയാം ആ ഒരു ഡെഫിനിഷനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഒരു ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സുഖമുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നേച്ചറും സ്കോപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഡെഫിനിഷനിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സോ ഗോർഡൻ ആൾപോർട്ട് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ സൈക്കോളജി is defined as a discipline that uses scientific methods in an attempt to understand and explain how the thought, feeling and behavior of individuals are influenced by the actual, imagined or implied presence of others. അപ്പം ചിലപ്പം ആക്ച്വലായിട്ട് നമുക്ക് മുന്നിലുള്ള ആളുകളായിരിക്കും, ചിലപ്പോൾ ഇമാജിൻ ചെയ്ത് നമ്മൾ ഇവിടെ ഒരു ആളുണ്ടെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ ബിഹേവിയർ എന്നുള്ള രീതിയിലായിരിക്കും. അങ്ങനെ ആ ഒരു എന്താ ഡെഫിനിഷനാണ് പൊതുവെ എല്ലായിടത്തും ഏറ്റവും കൂടുതൽ ആളുകൾ കോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഗോർഡൻ ആൾപോർട്ട് ഡെഫിനിഷനാണ്. സോ ഇതിന്റെ നേച്ചർ എന്ന് പറയുമ്പോൾ ഇപ്പൊ ആ ഡെഫിനിഷനെ തന്നെ നിങ്ങൾ കീറി പിടിച്ചാൽ മതി. ഓക്കെ, സോഷ്യൽ സൈക്കോളജി is defined as a discipline that uses scientific method എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ നേച്ചറിൽ ഫസ്റ്റ് വരുന്ന സംഭവിച്ചു കഴിഞ്ഞാല് സോഷ്യൽ സൈക്കോളജി യൂസ് ചെയ്യുന്നത് സയന്റിഫിക് മെത്തേഡ്സ് ആണ്. അതായത് നമ്മൾ കൃത്യമായിട്ട് ഒരു സ്റ്റഡി നടത്തി ഡാറ്റ കളക്ട് ചെയ്ത് നമ്മൾ ഒരു ഹൈപ്പോസിസ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയാണ് സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഒരാൾ മരണ വീട്ടിൽ കരയുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് കല്യാണ വീട്ടിൽ കരയുന്നില്ല എന്നത് ഒരു സോഷ്യൽ ബിഹേവിയർ ആണ്. ഈ സോഷ്യൽ ബിഹേവിയർ ഉണ്ടാവാനുള്ള റീസൺ, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ആൻസർ കൊടുക്കുന്നത് നമ്മൾ എങ്ങനെയാണ്, സയന്റിഫിക് മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിലൂടെയാണ്. ഓക്കെ, നമ്മൾ അതിന് കൃത്യമായിട്ട് എന്താ പറയാ എക്സ്പെരിമെന്റ് ചെയ്ത് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തതിനു ശേഷമാണ് നമ്മളെ സംഭവം ഉണ്ടാക്കുന്നത്. അപ്പൊ അതാണ് ഒന്നാമത്തെ നേച്ചർ. രണ്ടാമത്തെ നേച്ചർ എന്ന് പറയുന്നത് ആ ഡെഫിനേഷന്റെ രണ്ടാമത്തെ പാർട്ടാണ്. അതായത് സോഷ്യൽ സൈക്കോളജി സ്റ്റഡീസ് ഇൻഡിവിജ്വൽസ് തോട്ട്, ഫീലിംഗ് ആൻഡ് ബിഹേവിയർ. ഒരു മനുഷ്യന്റെ ചിന്തയും അയാൾക്ക് തോന്നുന്ന കാര്യങ്ങളും അയാളുടെ സ്വഭാവം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ബേസിക്കലി സോഷ്യൽ സൈക്കോളജി എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. പിന്നെ ആ ഒരു ഡെഫിനിഷന്റെ തേർഡ് പാർട്ടാണ് നമ്മൾ ഇൻഡിവിജ്വൽ ബിഹേവിയർ പഠിക്കുന്നത് എവിടെയാണ്, ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിലാണ്. ഓക്കെ, സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ ഫാമിലി ആവാം, നമ്മളെ ചുറ്റുപാടുള്ള റിലേറ്റീവ്സ് ആവാം, നമ്മുടെ നാട്ടുകാരാവാം, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലമാവാം. അപ്പം ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഏതൊരു സൊസൈറ്റിയിൽ എന്താ പറയാ ഇമേജ് കാണിക്കുന്ന കോണ്ടെക്സ്റ്റുകളാണെങ്കിലും നമ്മൾ അവിടെ എങ്ങനെയാണ് ഒരാൾ ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഒരാളുടെ ബിഹേവിയറിനെ എന്താ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ബേസിക്കലി ഇതിന്റെ നേച്ചർ. സോ ഡെഫിനിഷൻ നിങ്ങൾ കൃത്യമായിട്ട്, ഞാൻ പറഞ്ഞാൽ ഈ ഗോർഡൻ ആൾപോർട്ടിന്റെ ആ ഒരു ഡെഫിനിഷൻ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേച്ചറും ആ ഡെഫിനിഷൻ തന്നെ ഉണ്ടാക്കി എഴുതാൻ പറ്റും. പിന്നെ സ്കോപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ സോഷ്യൽ സൈക്കോളജി കുറച്ചും കൂടെ ഈ പറയുന്ന പോലെ സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ ആളുകളുടെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പം ചിലപ്പം ഒരു എന്താ പറയാ നമ്മൾ അങ്ങാടിയിൽ നിൽക്കുമ്പോൾ, നമ്മൾ സാധനം വാങ്ങാൻ പോകുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തോ, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നിടത്തോ, പിന്നെ കളിക്കാൻ പോകുന്നിടത്തോ, നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നിടത്തോ, വീട്ടിലോ കുടുംബത്തിലോ കല്യാണത്തിനോ, അങ്ങനെ ഏതൊക്കെ സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ വരുന്നുണ്ടോ അവിടെയൊക്കെ ഈ പറയുന്ന സ്കോപ്പ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ ആളുകളുടെ റിലേഷൻഷിപ്പ്, ഓക്കെ, ഇപ്പൊ ആളുകൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുക, അങ്ങനത്തെ അപ്രൂവൽ, ഡിസപ്രൂവൽ, പിന്നെ ഫേവറബിലിറ്റി, അൺഫേവറബിലിറ്റി, ഇത്തരം സാധനങ്ങൾ ജനറലി എക്സ്പ്രസ് ചെയ്യുന്ന സ്ഥലങ്ങൾ. പിന്നെ സോഷ്യൽ സൈക്കോളജിയുടെ സോഷ്യൽ കോഗ്നീഷൻ ആണ്. എങ്ങനെയാണ് ഞാൻ ഒരു സൊസൈറ്റിയിൽ നിൽക്കുന്ന സമയത്ത് ആ സൊസൈറ്റിയിലെ ആളുകൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്നത്. ഓക്കെ, അതാണ് സോഷ്യൽ കോഗ്നീഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി, ഇപ്പൊ ഞാൻ ഒരു മലയാളിയാണ് എന്നതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല വേറൊരു സംസ്ഥാനക്കാരൻ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ എന്റെ ഒരു ഫീലിംഗ് ആയിരിക്കില്ല വേറൊരാൾക്ക് ഉണ്ടാവും. ഇപ്പൊ എനിക്ക് ഓണസദ്യ, പെരുന്നാള്, ബിരിയാണി, അല്ലെങ്കിൽ എന്താ പറയാ പാരഗൺ ഹോട്ടൽ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ആയിരിക്കില്ല രാജസ്ഥാനിലുള്ള ഒരാൾക്ക് ഉണ്ടാവുക. സോ സോഷ്യൽ കോണ്ടെക്സ്റ്റുകളിൽ അല്ലെങ്കിൽ സോഷ്യൽ കോഗ്നീഷൻ ഡെവലപ്പ് ചെയ്യുന്നതിൽ സോഷ്യൽ സൈക്കോളജി ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. അങ്ങനെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സ്കോപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് ബേസിക്കലി ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ആണ്. എങ്ങനെയാണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്ട്, ഈ ഒരു ഡിസിപ്ലിൻ എമേർജ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അതിൽ നിങ്ങൾക്ക് ഏർലി കുറച്ചിങ്ങനെ ഒരു എന്താ പറയാ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഗ്രോത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏർലി ഇയേഴ്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് വില്യം മെക്ഡോളിന്റെയും അതുപോലെ റോസിന്റെയും രണ്ട് പുസ്തകങ്ങൾ അവര് സോഷ്യൽ സൈക്കോളജിന്റെ ബേസിസിൽ എഴുതിയ രണ്ട് പുസ്തകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നു. പിന്നെ 19ാം നൂറ്റാണ്ടിന്റെ അവസാനം, അതായത് 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലൊക്കെയാണ് ഏകദേശം സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് സയന്റിഫിക് സ്റ്റഡി എന്നുള്ള രീതിയിൽ വരുന്നത്. കാരണം നമുക്കറിയാലോ, ഇപ്പം വില്യം വൂണ്ട് എക്സ്പെരിമെന്റൽ ലബോറട്ടറി സെറ്റ് ചെയ്തതിനു ശേഷമാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അപ്പൊ അങ്ങനെ ഏർലി ഇയേഴ്സ് പറയുന്നുണ്ട്. പിന്നെ ഫോർമേഷണൽ ഇയേഴ്സ് പറയുന്നുണ്ട്. ഏർലി ഇയേഴ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫോർമേഷണൽ ഇയേഴ്സിൽ ബേസിക്കലി വരുന്നത് ബിഹേവിയറൽ സയൻസസിൽ വരുന്ന റിസർച്ച് മെത്തേഡ്സിനെ കുറിച്ചിട്ടുള്ള
കെസ്റ്റിംഗറിന്റെ പുസ്തകമാണ് പിന്നീട് വന്നിട്ടുള്ളത്. പിന്നെ എക്സ്പാൻഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജിയിൽ ഒരുപാട് ആളുകൾ അതിനു വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാണ് പിന്നെ സോഷ്യൽ സൈക്കോളജി 21st സെഞ്ചുറിയിൽ ഏകദേശം നമുക്കറിയാം ന്യൂറോ സയൻസ് അതല്ലെങ്കിൽ നമ്മളെ തലച്ചോറിനെ കുറിച്ചിട്ടും നമ്മുടെ കൊഗ്നേറ്റീവിനെ കുറിച്ചിട്ടും ഒരു കുറച്ചുകൂടി ന്യൂറോൺസ് അല്ലെങ്കിൽ ന്യൂറോളജിക്കലി നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റിയ സിറ്റുവേഷനിലാണ് പിന്നെ സോഷ്യൽ സൈക്കോളജി എന്ത് ചെയ്യുന്നത് കുറച്ചും കൂടി ഡെവലപ്ഡ് ആകുന്നത്. അങ്ങനെയാണ് സോഷ്യൽ കൊഗ്നീഷൻ അല്ലെങ്കിൽ കൊഗ്നേറ്റീവ് സോഷ്യൽ സൈക്കോളജി എന്നുള്ള ഫീൽഡിലൊക്കെ വരുന്നത്. പിന്നെ അതിനുശേഷം പറയുന്നത് സോഷ്യൽ സൈക്കോളജി ഇൻ ഇന്ത്യയാണ്. ഇന്ത്യയിൽ എങ്ങനെയാണ് സോഷ്യൽ സൈക്കോളജി ഡെവലപ്ഡ് ആയിട്ടുള്ള സംഭവമാണ്. അത് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. കാരണം ഒട്ടുമിക്ക ഈ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും ഈ ഒരു ഫസ്റ്റ് ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ വരാൻ സാധ്യതയുണ്ട്. സോ ഇനി നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാണ്. സോ ഡൗട്ടുകൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇപ്പം തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ലാസ്റ്റ് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ രീതിയിൽ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഇല്ലാത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അപ്പം തന്നെ ചോദിക്കാം. സോ യൂണിറ്റ് 2 യൂണിറ്റ് 2 എടുക്കുക. സോ തിയറീസ് ഓഫ് സോഷ്യൽ സൈക്കോളജി. ഇനി കുറച്ചും കൂടെ തിയററ്റിക്കൽ മേഖലയിലേക്കാണ് വരുന്നത്. അതായത് പറഞ്ഞോളി. കാണുന്നില്ലല്ലോ. കാണുന്നില്ല. കേട്ടോ. ഇപ്പൊ കാണുന്നുണ്ടോ? യെസ്, ഓക്കെ ആണ്. ഓക്കെ. സോ ഇനി ചാപ്റ്റർ സെക്കൻഡ് എടുക്കാം. സെക്കൻഡ് വരുന്നത് തിയറീസ് ഓഫ് സോഷ്യൽ സൈക്കോളജി ആണ്. ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഒരു 4 കാര്യങ്ങളാണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് 2 ഭാഗം അല്ലെങ്കിൽ 3 ഭാഗം മെയിൻ ആയിട്ട് നോക്കിയാൽ മതി. അതിലൊന്ന് 2 ഭാഗം നോക്കിയാൽ മതി കേട്ടോ. ഒന്ന് സോഷ്യൽ സൈക്കോളജി ആൻഡ് അതർ ഡിസിപ്ലിൻസ് ആണ്. അത് പൊതുവെ ചോദിക്കാറില്ല, പിന്നെ അത് അത്ര ഇമ്പോർട്ടന്റും അല്ല. എങ്ങനെയാണ് സോഷ്യൽ സൈക്കോളജിയും ബാക്കി ഡിസിപ്ലിൻസും തമ്മിലുള്ള കണക്ഷൻ എന്നുള്ളത് അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ ലെവൽസ് ഓഫ് അനാലിസിസ് ഓഫ് സോഷ്യൽ ബിഹേവിയർ, എങ്ങനെയാണ് നമ്മൾ സോഷ്യൽ ബിഹേവിയറിനെ അനലൈസ് ചെയ്യുന്നത്, അത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. കാരണം ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം എങ്ങനെയാണ് നമ്മളൊരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സോഷ്യൽ ബിഹേവിയറിനെ അനലൈസ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അടുത്തത് തിയറിറ്റിക്കൽ അപ്രോച്ചസ് ടു സോഷ്യൽ സൈക്കോളജിയാണ്. അപ്പൊ നമ്മളെ ചാപ്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം അതാണ് കേട്ടോ. നമ്മളെ തിയറിറ്റിക്കൽ അപ്രോച്ചസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം. പിന്നെ റിസർച്ച് മെത്തേഡ്സ് ഇൻ സോഷ്യൽ സൈക്കോളജി ആണ്. അതും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്, ചിലപ്പം അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, അപ്പോ ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത് 2023-24 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്തൊക്കെ തരത്തിലുള്ള തിയററ്റിക്കൽ അപ്രോച്ചസ് ആണ് സോഷ്യൽ സൈക്കോളജിയിൽ നടത്തിയിട്ടുള്ളത്, ഏതൊക്കെയാണ് മേജർ തിയറീസ്? ഓക്കെ, എക്സ്പ്ലെയിൻ ദ തിയററ്റിക്കൽ അപ്രോച്ചസ് ആൻഡ് ഓർ മേജർ തിയറീസ് ഇൻ സോഷ്യൽ സൈക്കോളജി. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രേസ് ദ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി. അത് കുറച്ചും കൂടെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ട്രേസ് ദ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി എന്നുള്ളത്. പിന്നെ റൈറ്റ് ഷോർട്ട് നോട്ട് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി. ഈ 2 ക്വസ്റ്റ്യനും യൂണിറ്റ് 1 വന്നിട്ട് ക്വസ്റ്റ്യൻ ആട്ടോ. അത് PPT ഉണ്ടാക്കി മാറിപ്പോയതാണ്. സോ ആ ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റും പിന്നെ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജിന്റെ ഷോർട്ട് നോട്ടും യൂണിറ്റ് 1 സോ യൂണിറ്റ് 2 ബേസിക്കലി ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദി തിയററ്റിക്കൽ അപ്രോച്ചസ് ഓർ മേജർ തിയറീസ് ഇൻ സോഷ്യൽ സൈക്കോളജിയാണ്. അപ്പോ ഇപ്പൊ ഈ ചാപ്റ്ററിന്റെ ആ പേര് തന്നെ ഉള്ളതിനെ പോലെ തന്നെ അതിൽ മെയിൻ ആയിട്ടുള്ള ഭാഗം 2 ഭാഗമാണ് മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ഒന്ന് ലെവൽസ് ഓഫ് അനാലിസിസ് ഓഫ് സോഷ്യൽ ബിഹേവിയർ, പിന്നെ രണ്ടാമത് തിയററ്റിക്കൽ അപ്രോച്ചസ് ആണ്.
ചിലപ്പം റിസർച്ച് മെത്തേഡുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, കാരണം സോഷ്യൽ സയൻസസിന്റെ ഒരു ഭാഗമാണ് സോഷ്യൽ സൈക്കോളജി. സോ സോഷ്യൽ സൈക്കോളജിക്കുള്ള കൈൻഡ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെന്റ് ആണ്. ഇപ്പോ നമുക്കറിയാം കുറച്ചുകൂടെ ക്വാളിറ്റേറ്റീവ് ആയിരിക്കും നമ്മൾ നോക്കുക. അപ്പം റിസർച്ച് മെത്തേഡ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ്. ഇനി അതിൽ നമുക്ക് ചാപ്റ്റർ ജസ്റ്റ് റിവിഷൻ എന്നുള്ള രീതിയിൽ പോയോക്കാം. സോ സോഷ്യൽ സൈക്കോളജി അതർ ഡിസിപ്ലിൻസ് ഉള്ള സംഭവം എന്ത് ചെയ്യണ്ട, നിങ്ങൾ പഠിക്കണ്ട, അതേ പറയുള്ളൂ. കാരണം ഇനിയിപ്പോ ഇൻ കേസ് നിങ്ങൾക്ക് അത് ചോദ്യം വന്നാൽ തന്നെ നിങ്ങൾ ജസ്റ്റ് കുറച്ച് സാധനങ്ങൾ നോക്കി വെക്കുക. ആന്ത്രപ്പോളജി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, പിന്നെ സൈക്കോളജിന്റെ ഉള്ളിൽ തന്നെയുള്ള ബാക്കി ബ്രാഞ്ചസിൽ ബയോളജിക്കൽ സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, കോഗ്നിറ്റീവ് സൈക്കോളജി, ഡെവലപ്മെന്റൽ സൈക്കോളജി, പേഴ്സണാലിറ്റി സൈക്കോളജി, ഇതൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കുക. ആന്ത്രപ്പോളജി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഹ്യൂമൻ കൾച്ചറിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഹ്യൂമൻ കൾച്ചർ സോഷ്യൽ സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യൽ ബിഹേവിയർ ഡീൽ ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ് മനുഷ്യന്റെ കൾച്ചർ, ഞാൻ വളർന്ന കൾച്ചർ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വളർന്നിട്ടുള്ള കൾച്ചർ എങ്ങനെയാണ് ഇന്റെ ബിഹേവിയറിനെ സ്വാധീനിക്കുക. ഓക്കെ, സോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ഡീലിങ്സ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ, അങ്ങനത്തെ സാധനങ്ങളാണ്. അതിൽ എങ്ങനെയായിരിക്കും സോഷ്യൽ കോണ്ടക്സ്റ്റിൽ വരിക. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുക, കുറച്ച് സാധനങ്ങൾ പഠിച്ചു വെക്കുന്നതിന് സ്വന്തമായിട്ട് തള്ളിയാൽ മതി. ഓക്കെ, സോ അതത്ര ഇമ്പോർട്ടന്റ് അല്ല ഭാഗം, അത് സ്കിപ്പ് ചെയ്യാം. രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ പറഞ്ഞു ലെവൽസ് ഓഫ് അനാലിസിസ് ഓഫ് സോഷ്യൽ ബിഹേവിയർ ആണ്. അതായത് ഒരു സൊസൈറ്റിയിലെ ഏത് സോഷ്യൽ കോണ്ടക്സ്റ്റ് ആണെങ്കിലും അവിടെ ഉണ്ടാകുന്ന സോഷ്യൽ ബിഹേവിയറിനെ നമ്മൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പൊ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഒരാളുണ്ടാവും അല്ലെ. ഇപ്പൊ എന്റെ വീട്ടിൽ നിങ്ങൾ വരാം, എന്റെ വീട്ടിൽ വരുന്ന സമയത്ത് എന്റെ വീട്ടിൽ എല്ലാവരും വരിക. ഓക്കെ, എന്റെ വീട്ടിൽ നിങ്ങൾ വരുന്ന സമയത്ത് ഞാനുണ്ടാവും, ഉമ്മച്ചി ഉണ്ടാവും, പിന്നെ എന്റെ അനിയന്മാരുണ്ടാവും, ചേട്ടനുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ലെവൽസ് ഓഫ് അനാലിസിസിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോരുത്തരെ അനലൈസ് ചെയ്യാം. എന്റെ ഉമ്മച്ചിന്റെ സ്വഭാവം, എന്റെ സ്വഭാവം, പിന്നെ എന്റെ അനിയന്മാരുടെ സ്വഭാവം, ഓരോരുത്തരുടെ സ്വഭാവം, എന്റെ ഏട്ടന്റെ സ്വഭാവം, ഇങ്ങനെ അനലൈസ് ചെയ്യാം. മറിച്ച് ആസ് എ ഫാമിലി അല്ലെങ്കിൽ ആസ് എ ഗ്രൂപ്പ്, ആസ് എ സൊസൈറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങൾ മൊത്തത്തിൽ അനലൈസ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് ലെവൽസ് ഓഫ് അനാലിസിസ് ആണ് നമ്മൾ പറയുന്നത്. ഒന്ന് ഇൻഡിവിജ്വൽ ഇൻട്രാപേഴ്സണൽ ലെവൽ അനാലിസിസ്. ഇൻഡിവിജ്വൽ ഇൻട്രാപേഴ്സണൽ ലെവൽ അനാലിസിസ് പറയുമ്പോൾ ഞാൻ ഇന്നെ തന്നെ അനലൈസ് ചെയ്യാം. ഓക്കെ, ഇൻട്രാപേഴ്സണൽ ആണ് കേട്ടോ പറഞ്ഞത്, ഇന്ററും ഇൻട്രയും അത് മാറിപ്പോയത്. ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ ചോദിക്കും, ഇന്റർ ഇൻട്ര അത് മാറരുത്. ഇൻട്ര എന്ന് പറയുമ്പോൾ എന്റെ ഉള്ളിൽ തന്നെയുള്ള സംഭവങ്ങൾ, ഞാൻ സ്വയം എന്നുള്ള സംഭവം. ഇന്റർ എന്ന് പറയുമ്പോഴാണ് രണ്ടാൾ തമ്മിലുള്ള ഇടയിലുള്ള സാധനമാകും. ഓക്കെ, സോ ഒന്നാമത്തെ ലെവൽസ് ഓഫ് അനാലിസിസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഇൻട്രാപേഴ്സണൽ ആണ്. ഞാൻ ഇന്നെ തന്നെ ഇതിനെ കുറിച്ചിട്ട് എന്റെ ഒരു അനാലിസിസ് നടത്തി, എന്റെ ബിഹേവിയർ എത്ര നല്ലതാണോ, അല്ലെങ്കിൽ ഞാൻ ബിഹേവ് ചെയ്യുന്ന രീതി നല്ലതാണോ, എന്റെ തോട്ട് പ്രോസസ് എങ്ങനെയാണ്, ഫീലിംഗ്സ് എങ്ങനെയാണ്, കാര്യങ്ങളൊക്കെ നോക്കാം. രണ്ടാമത്തത് ഇന്റർപേഴ്സണൽ ഇന്ററാക്ഷൻ ആണ്. ഞാൻ എങ്ങനെയാണ് ഇപ്പോ ഇതിലുള്ള ഒരാളോട് ഇന്ററാക്ട് ചെയ്യുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ജിമീറ്റിൽ കാണുന്നില്ല, അതോ ഒരു മിനിറ്റ് വേറെ വെയിറ്റ്. ഓക്കെ, സോ അപ്പം ഇന്റർപേഴ്സണൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ് ഞാൻ മറ്റൊരാളായിട്ട് ഡീൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ഞാൻ ഇപ്പോ വേറൊരാളായിട്ട് ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്റെ ബിഹേവിയർ രണ്ടാളുകൾ തമ്മിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത്, കമ്മ്യൂണിക്കേഷൻ ആവട്ടെ, എന്റെ അവരുടെ ലൈഫ് സിറ്റുവേഷൻ ആവട്ടെ, ഏതൊരു സിറ്റുവേഷൻ, ഇപ്പൊ പെർസുവേഷൻ ആവട്ടെ, ഞാനൊരാളെ എന്റെ സംഭവത്തിന് വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പോലും എങ്ങനെയാണെന്നുള്ളതൊരു ഡിസ്കഷൻ തന്നെയാണ്. മൂന്നാമത്തെ പിന്നെ അടുത്ത ലെവൽ ഓഫ് അനാലിസിസ് എന്ന് പറയുന്നത് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇപ്പോ ഇൻഡിവിജ്വൽ ഒരാളെന്നുള്ള നിലക്കും ഒരു ഗ്രൂപ്പ് എന്നുള്ള നിലക്കും. ഇപ്പൊ ഞാൻ പള്ളി കമ്മിറ്റിയിൽ എങ്ങനെയാണ് ഇതിന്റെ ഇന്ററാക്ഷൻ, അല്ലെങ്കിൽ പള്ളി വരുമ്പോൾ ഒരു ഗ്രൂപ്പാണ്, ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ സ്ഥലമാണ്. ഇനി ക്ലബ് ആവട്ടെ അവിടെ, അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ഇരിക്കുന്ന സമയത്ത്, ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകുന്ന സമയത്ത്, അപ്പൊ ഇവിടുത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടാകും. അപ്പൊ എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വലും ഗ്രൂപ്പും തമ്മിലുള്ള ഇന്ററാക്ഷൻ നടക്കുന്നത്. ഓക്കെ, പിന്നെ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഗ്രൂപ്പ്സ്. അപ്പൊ ഇതൊക്കെയാണ് ലെവൽസ് ഓഫ് അനാലിസിസ്. ഒന്ന് നമ്മൾ പറഞ്ഞു ഇൻട്രാപേഴ്സണൽ ആണ്, രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഇന്റർപേഴ്സണൽ ആണ്, ഇന്റർപേഴ്സണൽ ഇന്ററാക്ഷൻ ആണ്. മൂന്നാമത് പറഞ്ഞത് ഇൻഡിവിജ്വലും ഗ്രൂപ്പും ആണ്, പിന്നെ ഗ്രൂപ്പും ആണ്. അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം. കാരണം ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ്ലി ഡീൽ ചെയ്യുന്നത് തിയററ്റിക്കൽ അപ്രോച്ചസ് ആണ്. സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ഫീൽഡ് എങ്ങനെയാണ് ഓരോ തിയറീസും ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സോഷ്യൽ ബിഹേവിയറിനെ തിയററ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ ഡീൽ ചെയ്യുന്നത് എന്നതാണ് പറയുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഇതിൽ രണ്ട് തിയറീസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് ലേണിംഗ് തിയറീസും, രണ്ട് കോഗ്നിറ്റീവ് തിയറീസും. ഓക്കെ, ലേണിംഗ് തിയറീസിന്റെ ഉള്ളിൽ ഇത് രണ്ട് അപ്രോച്ചാണ്. ഈ രണ്ട് അപ്രോച്ചിലൂടെയാണ് സോഷ്യൽ സൈക്കോളജി തിയറീസ് ഉണ്ടാക്കുന്നത്. ലേണിംഗ് തിയറീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു സ്വഭാവം പഠിക്കുന്നത്, ഓക്കെ, എങ്ങനെയാണ് ഇതിന്റെ സോഷ്യൽ ബിഹേവിയർ ഉണ്ടാക്കുന്നത്, അതിലൊരു കാരണം ലേണിംഗ് ആണ്. ഇപ്പൊ ഞാൻ എന്റെ വീട്ടില് ഇപ്പം ഭയങ്കരമായിട്ട് തെറി വിളിക്കുന്ന കുട്ടികളുണ്ടോ,
ആ കുട്ടികളൊന്ന് ഭയങ്കര ഒന്ന് കാര്യമായിട്ട് നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ അവരുടെ വീട്ടിലെ പാരന്റ്സ് തമ്മിൽ തെറിവിളിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് തമ്മിൽ, അവരുടെ ഫ്രണ്ട് സർക്കിളിൽ പിയേഴ്സ് തമ്മിൽ തെറിവിളിക്കുന്നവരായിരിക്കും. അങ്ങനെ ലേൺ ചെയ്യും. നമ്മൾ ഒരു സോഷ്യൽ കോണ്ടക്സ്റ്റിൽ നിൽക്കുന്ന സമയത്ത് ലേൺ ചെയ്തിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ലേണിംഗ് തിയറീസ് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ സോഷ്യൽ ബിഹേവിയർ ഏതൊക്കെ ബിഹേവിയർ ആയിക്കോട്ടെ, ഏത് സോഷ്യൽ കോണ്ടക്സ്റ്റിലുള്ള എന്ത് ബിഹേവിയർ ആണെങ്കിലും, എന്ത് തോട്ട് ഓഫ് അല്ലെങ്കിൽ ഫീലിംഗ്സ് ആണെങ്കിലും അത് പഠിച്ചെടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ പറയുന്ന മെയിൻ ആയിട്ടുള്ള സംഭവമാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, പിന്നെ ഒപ്പാരന്റ് കണ്ടീഷനിങ്, അപ്പൊ BF സ്കിന്നറിന്റെ, പിന്നെ അതുപോലെ ഇത് പറയുന്നത്, പിന്നെ ഒബ്സർവേഷണൽ ലേണിംഗ്, പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. അപ്പൊ ഇതൊക്കെ ലേണിംഗ് തിയറീസിന് അണ്ടറിൽ വരുന്നതാണ്. രണ്ടാമത്തെ അപ്രോച്ചാണ് കൊഗ്നിറ്റീവ് തിയറീസ്. കൊഗ്നിറ്റീവ് തിയറീസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മെമ്മറി, നമ്മുടെ അറ്റൻഷൻ, നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്, നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ കൾച്ചർ, നമ്മുടെ ബിലീഫ്, നമ്മുടെ വാല്യൂസ്, ഈ സാധനങ്ങളൊക്കെ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ കൊഗ്നിറ്റീവ്, അതായത് നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിലുള്ള പ്രോസസ്സുകൾ എങ്ങനെയാണ് നമുക്കൊരു ബിഹേവിയർ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇപ്പോ എന്താ പറയാ, കല്യാണപ്പരയിൽ ഒരു മരണ വീട്ടിൽ ചെന്നിട്ട് ചിരിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു സൈഡിൽ നോക്കുമ്പോൾ അത് ലേണിംഗ് തിയറി ആയിരിക്കും. ആരും ചിരിക്കുന്നില്ല, എല്ലാവരും ഭയങ്കര സീരിയസ് ആണ്, എല്ലാവരും ഭയങ്കര സങ്കടത്തോടെ ഇരിക്കുന്നത്. അപ്പൊ ഞാനും ചെയ്യാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളത് ലേണിംഗ് പ്രോസസ് തിയറിയിലൂടെ പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാവും. പക്ഷെ ഇനി കോഗ്നിറ്റീവ് പ്രോസസ് തിയറിയിലൂടെ പഠിക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ ഒരു വിഷമം നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്, ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, ഇങ്ങനെ നമ്മൾ കോഗ്നിറ്റീവ് തരുന്ന ഒരു സാധനം ഉണ്ട്. അപ്പൊ അതാണ് കോഗ്നിറ്റീവ് തിയറീസ് ബേസിക്കലി പറയുന്നത്. അപ്പൊ അതിൽ കോഫ്ക കോഹ്ലർ ഒരു പറഞ്ഞിട്ടുള്ള ഗസ്റ്റാൾട്ട് തിയറി അതിൽ പറയുന്നുണ്ട്. പിന്നെ പിന്നെ സ്കീമ അതിൽ ഡിസ്കസ് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്കീമ വർക്ക് ചെയ്യുന്നത്. പിന്നെ അപ്പൊ ഇതൊക്കെയാണ് രണ്ട് ടൈപ്പ് ഓഫ് അപ്രോച്ചുകൾ എന്ന് പറയുന്നത്. അപ്പൊ ആ രണ്ട് ഭാഗം വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കുറച്ച് തിയറീസ്, ഒന്ന് രണ്ട് തിയറീസ് അവിടെ ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വാഭാവികമായിട്ട് ഏതൊക്കെയാണ് തിയറീസ് എന്നുള്ളതും ഏതൊക്കെയാണ് തിയററ്റിക്കൽ അപ്രോച്ചസ് എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന അടുത്തൊരു ഭാഗമാണ് റിസർച്ച് മെത്തേഡ്. ചിലപ്പോൾ ചോദിക്കാം, ഇതേപോലെ ഷോർട്ട് നോട്ട് ഒക്കെ എഴുതാൻ വേണ്ടി ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് റിസർച്ച് മെത്തേഡുകൾ. അപ്പൊ റിസർച്ച് മെത്തേഡുകളിൽ ഇതിൽ നിങ്ങൾ ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് വളരെ കുറച്ചൊരു 3 ടൈപ്പാണ് ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ഒബ്സർവേഷണൽ മെത്തേഡാണ്. അതായത് ഒബ്സർവേഷണൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒരു സോഷ്യൽ ബിഹേവിയറിനെ കുറിച്ചിട്ട് ഒബ്സർവ് ചെയ്ത് പഠിക്കുമ്പോൾ അതിൽ കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാധനങ്ങളുണ്ട്. ചിലപ്പം ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ കമ്മ്യൂണിറ്റിന്റെ പുറത്തു നിന്ന് ഒബ്സർവ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ കുറച്ച് സ്റ്റഡീസ് ഉണ്ട്. പിന്നെ അതിൽ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ നമ്മൾ പറഞ്ഞ ഒരു പാർട്ടിസിപ്പന്റ് ആയിട്ട് ഞാൻ ഇതിൽ കണ്ണൂരിൽ എത്ര ആൾക്കാരുണ്ട് തെയ്യം അറിയാതെ, ഇപ്പൊ തെയ്യം എന്ന് പറയുന്ന ഒരു സാധനം എങ്ങനെ, ആ തെയ്യത്തിനെ കുറിച്ചിട്ട് ഞാൻ പഠിക്കാൻ പോകുമ്പോൾ തെയ്യം എന്ന് പറയുന്ന ഒരു കൾച്ചർ എങ്ങനെയാണ് ഒരു സോഷ്യൽ കോണ്ടക്സ്റ്റിൽ അല്ലെങ്കിൽ ഇതിന്റെ ബിഹേവിയറെ ബാധിക്കാൻ ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്ത് അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഒരു കണ്ണൂരുകാരനായിട്ട് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷന്റെ ഉള്ളിൽ ഞാൻ നിൽക്കും. ഓക്കെ, പിന്നെ അടുത്തതാണ് എക്സ്പെരിമെന്റൽ മെത്തേഡ്. എക്സ്പെരിമെന്റൽ മെത്തേഡ് കുറച്ചുകൂടെ എന്താ പറയുക, സിസ്റ്റമാറ്റിക് ആണ്. നമ്മൾ ഹൈപ്പോത്തസിസ് ക്രിയേറ്റ് ചെയ്യുന്നു, വേരിയബിൾസിനെ സെലക്ട് ചെയ്യുന്നു, അതിൽ IV ഉണ്ടാവും, DV ഉണ്ടാകും, പിന്നെ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് ഉണ്ടാവും, കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടാവും, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തുന്നു, നമുക്ക് റിസൾട്ട് കിട്ടുന്നു. അങ്ങനെ അതാണ്. അടുത്തതാണ് ക്വാസി എക്സ്പെരിമെന്റൽ മെത്തേഡ്. സോ ക്വാസി എക്സ്പെരിമെന്റൽ മെത്തേഡ് കുറച്ചുകൂടി പറയുന്ന പോലെ എവരിഡേ അല്ലെങ്കിൽ ദിവസം നമുക്ക് നടത്താൻ പറ്റുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ എവരിഡേ ലൈഫ് സെറ്റിംഗിൽ വെച്ചിട്ട് നടത്തുന്നതാണ് ക്വാസി എക്സ്പെരിമെന്റൽ. പിന്നെ അതൊക്കെയാണ് ബേസിക്കലി ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളത്. സോ മൂവിങ് ടു ദി നെക്സ്റ്റ് ചാപ്റ്റർ, മൂന്നാമത്തെ ചാപ്റ്റർ. ഇനി പറയാൻ പോകുന്നത് ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളെ ഫസ്റ്റത്തെ ഏതൊക്കെ ചാപ്റ്റർ പറയുന്ന ഇൻട്രഡക്ഷൻ ഭാഗത്ത് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന സംഭവം വെച്ച് കഴിഞ്ഞാൽ, ബ്ലോക്ക് 2 എന്ന് പറയുന്നത് സെൽഫ് ഇൻ സോഷ്യൽ കോണ്ടക്സ്റ്റ് ആണ്. അപ്പം ഞാൻ ഒരു സോഷ്യൽ കോണ്ടക്സ്റ്റിൽ നിൽക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്റെ ബിഹേവിയർ എങ്ങനെയാണ് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആളുകളെ ഇതാവുന്നത്, പിന്നെ അതുപോലെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളുടെ ബിഹേവിയർ എങ്ങനെയാണ് എന്നെ ബാധിക്കുന്നത്. ഓക്കെ, സോ അതാണ് ബേസിക്കലി ഇനിയുള്ള ബ്ലോക്കിൽ വരുന്നത്. ഇനി 2 ചാപ്റ്ററുകൾ പറയാൻ പോകുന്നത്. സോ യൂണിറ്റ് 3 സെൽഫ് ആൻഡ് ഇറ്റ്സ് പ്രോസസ് എന്നുള്ളതാണ്. സോ ബേസിക്കലി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം, പിന്നെ ജസ്റ്റ് ചാപ്റ്ററിൽ എന്തൊക്കെ ഇമ്പോർട്ടന്റ് ഭാഗം നോക്കാം. ഞാൻ പറയുന്നത് എല്ലാവർക്കും ക്ലിയർ അല്ലേ? എന്തെങ്കിലും കൺഫ്യൂഷൻസോ ക്ലിയർ ആവാത്ത എന്തെങ്കിലും ഉണ്ടോ? ഞാൻ സ്പീഡിൽ പോകുന്നോണ്ട് ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ സോ യൂണിറ്റ് 3 വരുന്നത് സെൽഫ് ആൻഡ് ഇറ്റ്സ് പ്രോസസ് എന്നുള്ളതാണ്. 2 മെയിൻ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് സെൽഫ് കൺസെപ്റ്റ്, അത് എനിക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള കൺസെപ്റ്റ്. അതിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്താണ് സെൽഫ് കൺസെപ്റ്റ്, സെൽഫ് എസ്റ്റീം എന്താണ്, സെൽഫ് എഫിക്കസി എന്താണെന്നൊക്കെ പറയുന്നത്. പിന്നെ അടുത്തൊരു ഭാഗം കോഗ്നിറ്റീവ് ആൻഡ് മോട്ടിവേഷണൽ ബേസിസ് ഓഫ് സോഷ്യൽ ആൻഡ് പേഴ്സണൽ പെർസെപ്ഷൻ.
ഓക്കെ പെർസെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരാൾ വൈക്കൂടെ നടന്നു പോകുന്ന സമയത്ത് നമ്മൾ അയാളെ പെർസെപ്റ്റ് ചെയ്യുമ്പോൾ ഇയാളുടെ ക്യാരക്ടർ ഇങ്ങനെയാണ്, ഇയാളുടെ ബിഹേവിയർ ഇങ്ങനെയാണെന്നൊക്കെ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കോഗ്നിറ്റീവ് ആൻഡ് മോട്ടിവേഷണൽ ബേസിസ് അതിന്റെ ഒരു സാധനമാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ബേസിക്കലി ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് നോക്കാം. ഡിഫൈൻ ഓർ എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് സെൽഫ് ആൻഡ് ദ തിയറീസ് ഓഫ് സെൽഫ് പ്രസന്റേഷൻ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്, എന്തൊക്കെയാണ് സെൽഫ് എന്നുള്ള കൺസെപ്റ്റ്, സെൽഫ് കൺസെപ്റ്റിനെ കുറിച്ചിട്ടുള്ള എന്താണ് ആ കൺസെപ്റ്റ് എന്താണെന്നുള്ളതും സെൽഫ് പ്രസന്റേഷൻ കുറച്ച് ടാക്ടിക്സുകൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സോ അപ്പൊ എന്തൊക്കെയാണ് തിയറീസ് ഓഫ് സെൽഫ് പ്രസന്റേഷൻ എന്നുള്ളതുമാണ് ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ഫോർമേഷൻ ഓഫ് സെൽഫ് കൺസെപ്റ്റ്. ഓക്കെ, അപ്പം ഫോർമേഷൻ ഓഫ് സെൽഫ് കൺസെപ്റ്റ് എന്നുള്ളത് ഒരു സബ്ഹെഡിങ് ആണ്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെയുള്ള സബ്ഹെഡിങ് ആണ്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് സെൽഫ് അക്രോസ് കൾച്ചേഴ്സ് ആൻഡ് മൾട്ടി കൾച്ചറൽ ഐഡന്റിറ്റീസ്. സോ അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ചിന്തിച്ചിരുന്ന് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരുപാട് കൾച്ചർ ഉണ്ട് അല്ലെ, ഒരുപാട് കൾച്ചർ ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇതിൽ എത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്? പറയൂ, എത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്? അതില്ലേ? അതോ എനിക്ക് കാണാത്താണ് നിങ്ങളെ ഇമോജി? ഓക്കെ, ഏതായാലും സോ അപ്പം വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് മൾട്ടി കൾച്ചറൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇപ്പൊ ഏതെങ്കിലും ഒരു ഇപ്പം ആപ്പിൾ എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, സോ സ്വാഭാവികമായിട്ടും ആപ്പിൾ ഒരു ഗ്ലോബൽ കമ്പനിയാണ്. അപ്പം ആപ്പിൾ ഇന്ത്യയിൽ ഒരു ഷോറൂം ഇടും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു കമ്പനി ഇടുന്ന സമയത്ത് ആപ്പിളിനുള്ളിൽ വർക്ക് ചെയ്യുന്ന മാനേജർ ചിലപ്പോൾ അമേരിക്കക്കാരനായിരിക്കാം, സബോർഡിനേറ്റ് ചിലപ്പം ഇന്ത്യക്കാരനായിരിക്കാം. ഈ ഇന്ത്യയിൽ തന്നെ എത്രത്തോളം കൾച്ചർ ഉണ്ടാവും? ചിലപ്പോൾ മലയാളി ആയിരിക്കും, ചിലപ്പോൾ രാജസ്ഥാനി ആയിരിക്കും, ചിലപ്പോൾ പഞ്ചാബി ആയിരിക്കും, ഒന്ന് യൂറോപ്യൻ ആയിരിക്കും, ചിലപ്പോൾ ജർമ്മനിക്കാരനായിരിക്കും, ചിലപ്പോൾ ഇറ്റലിക്കാരായിരിക്കും. അപ്പം ഒരുപാട് കൾച്ചേഴ്സിനെ നമ്മൾ എന്താ പറയാ ഫേസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമുക്കൊരു ഒരു സെൽഫ് കൺസെപ്റ്റ് ഉണ്ടാകും. ലൈക്ക് ഞാൻ ഏത് കൾച്ചറുകാരനാണ്, അല്ലെങ്കിൽ ഞാൻ ആരോടാണ് മിങ്കിൾ ചെയ്യുന്നത്, എങ്ങനെയാണ് എന്റെ ബിഹേവിയർ ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള സംഭവമൊക്കെ. സോ അതാണ് ഈ ക്വസ്റ്റ്യന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ബേസിക് സാധനം എന്ന് പറയുന്നത്. സോ എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് സെൽഫ് അക്രോസ് കൾച്ചേഴ്സ് ആൻഡ് മൾട്ടി കൾച്ചറൽ ഐഡന്റിറ്റീസ്. ഓക്കെ, പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ഔട്ട്കംസ് ഓഫ് ഡിഫറെന്റ് സെൽഫ് കോൺഫ്ലുവൻസ് അക്രോസ് കൾച്ചേഴ്സ്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇത് എനിക്ക് തോന്നുന്നത് 2023 ചോദിച്ച രണ്ട് ചോദ്യങ്ങൾ കുറച്ചും കൂടെ എന്താ പറയാ കണക്ട് ചെയ്ത് എഴുതേണ്ടതാണ്. ഡയറക്റ്റ് ടെക്സ്റ്റിന് എഴുതേണ്ട സാധനങ്ങളല്ല, കുറച്ചുകൂടി കണക്ട് ചെയ്ത് എഴുതേണ്ട സാധനങ്ങളാണ്. ഓക്കെ, സോ ഏതായാലും നമുക്ക് ചാപ്റ്റർ ഡിസ്കഷനിലേക്ക് വരാം. ചാപ്റ്ററിൽ ഇപ്പൊ പറഞ്ഞതുപോലെ ഒന്ന് ബേസിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ട് ചാപ്റ്ററിൽ പറയുന്നത് പോലെ തന്നെ സെൽഫ് കൺസെപ്റ്റിനെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് സെൽഫ് കൺസെപ്റ്റ്, എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത്, അതിനുള്ളിൽ പെടുന്ന സെൽഫ് എസ്റ്റീം എന്താണ്, സെൽഫ് എഫിക്കസി സാധനങ്ങൾ എന്താണ്. പിന്നെ രണ്ടാമത്തെ ഒരു ഭാഗമാണ് ഈ പറയുന്നത് പോലെ നമ്മൾ സോഷ്യലി അല്ലെങ്കിൽ പേഴ്സണലി ഓരോരുത്തരെ പെർസെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന കോഗ്നിറ്റീവ് ആൻഡ് മോട്ടിവേഷണൽ ബേസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ സെൽഫ് കൺസെപ്റ്റിനെ കുറിച്ചിട്ട് അതിൽ കൊടുക്കുന്ന ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ധാരണ, നമുക്ക് നമ്മളെ സംബന്ധിച്ചുള്ള നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ വാല്യൂസ് എത്രയാണ്, നമ്മുടെ എത്തിക്സ് എന്താണ്, നമ്മൾ എങ്ങനത്തെ കൈൻഡ് ഓഫ് പേഴ്സൺ ആണ്, നമ്മൾ എങ്ങനത്തെ കൈൻഡ് ഓഫ് ക്യാരക്ടർ ഉള്ള ആളാണ്, അങ്ങനെ നമുക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഓഫ് ദംസെൽസ്, അതാണ് ബേസിക്കലി സെൽഫ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിനുള്ളത് തന്നെ ജസ്റ്റ് ഫോർമേഷൻ ഓഫ് സെൽഫ് കൺസെപ്റ്റ് പറയുന്നുണ്ട്. അതിന് കുറച്ച് എങ്ങനെയാണ് ഒരാൾക്ക് സെൽഫ് കൺസെപ്റ്റ് ഉണ്ടാകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് രണ്ട് തിയറീസ് ബേസിക്കലി ആ ഒരു സംഭവത്തിൽ പറയുന്നുണ്ട്. ഒന്ന് ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് എന്ന് പറയുന്ന ഒരു തിയറിയാണ്. അതായത് നമ്മൾ ഗ്ലാസ്സിൽ നോക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് കാണുന്നത്, ആ ഒരു സംഭവം എന്നുള്ള രീതിയിലാണ് ആ ഒരു തിയറി പറയുന്നത്. അതായത് നമുക്ക് നമ്മളെ കുറിച്ചിട്ടൊരു സെൽഫ് ഇമേജും സെൽഫ് കൺസെപ്റ്റും ഉണ്ടാകും. അത് എന്തിന്റെ ബേസിസിലാണ് ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാല് ബാക്കിയുള്ളവർ നമ്മളെ കുറിച്ച് എന്താണ് വിശ്വസിക്കുന്നത് അതിനെ കുറിച്ചിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, സോ ബാക്കിയുള്ളവർ ഇപ്പൊ പറയണേ യാസിൻ സാർ ഭയങ്കര അടിപൊളിയാണ്, ഒരു പാവാണ് എന്ന് പറയുമ്പോൾ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു കോണ്ടെക്സ്റ്റിൽ എനിക്ക് എന്ത് ലുക്കിംഗ് ഗ്ലാസ് സെൽഫിലാണ് ഞാൻ സെൽഫ് കൺസെപ്റ്റ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ എനിക്ക് ഇങ്ങനെ തോന്നും, ഞാനൊരു സാധുവാണല്ലേ, ഞാനൊരു പാവാണല്ലേ എന്നുള്ള സംഭവം. അതാണ് ലുക്കിംഗ് ഗ്ലാസ് സെൽഫോട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സോഷ്യൽ കമ്പാരിസൺ തിയറിയാണ്. ഇപ്പൊ സെൽഫ് കൺസെപ്റ്റ് ഉണ്ടാവാനുള്ള ഫോം ചെയ്യാനുള്ള അടുത്തൊരു സംബന്ധിച്ച് സോഷ്യൽ കമ്പാരിസൺ തിയറിയാണ്. ഇന്റെ ബിഹേവിയറും അല്ലെങ്കിൽ ഇന്റെ ക്യാരക്ടറും മറ്റൊരാളിൽ നിന്ന് എങ്ങനെയാണ് ഡിഫറെന്റ് ആക്കുന്നത് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചില ആളുകൾ സിമിലാരിറ്റീസ് ആണ് കമ്പയർ ചെയ്യും, ചിലപ്പോൾ ചില ആളുകൾ ഡിഫറൻസ് ആയിരിക്കും കമ്പയർ ചെയ്യും, ചിലപ്പോൾ ചിലവർ സുപ്പീരിയോറിറ്റി ആയിരിക്കും എന്താ പറയാ കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി ആയിരിക്കും. അപ്പൊ ബേസിക്കലി ഈ ഒരു തിയറിക്ക് രണ്ട് ഡയമെൻഷൻസ് ഉള്ളത്, ഒന്ന് സുപ്പീരിയോറിറ്റി ഒരു ഇൻഫീരിയോറിറ്റി, അല്ലെങ്കിൽ സിമിലാരിറ്റി ആൻഡ് ഡിഫറൻസ്. അപ്പൊ ഇങ്ങനെ കമ്പാരിസണിലൂടെ എന്ത് ചെയ്യും നമുക്ക് നമ്മളൊരു സെൽഫ് കൺസെപ്റ്റിനെ ഉണ്ടാക്കിയെടുക്കും. അപ്പോ സോ അതാണ്. ഇനി അതിന്റെ ഉള്ളിൽ വരുന്ന മറ്റൊന്നാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്
നമ്മൾ സെൽഫ് കൺസെപ്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ തന്നെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് സെൽഫ് എസ്റ്റീം എന്നുള്ളത്. അതായത് എനിക്ക് ഇന്നോടുള്ള അല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ടുള്ള വാല്യൂ എത്രത്തോളം ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഞാന് എന്താ നല്ലൊരു ചങ്ങായിയാണോ അല്ലേ, അല്ലെങ്കിൽ ഞാൻ സത്യസന്ധനാണോ അല്ലെങ്കിൽ കള്ളനാണോ എന്നുള്ള എനിക്ക് ഇതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടോ. ആ ധാരണന്റെ പുറത്ത് എന്ത് ചെയ്യുക ഉണ്ടാക്കുന്ന ചില ചോദ്യങ്ങളും അതിനുള്ള ചില ഉത്തരങ്ങളുമാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് സെൽഫ് എഫിക്കസി. സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് കോണ്ടെക്സ്റ്റിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ കപ്പാസിറ്റി. ഓക്കെ, അതാണ് ബേസിക്കലി സെൽഫ് എഫിക്കസി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ഒരു ഭാഗം. ഓക്കെ, സെൽഫ് കൺസെപ്റ്റ് എന്ന് പറയുന്ന ഭാഗം ഇത്രേ ഉള്ളൂ. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വലിച്ചു വാരി എഴുതാം. പിന്നെ ഈ പറയുന്നത് പോലെ ഇപ്പം ജസ്റ്റ് ആ ഒരു തേർഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ മൾട്ടി കൾച്ചറൽ ഐഡന്റിറ്റീസിനെ കുറിച്ചിട്ടും അതുപോലെ മറ്റു കൾച്ചറിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ സെൽഫ് കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, സെൽഫ് എസ്റ്റീം എങ്ങനെയാണ് അതിനെ ബാധിക്കുക, സെൽഫ് എഫിക്കസി എങ്ങനെയാണ് ബാധിക്കുക എന്നൊക്കെ ഉള്ളത്. ഓക്കെ, സോ അടുത്തത് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, ബട്ട് സ്റ്റിൽ ഈ ഒരു ചാപ്റ്ററിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിനുള്ളിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഒരാളെ പെർസെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സോഷ്യലി ഒരാൾ എന്തെങ്കിലും ഒരു സംഭവം പെർസെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറച്ച് കോഗ്നിറ്റീവ് ആൻഡ് മോട്ടിവേഷണൽ ബേസിസ്, അതായത് നമ്മുടെ തലച്ചോറിനുള്ളിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ഒന്നാമത് ഇംപ്രഷൻ ഫോർമേഷൻ ആൻഡ് മാനേജ്മെന്റ് ആണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ആവശ്യമൊന്നുമില്ല. നമ്മളൊക്കെ മറ്റൊരാളെ കാണുമ്പോൾ ഇംപ്രസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ള ആളുകളാണ്. ഐദർ ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ജെൻഡർ ഓർ സെയിം ജെൻഡർ. ചിലപ്പം ഓഫീസ് വർക്കിന് പോകുന്ന സമയത്ത് നമ്മൾ നല്ല ഡ്രസ്സിങ്ങിന് പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ മാനേജർ അല്ലെങ്കിൽ ബോസിനെ ഇംപ്രസ് ചെയ്യാനായിരിക്കും. ചിലപ്പം നമ്മൾ നല്ല ഡ്രസ്സിങ്ങിന് ഒരു കല്യാണത്തിന് പോകുന്ന ഏതെങ്കിലും പെൺകുട്ടിനെ ഇംപ്രസ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ആൺകുട്ടിനെ ഇംപ്രസ് ചെയ്യാനായിരിക്കും. അപ്പോൾ ഇംപ്രഷൻ ഫോർമേഷൻ ആൻഡ് മാനേജ്മെന്റ് അതിലൊരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. നമ്മൾ ഇങ്ങനെ അതിനൊരു ചെറിയ ഡെഫിനിഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, സിമ്പിൾ ഡെഫിനിഷൻ: ദ ഫൈൻ ആർട്ട് ഓഫ് ലുക്കിംഗ് ഗുഡ്. എനിക്ക് ഇന്നെ കണ്ടു കഴിഞ്ഞാല് നാലാള് നല്ലത് പറയുമെങ്കിൽ അതാണ് ഇംപ്രഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. ചിലപ്പം നമ്മളങ്ങനെ പറയല്ലോ, നമുക്ക് ഇങ്ങനെ കണ്ടാ പറയോ അയാൾ ഇങ്ങനെ എന്താ പറയാ പെണ്ണുങ്ങളെ മൊളസ്റ്റ് ചെയ്യുന്ന ആളാണെന്നുള്ളത്, അയാൾ എന്ത് ഡീസന്റാ, നല്ല എന്ത് ഡ്രസ്സിങ്ങാ, എന്ത് സംസാരം, അയാൾ സംസാരം കണ്ടാ തോന്നുന്നു നമുക്ക് ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. സോ അതാണ് ബേസിക്കലി ഇംപ്രഷൻ ഫോർമേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിലെല്ലാം പെടും. നമ്മുടെ സംസാരം പെടും, നമ്മുടെ ഗസ്റ്റേഴ്സ് പെടും, നമ്മുടെ ഗ്രൂമിങ് പെടും, നമ്മുടെ ഡ്രസ്സ് പെടും, എല്ലാ സംഭവങ്ങളും ഉൾപ്പെടും. ഓക്കെ, പിന്നെ അത് കൂടാതെ അതിന് കുറച്ച് ടാക്ടിക്സ് ഉള്ളത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒന്നാണ് തിയറീസ് ഓഫ് സെൽഫ് പ്രസന്റേഷൻ. ഞാൻ എങ്ങനെ നിങ്ങളെ മുന്നിൽ പ്രസന്റ് ചെയ്യണം എന്നുള്ളത്. ഇപ്പം എനിക്ക് വേണമെങ്കിൽ എന്റെ തറ ഭാഷ സംസാരിക്കാം, എനിക്ക് വേണമെങ്കിൽ ഭയങ്കര ഫോർമലായിട്ട് സംസാരിക്കാം, പിന്നെ എനിക്ക് വേണമെങ്കിൽ ഭയങ്കര എന്താ പറയുക ക്ലാസി ലുക്കിൽ വന്നിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് തറ ലുക്കിൽ വന്നിരിക്കാം. അപ്പം ഞാൻ എങ്ങനെയാണ് സെൽഫ് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു കുറച്ച് തിയറീസ് പറയുന്നത്. അതിലൊന്ന് സിംബോളിക് ഇന്ററാക്ഷനിസം ആണ്. സിംബോളിക് ഇന്ററാക്ഷനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ചില എന്താ പറയാ ചില സിംബൽസ് യൂസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇപ്പോ ഫോർ എക്സാമ്പിൾ ജവഹർലാൽ നെഹ്റു എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളോടിപ്പോ ഒരു ലീഡർ അല്ലെങ്കിൽ നല്ലൊരു പൊളിറ്റീഷ്യൻ ആരാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് മഹാത്മാഗാന്ധി, ഇന്ദിരാഗാന്ധി, ജവഹർലാൽ നെഹ്റു, മൻമോഹൻ സിംഗ് ഇവരൊക്കെ പേര് വരാൻ കാരണം എന്താ? ഇവര് ഉണ്ടാക്കി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇവര് സെൽഫ് പ്രസന്റ് ചെയ്ത ഒരു സംഭവം ഉണ്ട്. അതിനെയാണ് സിംബോളിക് ഇന്ററാക്ഷൻസ് എന്ന് പറയുക. അത് ഇപ്പൊ ഒരു ഉദാഹരണത്തിൽ ഇപ്പൊ മൻമോഹൻ സിംഗ് അല്ലെങ്കിൽ APJ അബ്ദുൽ കലാം, ഫോർ എക്സാമ്പിൾ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ എടുക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ കണ്ട ഏറ്റവും നല്ലൊരു പ്രസിഡന്റ് ആയിരുന്നു APJ അബ്ദുൽ കലാം. കാരണം എന്താ? അദ്ദേഹം ഈ കുട്ടികളോടും അതുപോലെ ആളുകളോടും പൊതുജനങ്ങളോട് ഇടപഴകുന്ന ഒരു രീതി. ഫോർ എക്സാമ്പിൾ ഞാൻ എക്സാമ്പിൾ പറയാണ്. അപ്പൊ ആ ഒരു സാധനം കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമുക്കതൊരു സാധനം കിട്ടും അല്ലെ, നമുക്കൊരു റിസൾട്ട് കിട്ടും. മൂപ്പര് ഇങ്ങനെയൊക്കെയാണ് ആളുകളെ പരിഗണിക്കുന്നത്, ഇങ്ങനെയാണ് കുട്ടികളോട് സംസാരിക്കുന്നത്, ഇങ്ങനെയാണ് ഒരു രാഷ്ട്രത്തിന്റെ ഭാവിയെ കുറിച്ചിട്ട് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. അതാണ് സിംബോളിക് ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത്. അത് നേരിട്ട് അയാളൊന്നും പറയല്ല, പക്ഷെ അതൊരു ഇന്ററാക്ഷൻ ആണ്. അത് സെൽഫ് പ്രസന്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. രണ്ടാമത്തെ തിയറി ഓഫ് സെൽഫ് പ്രസന്റേഷനിൽ ഗോഫ്മാൻ പറഞ്ഞിട്ടുള്ള ഒരു തിയറിയാണ്. അത് സോഷ്യൽ ഇന്ററാക്ഷന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. സോ അത് ജസ്റ്റ് നിങ്ങളെ ടെക്സ്റ്റ് തന്നെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് സിറ്റുവേറ്റഡ് ഐഡന്റിറ്റീസ് തിയറിയാണ്. സിറ്റുവേറ്റഡ് ഐഡന്റിറ്റീസ് തിയറി അലക്സാണ്ടർ കൊണ്ടുവന്നിട്ടുള്ള ഒരു തിയറിയാണ്. അതായത് നമ്മൾ ഓരോ സോഷ്യൽ സെറ്റിങ്ങിലും ഓരോ കൈൻഡ് ഓഫ് ഐഡന്റിറ്റി അല്ലെങ്കിൽ ഓരോ കൈൻഡ് ഓഫ് ബിഹേവിയർ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അടുത്തത് സെൽഫ് പ്രസന്റേഷൻ ടാക്ടിക്സ് ആണ് കേട്ടോ. സെൽഫ് പ്രസന്റേഷൻ ടാക്ടിക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു ഇമേജ് ഉണ്ടാക്കി ഒരു പോസിറ്റീവ് കൈൻഡ് ഓഫ് സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെൽഫ് പ്രസന്റേഷൻ കൊടുക്കുക എന്നുള്ളതാണ് സെൽഫ് പ്രസന്റേഷൻ ടാക്ടിക്സ് യൂസ് ചെയ്തിട്ട് പറയുന്നത്. അതിൽ ഇൻഗ്രാഷേഷൻ പറയുന്നുണ്ട്, ഇന്റിമിഡേഷൻ, സെൽഫ് പ്രൊമോഷൻ, എക്സംപ്ലിഫിക്കേഷൻ, സപ്ലിക്കേഷൻ, ഇൻഡിവിജ്വൽ. ഓക്കെ, സോ അതൊക്കെയാണ് ബേസിക്കലി അതിൻ്റെ ഉള്ളിൽ പറയുന്നത്. ഇൻഗ്രാഷേഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയാ മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, ഒരാളുടെ നല്ലൊരു ക്വാളിറ്റി അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്യുന്ന കുറച്ച് ടാക്ടിക് ആണ് ഇൻഗ്രാഷേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മള് മറ്റേ എന്താ പറയാ ഈ ഫ്ലാറ്ററി, കോംപ്ലിമെന്റ് സാധനങ്ങൾ കയ്യിൽ പറയും. പിന്നെ ഇന്റിമിഡേഷൻ എന്ന് പറയുമ്പോൾ ഇൻഗ്രാഷേഷന് നേരെ എതിരായിട്ടുള്ള ഒരു സാധനമാണ്. അതായത്
നിങ്ങളെ മുന്നിൽ ഞാൻ ഒരു ഫിയർ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഒരു ഫിയർ ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ ഇന്നെ എന്ത് ചെയ്യും, കാണുമ്പോൾ തന്നെ ഇന്നെ ബഹുമാനിക്കും. എന്തിന്റെ പുറത്ത്? നിങ്ങൾക്ക് എന്നോട് ഒരു പേടി ഉണ്ടാവും. അതാണ് ഇന്റിമിഡേഷൻ എന്ന് പറയുന്നത്. പിന്നെ സെൽഫ് പ്രൊമോഷൻ സാധാരണ രാഷ്ട്രീയക്കാർ ചെയ്യുന്നത്. പിന്നെ എക്സംപ്ലിഫിക്കേഷൻ ഉണ്ട്, സപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ അതിൽ ജസ്റ്റ് സെൽഫ് പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്ത് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് പറയുന്നുണ്ട്. സോ ബേസിക്കലി ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ചാപ്റ്റർ ഡിസ്കഷൻ പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കുള്ള ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാം, അതുപോലെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ ചെയ്യാം. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ, സെൽഫ് ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. എങ്ങനെയാണ് ഒരാളുടെ സെൽഫ് എങ്ങനെയാണ് സോഷ്യൽ കോണ്ടെക്സ്റ്റിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിലാണ് നമ്മൾ ബേസിക്കലി ഇപ്പൊ ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചില്ലേ, നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു, നമ്മൾ മൾട്ടി കൾച്ചറൽ ഐഡന്റിറ്റീസിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള കൾച്ചറുകളിൽ എങ്ങനെയാണ് കൺസെപ്റ്റ് ഓഫ് സെൽഫ് കൊണ്ടുവരാന്നുള്ളത്. അത് ബേസിക്കലി നിങ്ങൾക്ക് ഈ രണ്ട് ചാപ്റ്ററും കൂടി കമ്പൈൻ ചെയ്ത് എഴുതാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഓക്കെ, കാരണം യൂണിറ്റ് 4 കുറച്ചുകൂടെ നമ്മൾ കൾച്ചേഴ്സിനെ കുറിച്ച് പഠിക്കുന്നത്. എങ്ങനെയാണ് കൾച്ചർ മറ്റൊന്നിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കൾച്ചർ ഡിപ്പെൻഡന്റ് ആയിട്ട് നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെയുള്ളത് കുറച്ചുകൂടെ യൂണിറ്റ് 4 പറയുന്ന സാധനമാണ്. ബട്ട് സെൽഫ് കൺസെപ്റ്റ് കുറച്ചും കൂടെ യൂണിറ്റ് 3 പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് ചാപ്റ്ററും കമ്പൈൻ ചെയ്ത് എഴുതാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ സെൽഫ് ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ബേസിക്കലി പറയുന്നത് ഒരു 4 കാര്യങ്ങളാണ്. ഒന്ന്, എന്താണ് കൾച്ചർ? ഓക്കെ, കൾച്ചർ എന്താണ്, അതിന്റെ ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ എൻകൾച്ചറേഷൻ ആൻഡ് അക്കൾച്ചറേഷൻ, അതൊരു പ്രോസസ്സാണ്. നമ്മൾ കൾച്ചർ എടുക്കുന്നതും കൊടുക്കുന്നതും ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എൻകൾച്ചറേഷനും അക്കൾച്ചറേഷനും. സോ ബേസിക്കലി അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ സെൽഫ് അക്രോസ് കൾച്ചേഴ്സ്, അതും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് മറ്റു കൾച്ചറുകളിൽ നമ്മുടെ സെൽഫിനെ എങ്ങനെ പ്രസന്റ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് സെൽഫ് എന്ന് പറയുന്നത് എന്നുള്ളത്. പിന്നെ കൾച്ചറുകൾക്ക് അപ്പുറത്തേക്ക് സോഷ്യൽ ബിഹേവിയർ. ഓക്കെ, സോഷ്യൽ ബിഹേവിയർ അക്രോസ് കൾച്ചർ. ബേസിക്കലി ഇതൊക്കെയാണ് ചാപ്റ്റർ 4 ഡിസ്കസ് ചെയ്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. സോ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ആൻഡ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എൻകൾച്ചറേഷൻ ആൻഡ് അക്കൾച്ചറേഷൻ. ഓക്കെ, സോ അത് ബേസിക്കലി ചാപ്റ്ററിന്റെ ഉള്ളിൽ തന്നെ വരുന്നതാണ്. പിന്നെ നേരത്തെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത 1-2 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്ററിലും കണക്ട് ചെയ്യാം. ഓക്കെ, എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് സെൽഫ് അക്രോസ് കൾച്ചേഴ്സ് ആൻഡ് മൾട്ടി കൾച്ചറൽ ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന സാധനം അത് ഈ ചാപ്റ്ററിലാണ് കുറച്ചുകൂടി ഡീപ്പായിട്ട് വരുന്നത്. പിന്നെ അടുത്തത് ഷോർട്ട് നോട്ട് ചെയ്താൽ കൊടുത്തുള്ള സാധനമാണ് എങ്ങനെയാണ് കൾച്ചറുകൾക്ക് അപ്പുറത്തേക്ക് സെൽഫ് എന്താ പറയാ കോൺഫ്ലുവൻസ് സംഭവിക്കുന്നത്. ഓക്കെ, അത് ബേസിക്കലി ഈ ഒരു ചാപ്റ്ററിൽ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനത്തെ ഈ സെൽഫ് കൾച്ചർ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, മാക്സിമം യൂണിറ്റ് 3ഉം 4ഉം കൂടി നിങ്ങൾ ചെയ്തിട്ട് എഴുതാൻ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ കോണ്ടന്റ് ഉണ്ടാവും എഴുതാൻ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇത്രയാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എൻകൾച്ചറേഷൻ അക്കൾച്ചറേഷൻ, പിന്നെ സെൽഫ് അക്രോസ് കൾച്ചേഴ്സ് ആൻഡ് മൾട്ടി കൾച്ചറൽ ഐഡന്റിറ്റീസ്, പിന്നെ സെൽഫ് കോൺഫ്ലുവൻസ് അക്രോസ് കൾച്ചേഴ്സ്. ഇതൊക്കെയാണ് ബേസിക്കലി ഒരു ചാപ്റ്ററിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്റർ നോക്കാം. സോ ചാപ്റ്ററിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് എന്താണ് കൾച്ചർ എന്ന് പറയുന്ന സാധനമാണ്. കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയാ, നമ്മുടെ വിശ്വാസം, നമ്മുടെ ബിലീഫ്, നമ്മുടെ തോട്ട്, നമ്മുടെ ഫീലിങ്സിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സാധനമാണ്. അതിൽ ആർട്ട് ഉണ്ടാകും, ഫുഡ് ഉണ്ടാകും, ലാംഗ്വേജ് ഉണ്ടാകും, റീജിയൻ ഉണ്ടാകും, റിലീജിയൻ ഉണ്ടാകും. ഇങ്ങനെ ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു സാധനത്തെയാണ് കൾച്ചർ എന്ന് പറയുന്നത്. സോ കൾച്ചറിനെ ഡിഫൈൻ ചെയ്തിട്ട് തന്നെ 1-2 ഡെഫിനിഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ റോഹനറിന് കൊടുത്തിട്ടുണ്ട്, ട്രയാൻഡിസിന് കൊടുത്തിട്ടുണ്ട്, ചഹോഡന്റെ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഡെഫിനിഷന്റെ യൂസേജിന്റെ ഉള്ളിൽ, അതായത് ഡെഫിനിഷൻസ് എടുത്തതിന് ശേഷം ഇതിന്റെ നേച്ചർ കുറച്ച് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഡൈനാമിക് ഓഫ് നേച്ചർ പറയുന്നുണ്ട്. എങ്ങനെയാണ് കൾച്ചർ ഡൈനാമിക് നേച്ചറാണ്. അപ്പൊ ഞാൻ ചിലപ്പം 2 കൊല്ലം ഗൾഫിൽ വളർന്ന ഒരാളായിരിക്കും, ഞാൻ 10 കൊല്ലം ഗൾഫിൽ വളർന്നൊരു സ്റ്റുഡന്റ്, ഒരു NRI ആയിരിക്കും. അപ്പൊ ഞാൻ കേരളത്തിൽ വരുമ്പോൾ എന്റെ ഡിഫറെന്റ് കൾച്ചറാണ്. അപ്പൊ സ്വാഭാവിക ഡൈനാമിക് നേച്ചർ. അപ്പൊ ഞാൻ ആ കൾച്ചറിൽ ജീവിച്ച ഒരാളെന്ന് വെച്ചിട്ട് എനിക്ക് കേരളത്തിലൊന്നും ജീവിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഡൈനാമിക് നേച്ചർ ഉണ്ട്. പിന്നെ സിസ്റ്റം ഓഫ് റൂൾസ് ആണ്, പിന്നെ ഗ്രൂപ്പ്സ് ആൻഡ് യൂണിറ്റ്സ്, ഇങ്ങനെ കുറച്ച് കോമ്പണൻസ് പറയുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിൽ. പിന്നെ നമ്മൾ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് വാട്ട് ഇസ് എൻകൾച്ചറേഷൻ അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. സോ എൻകൾച്ചറേഷൻ എന്താണെന്നും അക്കൾച്ചറേഷൻ എന്താണെന്നും ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ഡിഫറൻസ് എന്താണെന്ന് കൊടുക്കുന്നുണ്ട്, അതിന്റെ ഏജന്റുകൾ ഏതൊക്കെയാണെന്ന് കൊടുക്കുന്നുണ്ട്. സോ അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത് എൻകൾച്ചറേഷൻ എന്ന് പറയുന്നത് എന്റെ കൾച്ചർ, അങ്ങനെ പഠിച്ചാൽ കിട്ടും. ഓക്കെ, എൻകൾച്ചറേഷൻ എന്ന് പറയുമ്പോൾ എന്റെ കൾച്ചർ, ഞാൻ എങ്ങനെയാണോ ജനിച്ചത്, ഞാൻ എവിടെയാണോ ജനിച്ചത്, ഞാൻ ജനിച്ചത് മുതൽ ഞാൻ വളർന്നത്, അപ്പം അതൊക്കെ എങ്ങനെയാണ് എന്റെ കൾച്ചറിനെ സ്വാധീനിക്കുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന കൾച്ചർ, ഇപ്പൊ ഞാൻ ജനിച്ച സ്ഥലം, ഞാൻ വളർന്ന നാട്, അതൊക്കെ വെച്ചിട്ട് എനിക്ക് ഉണ്ടാകുന്ന കൾച്ചർ, അതിനാണ് എൻകൾച്ചറേഷൻ എന്ന് പറയും. ഓക്കെ, എന്റെ കൾച്ചർ, അങ്ങനെ പഠിച്ചാൽ മതി. അക്കൾച്ചറേഷൻ എന്ന് പറയുമ്പോൾ അവിടുന്നുള്ള കൾച്ചർ. ഓക്കെ, അവിടുന്നുള്ള കൾച്ചർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇപ്പൊ നമ്മുടെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബാഗി ജീൻസ്. ഓക്കെ, ബാഗി ജീൻസ് കുറച്ചുകൂടി വെസ്റ്റേൺ ഡ്രസ്സിംഗ് സിസ്റ്റമാണ്. പിന്നെ അതുപോലെ ഫർദ അല്ലെങ്കിൽ അബായ,
മുസ്ലിം വിമൻസ് ഇടുന്ന അബായ, പിന്നെ അതല്ലെങ്കിൽ ഇപ്പോ എന്താ പറയാ ചിക്കൻ കാരി അല്ലെ, എനിക്ക് കുറച്ച് ലേഡീസിന് കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ പറ്റും. ചിക്കൻ കാരി സെറ്റ് ഓഫ് ഡ്രസ്സുകൾ, ഇതൊക്കെ എന്താണ് വേറെ കൾച്ചറിൽ നിന്ന് വരും. ലക്നൗ, പഞ്ചാബ് അല്ലെങ്കിൽ ആ ഭാഗത്ത് നിന്നാണ് ചിക്കൻ കാരി, മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്നതാണ് അബായ. അപ്പം അതാണ് അക്കൾച്ചറേഷൻ. അവിടെ നിന്നുള്ള കൾച്ചറിനെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുക. ഓക്കെ, ഇപ്പം മധുകൂത്ത്, മന്തി, ഈ സാധനങ്ങളൊക്കെ എന്താണ്, ഇപ്പൊ ബ്രോസ്റ്റ്, ഫലാഫിൽ, ഈ സാധനങ്ങളൊക്കെ അറേബ്യൻ ഫുഡ് ഐറ്റംസ്. അവിടുന്ന് ആ ഒരു കൾച്ചർ നമ്മൾ ഇങ്ങോട്ട് ഡെപ്പിക്ട് ചെയ്യുന്നതിനാണ് അക്കൾച്ചറേഷൻ എന്ന്. സോ എൻകൾച്ചറേഷൻ എന്ന് എന്റെ കൾച്ചർ, ഞാൻ എങ്ങനെയാണ് ജനിച്ചു വളർന്നത്, അതെങ്ങനെയാണ് എന്നെ സ്വാധീനിച്ചതാണ് എൻകൾച്ചറേഷൻ. അക്കൾച്ചറേഷൻ എന്ന് പറയുമ്പോൾ അവിടുന്ന് കൾച്ചർ. ഓക്കെ, സിമ്പിൾ. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി വെക്കാം. പിന്നെ ഏജൻസ് ഓഫ് കൾച്ചർ എൻകൾച്ചറേഷൻ, അതായത് ഞാൻ ഇന്റെ കൾച്ചർ ഉണ്ടാക്കിയെടുക്കുമല്ലോ. എൻകൾച്ചറേഷൻ എന്ന് പറഞ്ഞത് അതിന് കുറച്ച് ഏജൻസ്, ഒന്ന് പാരന്റ്സ് ആൻഡ് സിബ്ലിങ്സ് ആണ്. എന്റെ വീട്ടിലുള്ള അമ്മച്ചി, ഇപ്പച്ചി, ഓരോ സംസാരം, ഓരോ ഭാഷ, ഓരോ റിലീജിയൻ, ഓരോ റീജിയൻ, പിന്നെ ഓർക്ക് ഓരോ പാരന്റ്സിന് കിട്ടിയ കുറച്ച് വാല്യൂസ് എത്തിച്ച സാധനങ്ങൾ. പിന്നെ സ്വാഭാവികമായിട്ട് എന്റെ സിബ്ലിങ്സ്, എന്റെ ഏട്ടനെ അനിയൻ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. സോ അതിലൊക്കെ ഉണ്ട്. അതിൽ പാരന്റിങ് സ്റ്റൈലൊക്കെ പറയുന്നുണ്ട്. കൾച്ചറൽ ഡിഫറൻസിൽ പാരന്റിങ് സ്റ്റൈൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. പിന്നെ അതോറിറ്റേറിയൻ സ്റ്റൈൽ ഓഫ് പാരന്റിങ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, എൻകൾച്ചറേഷൻ പ്രോസസ്സിൽ എന്ത് സംഭവിക്കും, പേർമസീവ് ആണ്, അതോറിറ്റേറ്റീവ് ആണ്, നെഗ്ലിജന്റ് ഒക്കെ ആണെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മാറ്റേണൽ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന ഒരു സാധന സ്റ്റഡി നടക്കുന്നത്, അതായത് കുട്ടികൾക്ക് ഇമ്മാന്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ അമ്മയുടെ അടുത്തുനിന്ന് കിട്ടേണ്ട അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതൊക്കെ കൾച്ചറിനെ ഡെവലപ്പ് ചെയ്യുന്നതിലുണ്ട്. പിന്നെ സ്ലീപ്പിംഗ് അറേഞ്ച്മെന്റ് ഡിഫറൻസ്, അതിൽ പിന്നെ സിബ്ലിങ്സ് കാര്യം പറഞ്ഞല്ലോ. പിന്നെ എക്സ്റ്റൻഡഡ് ഫാമിലി, നമ്മുടെ ഫാമിലി എത്രത്തോളം, ഉമ്മാന്റെ ഫാമിലി അല്ലെങ്കിൽ അമ്മയുടെ ഫാമിലി, അച്ഛന്റെ ഫാമിലി, ഉപ്പയുടെ ഫാമിലി, അവരെന്ത് ചെയ്യും, ഇങ്ങനെ എക്സ്റ്റൻഡഡ് ആയിട്ട് കിടക്കുന്ന ഫാമിലീസ്, നമ്മുടെ വല്യമ്മാന്റെ അല്ലെങ്കിൽ വല്യപ്പാന്റെ ഫാമിലി, അവരൊക്കെ എന്ത് ചെയ്യും, നമ്മളെ കൾച്ചർ ഇതിൽ ബാധിക്കും. പിന്നെ പിയർ റിലേഷൻ അറിയാലോ. പിന്നെ അതിൽ കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ടൈപ്പ് പറയുന്നുണ്ട്. ഹോമോ എത്തനിക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്, ഹെറ്ററോ എത്തനിക് ഫ്രണ്ട്ഷിപ്പ് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ എഡ്യൂക്കേഷൻ, നമ്മൾ പഠിക്കുന്ന എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ രീതി, സ്കൂള്, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ കൾച്ചറിനെ ഭയങ്കരമായിട്ട് ഡീപ്ലി എൻകൾച്ചറേഷൻ പ്രോസസ്സിലുള്ള ഒരു ഏജന്റ് ആണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കാരണം അത് എന്തിനൊക്കെ ബാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കൾച്ചർ ട്രാൻസ്മിഷൻ നടക്കുന്നു, മിനിമൈസിങ് ഇൻഇക്വാലിറ്റി, സോഷ്യൽ അഡാപ്റ്റബിലിറ്റി, അക്വിസിഷൻ ഓഫ് ന്യൂ നോളജ്, പേഴ്സണൽ ഡെവലപ്മെന്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒബ്വിയസ്ലി റിലീജിയൻ നമ്മളെ ബാധിക്കും. പിന്നെ അടുത്തത് സെൽഫ് അക്രോസ് കൾച്ചേഴ്സ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു പല ടൈപ്പ് ഓഫ് കൾച്ചർ ഉണ്ടാവും. ഇപ്പം ഫോർ എക്സാമ്പിൾ അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്യൻ കൾച്ചർ എന്ന് പറയുന്നത്, വെസ്റ്റേൺ കൾച്ചർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇൻഡിവിജ്വലിസം ആണ്. അതായത് ഞാൻ എനിക്ക് പൈസ ഉണ്ടാക്കുക, എനിക്ക് ജീവിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക, മക്കൾ എന്ത് ചെയ്യുക, അവർക്ക് പൈസ ഉണ്ടാക്കുക, അവരവർക്ക് ജീവിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. പക്ഷെ കമ്മിങ് ടു ഇന്ത്യ അല്ലെങ്കിൽ കമ്മിങ് ടു ഈസ്റ്റേൺ കുറച്ചുകൂടി കളക്ടീവിസ്റ്റിക് കൾച്ചറാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ പൈസ ഉണ്ടാക്കുന്നത് എനിക്ക് മാത്രമല്ല, എന്റെ മക്കൾക്കും എന്റെ ഭാര്യക്കും എന്റെ ഉമ്മാക്കും ഉപ്പാക്കും കൂടിയാണ്. നമ്മൾ കുറച്ചുകൂടി കളക്റ്റീവായിട്ട് ചിന്തിക്കുകയാണ് ചെയ്യുക. ഓക്കെ, സോ അതാണ്. ഇങ്ങനെ ഒരുപാട് കൾച്ചർ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. പിന്നെ ചിലപ്പോൾ പാരന്റിംഗ് സ്റ്റൈൽ ഞാൻ പറയില്ല, പക്ഷേ പാരന്റിംഗ് സ്റ്റൈൽ എന്ത് ചെയ്യും, കൾച്ചറൽ ഡിഫറൻസ് വരുത്തും. അതൊക്കെ ഇപ്പം അതിൽ വരും. അപ്പം ഈ ഇതിൽ പറയുന്നത് ഇപ്പം ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഇന്റെ സെൻസ് ഓഫ് സെൽഫ്, ഞാൻ എങ്ങനെയായിരിക്കും ഇന്നെ കാണുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇൻഡിപെൻഡന്റ് സെൻസ് ഓഫ് സെൽഫ് ആണ് അതിലുണ്ടാവുക. ഇൻഡിപെൻഡന്റ് ആയിരിക്കും, അല്ല ഇൻഡിപെൻഡന്റ് ആയിരിക്കില്ല. പിന്നെ മറ്റേത് ഇന്റർഡിപെൻഡന്റ് ആയിരിക്കും. ഓക്കെ, അത് ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്, സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചറിൽ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഞാൻ എന്ത് ചെയ്യും, ഇന്റെ കാര്യം നോക്കും, മക്കളും മക്കളെ കാര്യം നോക്കും, അച്ഛനമ്മ അവരെ കാര്യം നോക്കും. അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ആരും തമ്മിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവില്ല. പക്ഷെ കളക്ടീവ്സ് കൾച്ചറിൽ കുറച്ചൊരു ഇന്റർഡിപെൻഡന്റ് ആയിരിക്കും. ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്റെ മക്കൾ ഉണ്ടാവും, എന്റെ സിബ്ലിങ്സ് ഉണ്ടാവും, എന്റെ ഫാമിലി ഉണ്ടാവും, എന്റെ റിലേറ്റീവ്സ് ഉണ്ടാകും. ഞാൻ അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഞാൻ ജീവിക്കുന്നുണ്ടാകും. ഓക്കെ, സോ അതാണ് ബേസിക്കലി ഇന്റർഡിപെൻഡന്റ്, ഇൻഡിപെൻഡന്റ്, സെൽഫ്. പിന്നെ സെൽഫ്, ഇതാണ് പിന്നെ അടുത്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് അക്രോസ് കൾച്ചേഴ്സ്. വ്യത്യസ്ത രീതിയിലുള്ള കൾച്ചറുകളിൽ സെൽഫ് കോൺസ്ട്രുവൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് ഏരിയകളുണ്ട്, സെൽഫിനെ ഡെപ്പിക്ട് ചെയ്യുന്ന കുറച്ച് ഏരിയകളുണ്ട്. ആ ഏരിയകളൊക്കെ എങ്ങനെയാണ് ഡിഫറെന്റ് ആവുന്നുള്ളതാണ്. അതിൽ സെൽഫ് പെർസെപ്ഷൻ, പിന്നെ സോഷ്യൽ എക്സ്പ്ലനേഷൻ, മോട്ടിവേഷൻ ടു അച്ചീവ്, സെൽഫ് എൻഹാൻസ്മെന്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒരു ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൾച്ചറിന്റെ രീതിയിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇൻഡിവിജ്വലിസത്തിൽ എങ്ങനെയാണ് ഔട്ട്കം ആവുക, കളക്ടീവ്സത്തിൽ എങ്ങനെയാണ് ഔട്ട്കം ആവുക എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ദ കേസ് ഓഫ് മൾട്ടികൾച്ചറൽ ഐഡന്റിറ്റീസ് ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഫോർ എക്സാമ്പിൾ ഇപ്പോ ഇന്റർകാസ്റ്റ് മാരേജ് കഴിഞ്ഞിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന കുട്ടി, അമ്മ ഒരു റിലീജിയനും അച്ഛൻ ഒരു റിലീജിയൻ ആകുമ്പോൾ അവിടെ മൾട്ടി കൾച്ചറൽ ഐഡന്റിറ്റി ആണ് കുട്ടിക്ക് ഉണ്ടാവുക. ഓക്കെ, സോ അത് ബേസിക്കലി എങ്ങനെ എഫക്ട് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ എഫക്ട് ചെയ്യും. ചിലപ്പോൾ നെഗറ്റീവായിട്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നവരുണ്ടാവും, ചിലപ്പോൾ ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നവരുണ്ടാവും. ഓക്കെ, അത് ഡിസ്കഷനിലുള്ളതല്ല. ബട്ട് സ്റ്റിൽ മൾട്ടി കൾച്ചറൽ ഐഡന്റിറ്റി എന്ന് പറയുന്ന സംഭവം അത് ഏതൊക്കെ ലെവലിലാണ് ഡിസ്കഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻട്രാപേഴ്സണൽ, ഇന്റർപേഴ്സണൽ, കളക്റ്റീവ് ലെവൽ. ഇന്റർപേഴ്സണൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാം ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൾച്ചർ. അത് ഞാൻ പറഞ്ഞിപ്പോ നമ്മളിപ്പോ ജനിച്ചു വളർന്നപ്പോൾ ഇന്റർകാസ്റ്റ് മാരേജിന്റെ എക്സാമ്പിൾ ഒരു സിനാരിയോ പറഞ്ഞല്ലോ. അതുപോലെ തന്നെയാണ് മറ്റു രാജ്യങ്ങളിൽ ജനിച്ചു വളർന്നിട്ട് പിന്നെ റൂട്ട് ഓഫ് നമ്മളെ റൂട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു കാര്യം. ഓക്കെ,
അപ്പോൾ ലെവൽ ഓഫ് അനലൈസിങ് അതിൽ പറയുന്നുണ്ട്. പിന്നെ സോഷ്യൽ ബിഹേവിയർ അക്രോസ് കൾച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു സബ്ഹെഡിങ്ങിന്റെ താഴത്ത് കൾച്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് പറയുന്നത്. ഇൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ്. ഫോർ എക്സാമ്പിൾ റിലീജിയൻ എടുക്കുകയാണെങ്കിൽ ഞാൻ മുസ്ലിം ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇൻ ഗ്രൂപ്പ് ആളുകൾ എന്ന് പറയുമ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആളുകളൊക്കെ ഇൻ ഗ്രൂപ്പാണ്. മുസ്ലിംസ് അല്ലാത്ത ആളുകളൊക്കെ എന്ത് ചെയ്യാണ്, ഔട്ട് ഗ്രൂപ്പാണ്. സോ അത് കമ്മിങ് ടു റീജിയൻ, ഇപ്പൊ ഞാൻ മലയാളിയാണ്, മല്ലുവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് മലയാളീസ് ആണ്. അപ്പൊ ഔട്ട് ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ മലയാളീസ് അല്ലാത്തൊരു നോൺ മല്ലൂസ് ഒക്കെ എന്താണ്, ഔട്ട് ഗ്രൂപ്പാണ്. ഇപ്പൊ ലാംഗ്വേജ് എടുക്കുക, ഇപ്പൊ ഞാൻ എന്താ പറയാ മലയാളം സംസാരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ സ്പാനിഷ് സംസാരിക്കുന്ന ഒരാളാണ് വിചാരിക്കാം. അപ്പം ഇൻ ഗ്രൂപ്പ് അതാണ് ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് തമ്മിലെ ഡിഫറൻസ്. ഓക്കെ, സോ അത് എന്താണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. പിന്നെ അതില് ഈ ഗ്രൂപ്പ് മെമ്പർഷിപ്പിന്റെ ക്രോസ് കൾച്ചറൽ ഡിഫറൻസ് പറയുന്നുണ്ട്. അതായത് ഒരുപാട് ഇപ്പൊ ഒരു ഗ്രൂപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആപ്പിളിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ക്രോസ് കൾച്ചറൽ ആളുകൾ ഉണ്ടാകും. ഇപ്പൊ ഇൻഡിവിജ്വലിസ്റ്റ് കൾച്ചർ എന്ന് വന്നവരുണ്ടാവും, കളക്ടീവ്സ് കൾച്ചർ എന്ന് ചെല്ലുന്നവരുണ്ടാകും, ഇൻഡിപെൻഡന്റ് ഇന്റർഡിപെൻഡന്റ് ഒക്കെ ആയിട്ടുള്ള ആളുകൾ പലരും ഉണ്ടാവും. അപ്പം ഈ നമ്മൾ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു മെമ്പർഷിപ്പ്, ഗ്രൂപ്പ് മെമ്പർഷിപ്പ്. അപ്പൊ ഈ ഗ്രൂപ്പ് മെമ്പർഷിപ്പിൽ എങ്ങനെയൊക്കെ ഡിഫറൻസ് വരും ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സ്റ്റെബിലിറ്റി ഓഫ് ഗ്രൂപ്പ് മെമ്പർഷിപ്പ്, നമുക്ക് അതിൽ നിൽക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള സ്റ്റെബിലിറ്റി. പിന്നെ കമ്മ്യൂണിക്കേഷൻ, ഇന്ററാക്ഷൻ, അറ്റാച്ച്മെന്റ്, ഈ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നൊരു സംഭവമാണ്. ഓക്കെ, സോ പിന്നെ അതിൽ ഇങ്ങനെ ചെറിയ ചെറിയ സബ്ഹെഡിങ് ഡിസ്കസ് ചെയ്യുന്ന സംഭവമാണ് ഇൻ ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ വേഴ്സസ് ഇൻ ഗ്രൂപ്പ് ബയാസ്. ഇൻ ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ എന്ത് ചെയ്യാം, ഈ ഇന്ന ഗ്രൂപ്പിൽ പെട്ട ഒരാളെന്ന് ഐഡന്റിഫൈ ചെയ്യാം. അത് കാരണം കുറച്ച് ബയാസുകൾ ഉണ്ടാവുക. ഞാൻ ഫോർ എക്സാമ്പിൾ എന്താ പറയാ, ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ മലയാളീസിന് കൂടുതൽ പ്രൊമോഷൻ കൊടുക്കുക, അല്ലെങ്കിൽ മലയാളീസിന് കൂടുതൽ ഓപ്ഷൻസ് കൊടുക്കുക, അവരെ ഹയർ ചെയ്യാം, ബാക്കിയുള്ളവർ പരിഗണിക്കാതിരിക്കുക. അത് ഇൻ ഗ്രൂപ്പ് ബയാസാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് സാധനം, പിന്നെ അഗ്രഷൻ, അതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഓക്കെ, സോ അതാണ് ബേസിക്കലി ആ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, അതിൽ അങ്ങനെ ഡീപ്പായിട്ട് വേറെ ഒന്നും പറയുന്നില്ല. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് യൂണിറ്റ് 5 ആണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. സോ യൂണിറ്റ് 5 6 കൂടി ഞാൻ മിക്സപ്പ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും ഓരോന്നോരോന്ന് ഡിസ്കസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത്. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ബിഹേവിയർ 1 and 2 ആണ്. നമ്മൾ എങ്ങനെയാണ് ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിലുള്ള സോഷ്യൽ ബിഹേവിയർ മനസ്സിലാക്കുക എന്നുള്ളതാണ്. രണ്ടും ഒരേ ചാപ്റ്റർ തന്നെയാണ്, ഡിഫറെന്റ് കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. 1 ഉം 2 ആണ് അർത്ഥം. ഓക്കെ, സോ ഫസ്റ്റ് ഈ ഒരു ചാപ്റ്ററുകളിൽ എന്തൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന് സ്കീം എന്താണ്, രണ്ടാമത്തത് ഹ്യൂറിസ്റ്റിക്സ് എന്താണ്, പിന്നെ നമ്മളെ സോഷ്യൽ തോട്ട് പ്രോസസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, പിന്നെ സോഷ്യൽ കോഗ്നിഷനിൽ വരുന്ന എററുകൾ. ഇതൊക്കെയാണ് ഈ ഒരു 5ാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ 6ാമത്തെ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് 6ാമത്തെ ചാപ്റ്ററിൽ കുറച്ചുകൂടെ ഡിസ്കസ് ചെയ്യുന്ന സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പേഴ്സൺ പെർസെപ്ഷൻ എന്താണ്, നമ്മൾ എങ്ങനെയാണ് ഓരോരുത്തരെ പെർസെപ്റ്റ് ചെയ്യുന്നുള്ളത്. അതിൽ പ്രത്യേകിച്ച് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് ഇംപ്രഷൻ ഫോർമേഷൻ ആൻഡ് മാനേജ്മെന്റിന്റെ സാധനം ഡിസ്കസ് ചെയ്യാനുള്ളത്. പക്ഷെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള സാധനം വെച്ചാൽ ആട്രിബ്യൂഷൻ ആണ്. തിയറീസ് ഓഫ് ആട്രിബ്യൂഷനും ആട്രിബ്യൂഷണൽ എറേഴ്സും. ഓക്കെ, മറ്റേല് അപ്പം സ്കീമ, ഹ്യൂറിസ്റ്റിക്സ്, പിന്നെ അതുപോലെ മോഡൽ ഓഫ് പെർസെപ്ഷനും പിന്നെ ആട്രിബ്യൂഷൻ. ഇതാണ് ബേസിക്കലി ഒരു മൊത്തം ഈ 2 ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. സോ ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് നോക്കി നോക്കാം. എക്സ്പ്ലെയിൻ എറേഴ്സ് ആൻഡ് ബയാസ് ഇൻ ആട്രിബ്യൂഷൻ ഓർ സോഴ്സ് ഓഫ് എറേഴ്സ് ഇൻ സോഷ്യൽ കോഗ്നിഷൻ. അതാണ് ഞാൻ പറഞ്ഞത്. യൂണിറ്റ് 6 നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയറീസ് ഓഫ് ആട്രിബ്യൂഷൻ ആണ്. രണ്ടാമത്തത് ആട്രിബ്യൂഷണൽ എററുകളാണ്. നമ്മൾ ഒരു സോഷ്യൽ കോൺടെക്സ്റ്റിൽ ഒരാളുടെ ബിഹേവിയറിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അയാളുടെ സ്വഭാവം ഇന്നതാണ്, അയാളുടെ ക്യാരക്ടർ ഇങ്ങനെയാണ് എന്ന് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ എററുകൾ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കോവാരിയേഷൻ മോഡൽ ഓഫ് ആട്രിബ്യൂഷൻ ആണ്. അതൊരു തിയറിയാണ്, കെല്ലിയുടെ കോവാരിയേഷൻ മോഡൽ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് കെല്ലിയുടെ കോവാരിയേഷൻ മോഡൽ എന്ന് പറയുന്നത്. അങ്ങനെ 3-4 തിയറീസ് അതിൽ പറയുന്നുണ്ട്. അപ്പൊ അതൊരു ഷോർട്ട് നോട്ട് ആയിട്ട് വന്നതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡിഫൈൻ സ്കീമ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ടൈപ്സ്. ഓക്കെ, നമ്മൾ പറഞ്ഞത് യൂണിറ്റ് 5 എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്കീമ എന്താണെന്നുള്ളതും അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കീമാസ് എന്താണെന്നുള്ളതും. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ടൈപ്സ് ഓഫ് സ്കീമയാണ്. അപ്പം മനസ്സിലാക്കുക, മെയിനായിട്ട് ചോദിക്കാൻ ചാൻസസ് ഉള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന് എന്താണ് സ്കീമ, ടൈപ്സ് ഓഫ് സ്കീമ. രണ്ടാമത്തത് ഹ്യൂറിസ്റ്റിക്സ് എന്താണെന്നുള്ളതും ടൈപ്സ് ഓഫ് ഹ്യൂറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളതും. പിന്നെ അടുത്തത് നേരത്തെ പറഞ്ഞതുപോലെ ഏതൊക്കെയാണ് തിയറീസ് ഓഫ് ആട്രിബ്യൂഷനും ആട്രിബ്യൂഷണൽ എറേഴ്സും. ഇതാണ് ഈ ഒരു 2 ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. സോ മൂവിംഗ് ടു ദ ചാപ്റ്റർ, നമ്മളിപ്പോ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. സ്കീമ എന്ന് പറയുമ്പോൾ എന്താണ്? സ്കീമ എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിനുള്ളിൽ ഉണ്ടാകുന്ന ഒരു നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നോളജ് വെച്ചിട്ട്
ഉണ്ടാവാൻ സാധ്യത ഉള്ള ഒരു എക്സ്പെക്ടേഷൻ ആണ് അല്ലെ. ഇപ്പം സ്കീമ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിലുള്ള ഒരു സാധനമാണ്. അത് ഉണ്ടാവാനുള്ള കാരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഓൾറെഡി നമുക്ക് പ്രീവിയസ് എക്സ്പീരിയൻസിനോ അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന നോളജ് എന്നൊക്കെ ഉണ്ടാകുന്നതാണ്. പിന്നെ അതിൽ കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് ഡീപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൈപ്സ് ഓഫ് സ്കീമേഴ്സിലേക്ക് വരുന്ന സമയത്ത് പേഴ്സൺ സ്കീമാസ് ഉണ്ട്. അതായത് ഇപ്പൊ പേഴ്സൺ സ്കീമ എന്ന് പറയുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളുടെ പേഴ്സണാലിറ്റി നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് പേഴ്സൺ സ്കീമയിൽ വരുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ടാറ്റ അല്ലെ, JRD ടാറ്റനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ടാറ്റ ഭയങ്കര എന്താ പറയുക, ഒരു പാവങ്ങളെ കനിയുന്ന ഒരു ബിസിനസ്മാൻ ആയിരുന്നു എന്നുള്ളൊരു സാധനം നമ്മൾ എന്താണ് പേഴ്സണാലിറ്റിയാണ് അവിടെ എടുക്കുന്നത്. ഇപ്പൊ മഹാത്മാഗാന്ധി അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന കൈൻഡ് ഓഫ് ഒരു സ്ട്രക്ചർ ഓഫ് ഇമേജ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ഔട്ട്ലുക്ക് ഉണ്ട്, ഒരു ഇമേജിന് ഔട്ട്ലുക്ക് ഉണ്ട്. ഇതിനെയാണ് പേഴ്സൺ സ്കീമ എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക്കലി നമ്മൾ എന്തായിരിക്കും പേഴ്സണാലിറ്റി ട്രേറ്റ്സിനാണ് ഡൊമിനന്റ് ആയിട്ട് നോക്കുക. ഓക്കെ, രണ്ടാമത്തെ സെൽഫ് സ്കീമാണ്. സെൽഫ് സ്കീമ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള സെൽഫ് കൺസെപ്റ്റ്, നമുക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള സെൽഫ് കൺസെപ്റ്റ് ബേസ് ചെയ്ത് വരുന്ന ഡെവലപ്പ് ചെയ്യുന്ന സ്കീമുകളാണ് സെൽഫ് സ്കീമ എന്ന് പറയുന്നത്. പിന്നെ ഗ്രൂപ്പ് സ്കീം ഉണ്ട്. ഗ്രൂപ്പ് സ്കീമ കുറച്ചുകൂടി സ്റ്റീരിയോ ടൈപ്പ് ബേസ് ചെയ്ത് വരുന്നതാണ് ഗ്രൂപ്പ് സ്കീമ. ഒരർത്ഥത്തിൽ നിങ്ങൾക്ക് സ്റ്റീരിയോ ടൈപ്സും പറയാം. ഓക്കെ, ഇപ്പോ എന്താ പറയാ, ഇപ്പൊ പൊതുവെ നമ്മൾ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആണുങ്ങള് സ്ത്രീകളെക്കാൾ ആണുങ്ങളാണ് നല്ല ഡ്രൈവേഴ്സ് ഉള്ളത്. അതൊരു ഗ്രൂപ്പ് സ്കീമാണ്. ഒരു എന്താ പറയാ, ഒരു ഫീമെയിൽ ജെൻഡർ എന്ന് പറയുന്ന ഗ്രൂപ്പിന് മൊത്തം നമ്മൾ നെഗറ്റീവ്ലി മറ്റേ ഒരു പെർസ്പെക്റ്റീവിൽ കാണുന്നതാണ് ഗ്രൂപ്പ് സ്കീം. ഓക്കെ, അതിനെ വേണമെങ്കിൽ സ്റ്റീരിയോ ടൈപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതിൽ റിലീജിയസ് ഗ്രൂപ്പ് ആവാം, ജോഗ്രഫിക്കൽ റീജിയൻ ആവാം, ലാംഗ്വേജ് സംസാരിക്കുന്നതിന്റെ ബേസിസിലാവാം. ഇപ്പൊ കുറെ റീലൊക്കെ നമ്മൾ കാണില്ലേ, തൃശ്ശൂരുകാരുടെ സംസാരം, തിരുവനന്തപുരത്തുകാരുടെ സംസാരം, കോഴിക്കോടുകാരുടെ സംസാരം, മലപ്പുറക്കാരുടെ സംസാരം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെയാണ് ഗ്രൂപ്പ് സ്കീം. പിന്നെ റോൾ സ്കീമ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു സോഷ്യൽ ഗ്രൂപ്പിൽ നിൽക്കുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ റോൾ ഉണ്ടാകും. ഓക്കെ, സോ ആ റോള് ബേസ് ചെയ്തിട്ട് വരുന്ന സ്കീമുകളാണ്. റോളാണ് അവിടെ എന്താ പറയാ, പേഴ്സൺ അല്ല. അവിടെ ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനാണ് സാറ്, അല്ലെങ്കിൽ ഉമേർ സാറാണ് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഉമേർ സാറാണോ ഞാനാണോ അല്ലെങ്കിൽ ഇപ്പൊ ഹഫീസ് സാറാണോ അങ്ങനെയൊന്നുമില്ല. ബേസിക്കലി എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ റോള് ആസ് എ സൈക്കിളിന്റെ ഒരു ഫാക്കൽറ്റി, അയാൾ അടിപൊളിയാണ് എന്നുള്ളൊരു സംഭവം. ഓക്കെ, അതാണ് റോൾ സ്കീമ എന്ന് പറയുന്നത്. സോ ബേസിക്കലി അവിടെ ഒക്യുപേഷണൽ റോൾസ് ആവാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ടീച്ചർ അല്ലെങ്കിൽ സയന്റിസ്റ്റ്, ഡോക്ടർ. ഇപ്പൊ നമുക്കൊക്കെ ഒരു കൺസെപ്റ്റ് ഇല്ലേ, പോലീസുകാർ എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് എന്താ മോശപ്പെട്ടവരാണ് കേരള പോലീസ് എന്ന് പറയുന്നത്. അതൊരു എന്താണ് റോൾ സ്കീമാണ്. അവിടെ ഇപ്പൊ ആര് വന്നു കഴിഞ്ഞാലും, അതിനിപ്പം എത്ര വലിയ നല്ല ആൾ വന്നു കഴിഞ്ഞാൽ, എത്ര മോശം ആൾ വന്നു കഴിഞ്ഞാലും, ആരെങ്കിലൊക്കെ ആ ഒരു പോസ്റ്റിൽ നിൽക്കുന്ന ആൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റോളിനോടൊരു സ്കീം വരും. പിന്നെ അതുപോലെ തന്നെ ഒരു ഇവന്റ് സ്കീം, എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനോട് ഉള്ള സംഭവം. പിന്നെ ഇമ്പാക്ട് പിന്നെ പറയുന്ന ഒരു സംസാരം വെച്ച് കഴിഞ്ഞാൽ ഇമ്പാക്ട് ഓഫ് സ്കീം എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ മോഡ്സ് ഓഫ് സോഷ്യൽ തോട്ട് പ്രോസസിങ്. നമ്മുടെ തലച്ചോറിലെ സോഷ്യൽ തോട്ട് പ്രോസസിങ് എങ്ങനെയാണ് നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ്. ഒന്ന് കണ്ടിന്യൂ മോഡൽ ഓഫ് പ്രോസസിങ് ആണ്, രണ്ടാമത്തത് ഓട്ടോമാറ്റിക് വേഴ്സസ് കൺട്രോൾഡ് പ്രോസസിങ് ആണ്. ഇതുവരെ ചോദിച്ചിട്ടില്ല, ഇനി ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിക്കാൻ സാധ്യത അത്രേ ഉള്ളൂ. അടുത്തത് നമ്മൾ പറഞ്ഞതുപോലെ സ്കീമ പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് ഹ്യൂറിസ്റ്റിക്സ്. ഹ്യൂറിസ്റ്റിക്സിനെ സിമ്പിൾ ആയിട്ട് വിളിക്കുന്ന പേരന്റ് എന്താണ്? മെന്റൽ ഷോർട്ട് കട്ട്സ് എന്നാണ്. ഓക്കെ, ഹ്യൂറിസ്റ്റിക്സ് എന്ന് വിളിക്കുന്ന പേരന്റ് മെന്റൽ ഷോർട്ട് കട്ട്സ് ആണ്. നമ്മൾ എന്ത് ചെയ്യും, ഒരു സാധനത്തിന് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ഐദർ ഇറ്റ് ഈസ് എ ബിഹേവിയർ, ഐദർ ഇറ്റ് ഈസ് എ ഫീലിംഗ് ഓർ തോട്ട്, എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഒരു സാധനത്തെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഓൾറെഡി നമ്മൾ ഓൾറെഡി ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു വ്യൂ പോയിന്റ് അല്ലെങ്കിൽ ഒരു സാധനം, ഒരു കൺസെപ്റ്റ്, ഒരു കൺസ്ട്രക്ട് നമ്മളെ തലച്ചോറിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. അതാണ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്കീമയും ഹ്യൂറിസ്റ്റിക്സും ആട്രിബ്യൂഷനും ഇതൊക്കെ തമ്മിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ചിലപ്പോൾ സ്കീമയും ഹ്യൂറിസ്റ്റിക്സും ആണ് കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആയി പോവാ. ഡിഫറൻസ് ഉണ്ട്, എന്തായാലും ശരിക്കും നോക്കിയേക്കാം. പിന്നെ ഒരു ടൈപ്സ് ഓഫ് ഹ്യൂറിസ്റ്റിക്സിന് പറയുന്നതാണ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ്. അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള സാധനം എന്താണോ അതിനോട് നമുക്ക് അതായിരിക്കും നമ്മളെ ഗൈഡ് ചെയ്യാം. ഓക്കെ, അതാണ് ബേസിക്കലി അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അടുത്തത് റെപ്രസെന്റേറ്റീവ്നെസ് ഹ്യൂറിസ്റ്റിക്സ് ആണ്. റെപ്രസെന്റേറ്റീവ്നെസ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഹൈ ലെവൽ ഓഫ് അൺസർട്ടനിറ്റി ഉള്ള സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു സാധനമാണ് റെപ്രസെന്റേറ്റീവ്നെസ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പിന്നെ ആങ്കറിംഗ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഹ്യൂറിസ്റ്റിക്സ്, ഇതൊക്കെ ടൈപ്സ് ഓഫ് ഹ്യൂറിസ്റ്റിക്സ് ആണ് കേട്ടോ. പിന്നെ സോഷ്യൽ കൊഗ്നീഷനിൽ വരുന്ന സംഭവിക്കുന്ന എററുകളാണ് പിന്നെ പറയുന്നത്. അതൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് എന്തായാലും പഠിക്കുക. ഇൻ കേസ് ഷോർട്ട് നോട്ട്സ് ഒക്കെ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ
ചിലപ്പോൾ എൻ്റയർലി ഡിഫറെന്റ് ആവാം ക്വസ്റ്റ്യൻ പേപ്പർ, ചിലപ്പോൾ എന്ത് ചെയ്യാം ഡിറ്റോ ഇതെല്ലാം വരാൻ ചാൻസസ് ഉണ്ട്. സോ എന്ത് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം. ഷോർട്ട് നോട്ട് കഴിഞ്ഞ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു ബേസിക്കലി നമുക്ക് പഠിക്കാനുള്ള സാധനം ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് ആട്രിബ്യൂഷൻ ആണ്. തിയറീസ് ഓഫ് ആട്രിബ്യൂഷനും ആട്രിബ്യൂഷണൽ എറേഴ്സും. പിന്നെ പെർസെപ്ഷൻ ഉണ്ട്, അതിൽ ഇംപ്രഷൻ ഫോർമേഷൻ ആണ്. ഇംപ്രഷൻ ഫോർമേഷൻ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ പിന്നെ ട്രേറ്റ് പേഴ്സണാലിറ്റി സാധനമൊക്കെ പറയുന്നുണ്ട്, അന്ന് ഇത്ര ഇമ്പോർട്ടന്റ് ഇല്ല. തിയറീസ് ഓഫ് ആട്രിബ്യൂഷനിലേക്ക് വരുന്ന സമയത്ത് ആട്രിബ്യൂഷൻ എന്ന് പറയുന്ന സാധനം എന്താ, നമ്മൾ ഒരു സോഷ്യൽ സറൗണ്ടിങ്ങിൽ മറ്റൊരാൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരുടെ ബിഹേവിയറിനെയും അവരുടെ ആ ബിഹേവിയർ കാരണം ഉണ്ടാകുന്ന എഫക്റ്റുകളെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, അതാണ് ആട്രിബ്യൂഷൻ. ഇപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഒരു റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഒരാള് എന്താ പറയാ, ഇപ്പൊ ഞാനിപ്പോ അടുത്ത റീല് കണ്ടിരുന്നു, നോക്ക് ചെയ്യാതെ കയറി വരും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ റീൽ എങ്ങനെയാണ്, നോക്ക് ചെയ്യാതെ കയറി വരും. അപ്പൊ മാനേജർ ചോദിക്കും, അല്ലെങ്കിൽ റൂമിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആൾ ചോദിക്കും, തനിക്ക് എന്താ തീരെ മാനേജ് ഇല്ലേ, ഒരു റൂമിലേക്ക് കയറി വരുമ്പോൾ മുട്ടിയിട്ട് കയറി വരില്ലേ ചോദിക്കും. അപ്പൊ അയാൾ പുറത്തിറങ്ങിയിട്ട് പിന്നെ മുട്ടിയിട്ട് കയറി മുട്ടും. അപ്പൊ കയറട്ടേയും ചോദിക്കും. അപ്പൊ കയറിക്കെന്ന് പറയുന്ന ആൾ പറയും, സാറേ താഴത്ത് തീ പിടുത്തേണ്ടത്. കാരണം അപ്പം അത് കണ്ടോ, അതൊരു കൈൻഡ് ഓഫ് സാധനമാണ്. നോഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ആട്രിബ്യൂഷൻ ആണ്. എന്തുകൊണ്ടായിരിക്കും അയാൾ മുട്ടാതെ കയറി വന്നത്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആട്രിബ്യൂട്ട് ചെയ്യും. അയാളുടെ പേഴ്സണാലിറ്റി അങ്ങനെയാണ്, അയാൾ തീരെ മാനേഴ്സ് ഇല്ലാത്ത ഒരാളാണെന്ന് ആട്രിബ്യൂട്ട് ചെയ്യും. പക്ഷെ ശരിക്കും അവിടെ സിറ്റുവേഷണൽ ഫാക്ടർ എന്താ, തീപിടുത്തണ്ട്, എമർജൻസി ആയതുകൊണ്ടാണ് മുട്ടാതെ കയറിയത് എന്നുള്ളതാണ്. ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ. ഞാൻ എപ്പോഴത്തെ ഇന്നലെ മിഞ്ഞാന്നിട്ട് കണ്ട റീല് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നിയതാണ്. ഓക്കെ, സോ അതിൽ നിങ്ങൾ തിയറീസ് പറയുന്നുണ്ട്, ആട്രിബ്യൂഷണൽ തിയറീസ്, ഹെയ്ഡേഴ്സ് സൈക്കോളജി എന്താന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ അത്ര എന്താ പറയാ ഡീപ്പായിട്ട് ഇതിലേക്ക് പോവാത്തത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്ലാസ്സിൽ എടുത്തപ്പം റെക്കോർഡിങ്സ് കിട്ടിയപ്പോൾ മനസ്സിലായിട്ടോ ഈ എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് കറസ്പോണ്ടന്റ് ഇൻഫറൻസ് തിയറി ആണ്. പിന്നെ പേര് പഠിച്ചു വെക്കുക, മാക്സിമം പേര് പഠിച്ചു വെക്കുക. ജോൺസൺ ഡേവിസ് ആണ് കറസ്പോണ്ടന്റ് ഇൻഫറൻസ് തിയറി. പിന്നെ ഹെയ്ഡേഴ്സ് നെയിം സൈക്കോളജി ഹെയ്ഡേഴ്സ് തന്നെയാണ്, ഫ്രിറ്റ്സ് ഹെയ്ഡർ ആണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അപ്പൊ കറസ്പോണ്ടന്റ് ഇൻഫറൻസ് തിയറി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാബിളൊക്കെ വരച്ചേക്കാൻ പറ്റുമോ? എക്സാം എഴുതുന്ന സമയത്ത് മാക്സിമം ടാബിളൊക്കെ വരച്ചിട്ട് ആൻസർ പേപ്പർ കുറച്ചുകൂടി എന്താ പറയാ രസകരമായിട്ട് തോന്നിപ്പിക്കുക. അപ്പൊ കറസ്പോണ്ടന്റ് ഇൻഫറൻസ് തിയറിനെ കുറിച്ച് എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ബോക്സ് ഒക്കെ വേണമെങ്കിൽ വരച്ചു വെക്കാം. പിന്നെ കൊവാരിയേഷൻ മോഡൽ ഇത് ചോദിക്കും, ഇത് നെറ്റിലും JRF-നൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് കെന്നിയുടെ കൊവാരിയേഷൻ മോഡൽ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് 3 കാര്യങ്ങളാണ്. എന്താ പറയാ, CCD ഇത് പഠിച്ചു വെക്കുക, കൺസെൻസസ്, കൺസിസ്റ്റൻസി, ഡിസ്റ്റിങ്റ്റീവ്നെസ്. ഇത് ഓരോന്നും ഹൈ ആവുമ്പോഴും ലോ ആവുമ്പോഴും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരാളുടെ ഇന്റേണൽ കോസ് ആണോ എക്സ്റ്റേണൽ കോസ് ആണോ എന്ന് ആട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് കെല്ലിന്റെ കൊവാരിയേഷൻ മോഡൽ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ആട്രിബ്യൂഷൻ ഓഫ് സക്സസ് ആൻഡ് ഫെയിലിയർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ബേസിക്കലി കൊടുത്തിട്ടുള്ളത്. പിന്നെ ആട്രിബ്യൂഷണൽ എററുകളാണ് പിന്നെ പറയുന്നത്. ഫണ്ടമെന്റൽ ആട്രിബ്യൂഷണൽ എറർ ഉണ്ട്, പിന്നെ ആക്ടർ ഒബ്സർവർ ബയാസ് ഉണ്ട്, സെൽഫ് സർവിംഗ് ബയാസ്, അൾട്ടിമേറ്റ് ആട്രിബ്യൂഷൻ എറർ. ഇതൊക്കെയാണ്. സോ അപ്പം ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇനി അടുത്തത് വരുന്നത് 7ാമത്തെ യൂണിറ്റ് ആണ്. 7ാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ആറ്റിറ്റ്യൂഡ് ആണ്. ഓക്കെ, എങ്ങനെയാണ് ഒരാളുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നത്, ആറ്റിറ്റ്യൂഡ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നത്. പിന്നെ ഇതില് കുറച്ചും കൂടെ സാധനമാണ് സ്റ്റീരിയോടൈപ്പ്, പ്രിജുഡൈസ്, ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ സ്കീമ, ഹ്യൂറിസ്റ്റിക്സ് പിന്നെ ആട്രിബ്യൂഷൻ ഒക്കെ പഠിച്ചതുപോലെ തന്നെ മറ്റൊരു ഒരു സെറ്റ് ഓഫ് സാധനമാണ് സ്റ്റീരിയോടൈപ്പ്, പ്രിജുഡൈസ്, ഡിസ്ക്രിമിനേഷൻ. ചിലപ്പം ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം. സോ ഇനി ഏതായാലും ക്വസ്റ്റ്യൻസ് നോക്കാം. യൂണിറ്റ് 7 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്ന്, എക്സ്പ്ലെയിൻ ടൈപ്സ് ആൻഡ് കോമ്പണൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ്. നമ്മൾ പറഞ്ഞു ഈ ചാപ്റ്ററിൽ പറയുന്ന സാധനം തന്നെയാണ്. പിന്നെ അടുത്തത് എക്സ്പ്ലെയിൻ എനി 2 തിയറീസ് ഓഫ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച്. ഓക്കെ, സോ ആറ്റിറ്റ്യൂഡ് ചോദിച്ചിട്ടുണ്ട്, ആറ്റിറ്റ്യൂഡിന്റെ കോമ്പണൻസ് ചോദിച്ചിട്ടുണ്ട്, ആറ്റിറ്റ്യൂഡ് ചേഞ്ചിന് 2 തിയറീസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ഫങ്ഷൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ്, എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് ഫങ്ഷൻ ചെയ്യണമെന്നുള്ളത്. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് സ്റ്റീരിയോടൈപ്പ്, പ്രിജുഡൈസ്, ഡിസ്ക്രിമിനേഷൻ. ഇത് മൊത്തത്തിൽ ചിലപ്പോൾ ഷോർട്ട് നോട്ടൊക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. സോ ചാപ്റ്ററിലേക്ക് നോക്കാം. ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ എന്താണ് ആറ്റിറ്റ്യൂഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ബോർഡൻ ആൽപോർട്ടിന്റെ ഡെഫിനിഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കുന്നത്. മെന്റൽ ആൻഡ് ന്യൂറൽ സ്റ്റേറ്റ് ഓഫ് റെഡിനെസ് ഓർഗനൈസ്ഡ് ത്രൂ എക്സ്പീരിയൻസ് exerting a directive or dynamic influence upon the individual's response to all objects and situations in which it is related. ഏതൊരാളോടും ഏതൊരു ഒബ്ജക്റ്റിനോടും ഏതൊരു സിറ്റുവേഷനോടും ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു ഇൻഡിവിജ്വൽ റെസ്പോൺസ് ആണ്. അത് എങ്ങനെ ഉണ്ടാകുന്നതാണ്, ഓർഗനൈസ്ഡ് ത്രൂ എക്സ്പീരിയൻസിലൂടെ ഉണ്ടാകുന്ന ആ ഒരു റെസ്പോൺസ് ആണ്. ആ ഒരു റെസ്പോൺസിന് വേണ്ടി ആളുടെ മെന്റൽ ആൻഡ് ന്യൂറൽ സ്റ്റേറ്റ് ഓഫ് റെഡിനെസ് ആണ്. അതാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഞാനത് ഇങ്ങനെ തന്നെ ഡെഫിനിഷൻ തരംതിരിച്ച് പറയാനുള്ള കാരണം നിങ്ങൾക്ക് ഡെഫിനിഷൻ ഞാൻ മലയാളത്തിൽ ഡീറ്റെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മലയാളത്തിൽ കിടക്കുക. ഗോർഡൻ ഡെഫിനിഷൻസ് ഒക്കെ ആൻസർ പേപ്പറിൽ എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം ഒരു 90% അല്ലെങ്കിൽ 95% ആക്യുറസി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക.
ഓക്കെ. സോ അതിൽ ചിലപ്പം ഒരു വാക്കോ ഒരു അപ്പോസ്ട്രോഫി ഒക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡെഫിനിഷൻ മാറും. അപ്പം ചിലപ്പം മാർക്ക് കുറയും. അപ്പൊ ഡെഫിനിഷൻ ആണ് അല്ലെങ്കിൽ ഗോർഡൻ ആൾപോർട്ട് ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എഴുതുമ്പോൾ മാക്സിമം ഒരു 95% 90% എങ്കിലും ഒരു ആക്യുറസി കീപ്പ് ചെയ്യുക യൂസ് ചെയ്യുന്ന ടേമുകളിൽ. കാരണം നമ്മൾ ഡെഫിനേഷൻ പഠിക്കാൻ വേണ്ടി ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഈസി ആയിട്ടുള്ള വേർഡ്സും നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ സെന്റൻസ് സ്ട്രക്ചർ ഒക്കെ നമ്മൾ ഉണ്ടാക്കും. അതിനൊക്കെ നല്ലത് എന്താ പറയുക, ഓൾറെഡി കൺസ്ട്രക്റ്റഡ് ഡെഫിനേഷൻ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ കാണാതെ പഠിച്ചു പോയിട്ടുണ്ട്. ഓക്കെ. സോ ആ ഡെഫിനേഷനെ തന്നെ എന്ത് ചെയ്യുന്നത്, ഗോർഡൻ ആൾപോർട്ടിന്റെ ഒരു പ്രത്യേകത ആണ് കേട്ടോ. മൂപ്പൻ ഡെഫിനേഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ കട്ടാക്കിയിട്ട് നമുക്കത് അതിന്റെ നേച്ചർ കണ്ടെത്താൻ പറ്റും. ഇതിലും അതേപോലെ തന്നെ ഗോർഡൻ ആൾപോർട്ട് പറയുന്നുണ്ട് 3 രീതിയാണ് ഈ ഒരു ഡെഫിനേഷനോട് ഉദ്ദേശിക്കുന്നത്. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒന്നെന്താണ്, മെന്റൽ ആൻഡ് ന്യൂറൽ സ്റ്റേറ്റ് ഓഫ് റെഡിനെസ് ആണ്. രണ്ടാമത്തത് ഓർഗനൈസ്ഡ് ത്രൂ എക്സ്പീരിയൻസ് ആണ്. മൂന്നാമത്തത് ഒരു ഇൻഡിവിജ്വൽ റെസ്പോൺസ് ആണ് എന്നുള്ളത്. പിന്നെ ആറ്റിറ്റ്യൂഡിന്റെ സ്ട്രക്ചർ പറയുന്നത് കോഗ്നിറ്റീവ് കമ്പോണന്റ് ഉണ്ട്, അഫക്റ്റീവ് കമ്പോണന്റ്, ബിഹേവിയർ കമ്പോണന്റ്. ഇതിന്റെ ടൈപ്സ് ഓഫ് ആറ്റിറ്റ്യൂഡിൽ പറയുന്നത് ഇംപ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡും എക്സ്പ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡും ആണ്. എക്സ്പ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മൾ പുറത്ത് കാണിക്കുന്ന സാധനങ്ങളാണ് എക്സ്പ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഇപ്പൊ നമ്മൾക്ക് ഒരു ഉദാഹരണത്തിന് നിങ്ങളെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഉദാഹരണം, നമ്മൾ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിന്റെ ടൂത്ത് പേസ്റ്റ് ആണ് വാങ്ങുക അല്ലെ. എപ്പോഴും ഇപ്പൊ ദാബു റെഡ് യൂസ് ചെയ്യുന്ന ആളുകൾ, കോൾഗേറ്റ് യൂസ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ സെൻസറൈൻ യൂസ് ചെയ്യുന്ന ആളുകൾ, അവരൊക്കെ എപ്പോഴും ഈ ഒരു ടൂത്ത് പേസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടൂത്ത് പേസ്റ്റിന് ഒരു പിന്നെ വാങ്ങുക. അതെന്താ, ഒരു ബൈയിങ് ബിഹേവിയർ ഉണ്ടായിരുന്നുള്ളതാണ്. അതൊരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡാണ് അത്. അതായത് ആയുർവേദമാണ് ദാബൂർ, അപ്പൊ അത് തേച്ച് കഴിഞ്ഞാൽ പല്ലിന് നല്ലതാണ്. പിന്നെ സെൻസറൈൻ ഡോക്ടർ റെക്കമെൻഡഡ് ആണ്, അപ്പൊ അത് തേച്ച് കഴിഞ്ഞാൽ നല്ലതാണ് എന്നൊക്കെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഓരോന്നിനുള്ള ആറ്റിറ്റ്യൂഡാണ്. അതാണ് എക്സ്പ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പിന്നെ ഇംപ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ് കുറച്ചുകൂടി അൺകോൺഷ്യസ് ലെവലായിരിക്കും. അതായത് നമ്മൾ കോൺഷ്യസ്ലി പുറത്ത് കാണിക്കുന്നതായിരിക്കില്ല, പക്ഷെ അറിയാതെ വന്നു പോകുന്ന സാധനങ്ങൾക്ക് ഒരു ഇംപ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ്. പിന്നെ ഫംഗ്ഷൻ ചോദിച്ചിട്ടുണ്ട്. അതിൽ അഡാപ്റ്റീവ് ഒരു ഇൻസ്ട്രുമെന്റൽ ഫംഗ്ഷൻ, നോളജ് ഫംഗ്ഷൻ, സെൽഫ് എക്സ്പ്രസീവ് ഫംഗ്ഷൻ, 4 ഫംഗ്ഷൻസ് അതിൽ പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ അടുത്തത് പറയുന്നത് എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ. ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. അതിൽ കുറച്ച് കാര്യങ്ങളൊന്നും മിയർ എക്സ്പോഷർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് സാധനത്തിനോടാണോ എക്സ്പോസ്ഡ് ആകുന്നത് അതിനോട് നമുക്ക് എന്തുണ്ടാകും. ഇപ്പൊ അത് ചിലപ്പോൾ ഫുഡ് ആവാം, ചിലപ്പോൾ ഫോട്ടോഗ്രാഫ്സ് ആവാം, ചിലപ്പോൾ ചില വേർഡ്സ് ആവാം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ എത്തിസ്റ്റ് ആവുന്നത് ആരെങ്കിലും ഒക്കെ പറഞ്ഞ ചിലപ്പോൾ യൂട്യൂബ് വീഡിയോന്റെ പുറത്തായിരിക്കും. സ്വന്തമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കൽ ചെയ്തിട്ടുണ്ടാവില്ല. ആരെങ്കിലും ഒക്കെ പറഞ്ഞ വേർഡിങ്സോ അല്ലെങ്കിൽ ആരെങ്കിലും ചോദിച്ച ചോദ്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്തിട്ടാണ്. എക്സാമ്പിൾ പറയാം. സോ അപ്പം അതെന്താണ്, മിയർ എക്സ്പോഷർ എന്നാണ് അതിനെ പറയും. അപ്പൊ ചിലപ്പോൾ ചില ഫോട്ടോഗ്രാഫ്സ് കാണുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോ അഡ്വർടൈസിങ് സ്ലോഗൻ കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് നമ്മുടെ കോഴിക്കോടാണ് ഫസ്റ്റ് ഹിറ്റ് ആവുന്നത് അല്ലെ. നമ്മുടെ കോഴിക്കോട് ഹിറ്റായി. അത് എന്താണ്, ഒരു ഗ്രൂപ്പ് കൊഹിഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്, സ്ലോഗനാണ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്തുണ്ട്, എല്ലാവരും കോഴിക്കോട്ടുകാർക്ക് മൊത്തം അത് കാണുന്ന സമയത്താണ് നമ്മളെല്ലാവരും ഒന്നാണെന്നൊരു യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യും. ഓക്കെ. സോ അതാണ് മിയർ എക്സ്പോഷർ എന്ന് പറയുന്നത്. ഇപ്പോ എനിക്കൊന്നും ഇതേപോലെ ഏറ്റവും ഹിറ്റായ ഒരു സാധനമാണ്, സ്ലോഗനാണ് ഫാമിലി വെഡിങ് സെന്ററിന്റെ ഒരു സ്ലോഗൻ. മറ്റേ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാമെന്നുള്ള ബേസിക് അർത്ഥം. പിന്നെ രണ്ടാമത്തത് എന്റെ ഇഷ്ടം ആ ഒരു വെഡിങ് മാളിൽ അറിയാമെന്നുള്ളതാണ്. അപ്പൊ അതാണ് മിയർ എക്സ്പോഷർ. രണ്ടാമത്തത് പേഴ്സണൽ എക്സ്പീരിയൻസ്, പിന്നെ ക്ലാസിക്കൽ കണ്ടീഷനിങ്, പാരന്റ് കണ്ടീഷനിങ്. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒബ്സർവേഷണൽ ലേണിംഗ്, ജനറ്റിക് ഫാക്ടേഴ്സ്, ഇതൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഫോർമേഷനിൽ ബാധിക്കും. ഓക്കെ. പിന്നെ അടുത്തത് ആറ്റിറ്റ്യൂഡ് ചേഞ്ച്. ഇപ്പൊ എങ്ങനെയാണ് ഒരാൾക്ക് ഫോം ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് ആറ്റിറ്റ്യൂഡ് ഫോം ആവുന്നത്. ഇപ്പൊ ഒബ്സർവേഷണൽ ലേണിംഗ് ആവാം, മിയർ എക്സ്പോഷർ ആവാം, ചിലപ്പോൾ ജനറ്റിക്സ് ആവാം, പിന്നെ ഒപ്പാരന്റ് കണ്ടീഷനിങ് ആവാം, പേഴ്സണൽ എക്സ്പീരിയൻസ് ആവാം, എന്തും ആവാം. അപ്പൊ ഇങ്ങനെ ഫോം ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പിന്നെ എങ്ങനെയാണ് അത് ചേഞ്ച് ആവുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. സോ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവാനും കുറച്ച് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാല് കുറച്ച് തിയറീസ് ബേസിക്കലി പറയുന്നുണ്ട്. പിന്നെ ബാലൻസ് തിയറി പറയുന്നുണ്ട്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ക്ലാസ്സിൽ അത്രയും ഇതായിട്ട് സംസാരിച്ചതാണ്. അതിൽ ബാലൻസ് തിയറി എന്ന് പറയുന്നത് പേഴ്സൺ ഉണ്ടാകും, അതർ പേഴ്സൺ ഉണ്ടാകും, ആറ്റിറ്റ്യൂഡ് ഒബ്ജക്റ്റ് ഉണ്ടാകും. അപ്പൊ എനിക്ക് സോഷ്യൽ മീഡിയയിലോട് അല്ലെങ്കിൽ ഇപ്പൊ എന്താ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി നിൽക്കുന്ന സാധനം, ഇപ്പോ മറ്റേ ഇൻവെസ്റ്റിഗേഷൻ അല്ലെ. ഓരോരുത്തരെ അവരുടെ ഇൻകം എങ്ങനെയാണ്, അവരുടെ സ്കാം ഉണ്ടോ ഇല്ല, ഇതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ, പാൻവിന് ഓജി ഫണ്ടിൽ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത്. അപ്പം അത് എന്ത് ചെയ്യാം, അപ്പൊ എനിക്കുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല വേറൊരാൾക്ക് അതിനോട് ഉണ്ടാവുക, ആ ഒരു കൈൻഡ് സാധനത്തിനോട് ഉണ്ടാവുക. അപ്പൊ ഇതെന്തെങ്കിലും ബാലൻസ് ചെയ്യും. ഓക്കെ. ആറ്റിറ്റ്യൂഡ് ചേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഞാനിപ്പോ എന്റെ കൂട്ടുകാരനെ ഞാൻ ചിന്തിക്കുന്ന പോലെ അല്ലല്ലോ ചിന്തിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം ഈ ഒരു അപ്പൊ അവിടെ ഒരു എന്താ പറയാ, ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പൊ അത് ബാലൻസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. ഓക്കെ.
പ്ലസ് 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 മൈനസ് മൈനസ് പ്ലസ് 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 മൈനസ് അങ്ങനത്തെ സാധനങ്ങൾ ആ ഒരു ഇമേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതാണ് ബാലൻസ് ജെറിഫിക് സൈഡറിന്റെ തിയറിയാണ്. പിന്നെ കൊഗ്നേറ്റീവ് ഡിസണൻസ് തിയറി ഉണ്ടാവും. കൊഗ്നേറ്റീവ് ഡിസണൻസ് തിയറി ആയിരിക്കുമ്പോൾ ആ ഒരു നോക്കുക, അതായത് നമ്മുടെ ബിഹേവിയർ, നമ്മൾ വിശ്വസിക്കുന്നതൊന്നും ബിലീവ് ചെയ്യുന്നതൊന്നും. ഓക്കെ, അത് പല ആളുകൾക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടാവും. ചിലപ്പം പറയുന്ന കാര്യമായിരിക്കില്ല ചെയ്യുന്നത്, ചെയ്യുന്ന കാര്യമായിരിക്കില്ല പറയുന്നത്. ഒരുപാട് ആൾക്കാരുണ്ടാവും. അത് ഉണ്ടാകുന്ന സമയത്ത് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവും. അത് ആറ്റിറ്റ്യൂഡ് എങ്ങനെ ചേഞ്ച് ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോ ഞാനൊരു കാര്യം പറയാം, ഞാൻ കൊണ്ട് പറയും നിങ്ങൾ ആരും സിഗരറ്റ് വലിക്കരുത്, എന്നിട്ട് ഞാൻ എന്ന് രാവിലെ രാത്രി ഉച്ചവൊക്കെ നേരിട്ട് സിഗരറ്റ് വലിക്കാം. അപ്പൊ എനിക്ക് എന്റെ ഉള്ളിലൊരു ഇന്റേണൽ കോൺഫ്ലിക്ട് ഉണ്ടാകും. ചെയ്യുന്നത് വേറൊന്നും പറയുന്നത് വേറൊന്നും ആണല്ലോ. അപ്പൊ ഒരു ഡിസനൻസ് ക്രിയേറ്റ് ആവും അവിടെ. അപ്പൊ സ്വാഭാവികമായിട്ട് ഡിസനൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തിരിച്ചൊരു ബാലൻസിലേക്ക് അല്ലെങ്കിൽ തിരിച്ചിന്റെ ഒരു ഹാർമണിയിലേക്ക് എത്തണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഒന്നും എന്റെ വിശ്വാസം മാറ്റും. അല്ലെ, സിഗരറ്റ് വലിക്കുന്നത് പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടെന്ന് അതിന്റെ വിശ്വാസം മാറ്റും. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അല്ലെങ്കിൽ എന്റെ ബിഹേവിയർ മാറ്റും, സിഗരറ്റിലാണ് നിർത്തും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് അത് ആ ഒരു തിയറിയിൽ പറയുന്നത്. പിന്നെ അടുത്തത് ഫോഴ്സ്ഡ് കോംപ്ലയൻസ് ബിഹേവിയർ ആണ്. ആരെങ്കിലും ഒരാൾ പറഞ്ഞതിന്റെ പുറത്ത്, നമ്മൾ ഫോഴ്സ് ചെയ്തതിന്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യാം? ബിഹേവിയർ മാറ്റുക. പിന്നെ പിന്നെ അതൊക്കെയാണ്. പിന്നെ എഫോർട്ട് ജസ്റ്റിഫിക്കേഷൻ, പിന്നെ അതിനുള്ളിൽ വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അത്. പെർസുവേഷൻ. പിന്നെ അടുത്തത് ഡുവൽ പ്രോസസ് മോഡൽസ് ഓഫ് പെർസുവേഷൻ ഉണ്ട്. പെർസുവേഷൻ അടുത്തൊരു ഇമ്പോർട്ടന്റ് സാധനമാണ്. പെർസുവേഷൻ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നത്? പെർസുവേഷൻ അല്ലെ. അതിൽ ഇലാബറേഷൻ ലൈക്ലിഹുഡ് മോഡൽ പറയുന്നുണ്ട്, ഹ്യൂറിസ്റ്റിക് സിസ്റ്റമാറ്റിക് മോഡലും ഉണ്ട്. ഓക്കെ, പിന്നെ പെർസുവേഷനെ ബാധിക്കുന്ന കുറച്ച് സോഴ്സസ് ആണ് ഫാക്ടേഴ്സ് ആണ് സോഴ്സ്, മെസ്സേജ്, ചാനൽ, ഓഡിയൻസ് എന്നൊക്കെ പറയുന്നത്. പിന്നെ അതിന്റെ റെസിസ്റ്റൻസ്, അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ ആറ്റിറ്റ്യൂഡും ബിഹേവിയർ എങ്ങനെയാണ് അതിന്റെ റിലേഷൻഷിപ്പ് ഒക്കെ പറയുന്നുണ്ട്. അത് ജസ്റ്റ് അതിന്റെ ഹെഡിങ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. അടുത്തത് ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ സ്കീമ, ഹ്യൂറിസ്റ്റിക്സ്, ആട്രിബ്യൂഷൻ എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെറ്റ് ഓഫ് സാധനമാണ് സ്റ്റീരിയോ ടൈപ്പ്, പ്രെജുഡൈസ്, ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. സ്റ്റീരിയോ ടൈപ്പും പ്രെജുഡൈസും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. ആരാ പറയാ സ്റ്റീരിയോ ടൈപ്പും പ്രെജുഡൈസും തമ്മിൽ എന്താ ഡിഫറൻസ്? പറയൂ പറയൂ പറയൂ. നിങ്ങൾക്ക് എന്താ അറിയുന്ന വെച്ചാൽ പറഞ്ഞാൽ മതി. എന്താണ് സ്റ്റീരിയോ ടൈപ്പ്, എന്താണ് പ്രെജുഡൈസ്? മിണ്ടാതിരിക്കരുത്, പറയ്. സ്റ്റീരിയോ ടൈപ്പ് ഒരു ബുദ്ധിമുട്ടുണ്ട്. പ്രജഡിക്സ് എന്നുള്ള നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഒരു ഇൻഡിവിജ്വലിനോട് അല്ലെങ്കിൽ ചെറിയ കാര്യത്തിൽ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഉള്ള ഒരു ഇത്. ഓക്കെ, അത് സ്റ്റീരിയോ ടൈപ്പ്. ഇനി പ്രെജുഡൈസ് എന്താ? പ്രജഡിക്സ് എന്നുള്ളത് ഒരു എന്താ പറയുന്നത്, ഒരു മിസ്ജഡ്ജ്മെന്റ് എന്നൊക്കെ ഉള്ള പോലെ. നമുക്ക് എനിക്ക് എക്സാക്ട്ലി അറിയത്തില്ല, പക്ഷെ ലൈക്ക് ഇപ്പം നമുക്ക് ഓൾറെഡി നമ്മുടെ ഉള്ളിൽ നമ്മളെ കാര്യം അറിയുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഉള്ളിൽ നമ്മൾ ജഡ്ജ്മെന്റ് ഇട്ടേക്കുക. ഇങ്ങനത്തെ സംഭവം ഇങ്ങനെയാണ്. അത് പക്ഷെ ഗ്രൂപ്പിനോട് മാത്രമല്ല, അത് എന്ത് കാര്യത്തിനോടും ആവാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം. ആൻസർ ശരിയാണോ തെറ്റാണോ എന്നുള്ളതിന് അപ്പുറത്തേക്ക് ട്രൈ ചെയ്യാന്നുള്ളതല്ലേ, അത് അപ്രീഷിയേറ്റബിൾ ആണ്. അപ്പോ ഞാനതാണ് ഇങ്ങനെ എന്റെ ക്ലാസ്സിൽ പൊതുവെ എല്ലാവരും പറയും, നിങ്ങൾ ഭയങ്കര ആക്റ്റീവ് ആവണം. ഓക്കെ, സോ സ്റ്റീരിയോ ടൈപ്പും പ്രെജുഡൈസും നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനോടോ അല്ലെങ്കിൽ ഒരു ആളോടോ നമുക്ക് തോന്നുന്ന ഒരു ബിലീഫാണ്. എക്സിസ്റ്റിംഗ് നോളജോ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒരു ബിലീഫാണ്. ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, സ്റ്റീരിയോ ടൈപ്പ് ന്യൂട്രൽ ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് പോസിറ്റീവ് ആയിട്ട് അയാളോട് എന്ത് ചെയ്യാം, നമുക്കൊരു തോന്നൽ ഉണ്ടാവാം, നെഗറ്റീവ് ആയിട്ടുണ്ടാവും. പക്ഷെ പ്രിജുഡൈസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ഓക്കെ, അതാണ് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. സ്റ്റീരിയോ ടൈപ്പ് ന്യൂട്രൽ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഒക്കെ ആയിരിക്കും. ഓക്കെ, പിന്നെ പക്ഷെ ഈ പറയുന്ന പ്രിജുഡൈസ് എന്ന് പറയുന്നത് പ്രൈമറിലി നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അതാണ് പ്രിജുഡൈസും സ്റ്റീരിയോ ടൈപ്പും നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എടുക്കാം. ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എടുക്കുന്ന സമയത്ത് ഇപ്പോ എന്താ പറയാ, ഇപ്പൊ സ്ത്രീകളെല്ലാരും നല്ല കുക്കാണ് എന്നുള്ളൊരു സംഭവം അല്ലെ. സ്ത്രീകളെല്ലാരും നല്ലൊരു കുക്കാണ് എന്നുള്ളത് സ്റ്റീരിയോ ടൈപ്പിക്കൽ സാധനമാണ് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അതിന് ഒരു ന്യൂട്രൽ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അല്ലെ. അതിൽ ചിലപ്പം നെഗറ്റീവ് വരാം. ഇപ്പം സ്ത്രീകളെല്ലാരും നല്ല കുക്കാണ്, പക്ഷെ അതേ സ്ഥാനത്ത് സ്ത്രീകൾ നല്ല ഡ്രൈവേഴ്സ് അല്ല. ഓക്കെ, അപ്പൊ അതൊരു നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. സ്റ്റീരിയോ ടൈപ്പ് സാധനമാണ്. പക്ഷെ പ്രിജുഡൈസ് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിട്ട് പറയുന്നത് തന്നെ. ഇപ്പൊ ഇതിന്റെ ആറ്റിറ്റ്യൂഡിൽ എന്തായിരിക്കും, ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനോട് അവരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമായിരിക്കും. അതാണ് സ്റ്റീരിയോ ടൈപ്പ് പ്രിജുഡൈസും തമ്മിൽ ഡിഫറൻസ്.
പിന്നെ പ്രിജുഡൈസിന്റെ സോഴ്സസ് പറയുന്നത് ഒന്ന് നമുക്ക് സെൽഫ് എസ്റ്റീമിനോട് ത്രെറ്റ് ഉണ്ടാകും. അപ്പൊ നമുക്ക് നമ്മളെ കുറിച്ചിട്ട് തന്നെ ചില ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഇപ്പൊ ഞാനൊരു ഇൻ ഗ്രൂപ്പ് ഇപ്പൊ മെയിൽസിനെ കുറിച്ചിട്ട് ഒരു സംസാരിക്കുന്ന സമയത്ത് വരുമ്പോ എനിക്ക് ഇന്റെ സെൽഫ് എസ്റ്റീമിനോട് ഒരു ത്രെറ്റ് ഉണ്ടാവും. ഇപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ഇന്നത്തിനെ എതിർക്കല്ലേ എന്നൊക്കെ ഒരു തോന്നൽ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള നെഗറ്റീവായിട്ട് ഒരു എന്ത് ചെയ്യും, അപ്രോച്ച് ചെയ്യും. രണ്ടാമത്തത് കോമ്പറ്റീഷൻ ഫോർ റിസോഴ്സസ്, സോഷ്യൽ കാറ്റഗറൈസേഷൻ എന്നൊക്കെ സംഭവമാണ്. പിന്നെ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് പ്രിജുഡൈസ് കാരണം ഉണ്ടാകുന്ന ബിഹേവിയർ ആണ് ശരിക്കും ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, ഈ ഒരു പ്രിജുഡൈസ് കാരണം, പ്രിജുഡൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളിൽ തോന്നുന്ന ഒരു സാധനമാണ്. ആ ഉള്ളിൽ തോന്നിയ സാധനം കൊണ്ട് ഇപ്പം ബ്ലാക്ക് സ്കിന്ന് വൈറ്റ് സ്കിന്ന്, അപ്പൊ നമ്മള് ഇപ്പൊ യൂറോപ്യൻ കൺട്രീസിൽ ബ്ലാക്ക് സ്കിന്നോട് ഭയങ്കര എന്താ പറയുക ഒരു വിമിഷ്ടാണ്. അപ്പം അത് വിമിഷ്ടം, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് പ്രിജുഡൈസ് ആണ്, അതല്ലെങ്കിൽ സ്റ്റീരിയോ ടൈപ്പ് ആണ്. പക്ഷെ മറിച്ച് അവരത് പുറത്ത് കാണിക്കുമ്പോൾ അല്ലെ, ബ്ലാക്ക് സ്കിന്നായിട്ട് ആളുകളെ ഹ്യൂമിലേറ്റ് ചെയ്യുക, ബ്ലാക്ക് സ്കിന്നായിട്ടുള്ള ആളുകളെ അടിച്ചമർത്തുക, അവരെ റൈറ്റ്സ് എടുത്ത് കളയുന്നതൊക്കെ ചെയ്യുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രോസസ്സാണ്, ആക്ഷനാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ റെഡ്യൂസ് ചെയ്യുന്ന കുറച്ച് അപ്രോച്ച് പറയുന്നുണ്ട്, എങ്ങനെയാണ് സ്റ്റീരിയോ ടൈപ്പും പ്രിജുഡൈസും ഡിസ്ക്രിമിനേഷൻ ഒക്കെ റെഡ്യൂസ് ചെയ്യാന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ആറ്റിറ്റ്യൂഡ് മെഷർമെന്റ് ചെയ്യാനുള്ള ഒരു 3 സ്കെയിൽ പറയുന്നുണ്ട്. ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ എന്നാലും അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. തേഴ്സൺ സ്കെയിൽ, ലിക്കഡ് സ്കെയിൽ, ഗുഡ്മാൻ സ്കെയിൽ. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ. പിന്നെ അപ്പൊ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സംഭവം. ഒരു മിനിറ്റ്. ഇനി അടുത്ത ചാപ്റ്റർ, എട്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. എട്ടാമത്തെ ചാപ്റ്റർ സോഷ്യൽ ഇൻഫ്ലുവൻസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരാളുടെ ബിഹേവിയർ സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് സോഷ്യൽ ബിഹേവിയർ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് 3 കാര്യങ്ങളാണ്: കൺഫോർമിറ്റി, കോംപ്ലയൻസ്, ഒബീഡിയൻസ്. ഇത് 2 സെറ്റാണ്. ഇവിടെ വേറെ സെറ്റുകളുണ്ട്, അത് മനസ്സിലാക്കി വെക്കുക. സ്കീമ, ഹ്യൂറിസ്റ്റിക്സ്, ആട്രിബ്യൂഷൻ. ആട്രിബ്യൂഷൻ ശരിക്കും വേറെ സെറ്റ് ആണല്ലോ. ഓക്കെ, സ്കീമ, ഹ്യൂറിസ്റ്റിക്സ്, ആട്രിബ്യൂഷൻ, പിന്നെ സ്റ്റീരിയോടൈപ്പ്, പ്രിജുഡൈസ്, ഡിസ്ക്രിമിനേഷൻ. അതുപോലെ വരുന്ന അടുത്തൊരു സെറ്റാണ് കൺഫോർമിറ്റി, കോംപ്ലയൻസ്, ഒബീഡിയൻസ്. ഓക്കെ, കൺഫോർമിറ്റിനെ ഇത് പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് എങ്ങനെയാണ് കൺഫോർമിറ്റി ഉണ്ടായിരുന്ന എക്സ്പെരിമെന്റ്, അല്ലെങ്കിൽ കുറച്ച് തിയറീസ്, പിന്നെ എങ്ങനെയാണ് കൺഫോർമിറ്റി ഉണ്ടാകുന്നത്, അതിനെങ്ങനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ, പിന്നെ കോംപ്ലയൻസ് എന്താണ്, അതിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്തൊക്കെയാണ്, പിന്നെ ഒബീഡിയൻസിന് ഉണ്ടായിട്ടുള്ള എക്സ്പെരിമെന്റ് കാര്യങ്ങൾ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ജസ്റ്റ് നോക്കി നോക്കാം. എക്സ്പ്ലെയിൻ സോഷ്യൽ ഇൻഫ്ലുവൻസ്, അതായത് ബേസിക്കലി ഈ പറയുന്ന പോലെ തന്നെ കോംപ്ലയൻസും കൺഫോർമിറ്റിയും ഒബീഡിയൻസും ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോഷ്യൽ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി സംഭവിക്കുന്നത് ഈ 3 കാര്യങ്ങളിലൂടെയാണ്: കൺഫോർമിറ്റിയിലൂടെ, കോംപ്ലയൻസിലൂടെ, ഒബീഡിയൻസിലൂടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഡിസ്ക്രൈബ് കോംപ്ലയൻസ് ആൻഡ് ദ സ്ട്രാറ്റജീസ് യൂസിങ് കോംപ്ലയൻസ്. ഇത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഒരു മാർക്കറ്റ് രീതിയിൽ അല്ലെങ്കിൽ കൺസ്യൂമർ സൈക്കോളജി രീതിയിൽ ചോദിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് കേട്ടോ, ഈ കോംപ്ലയൻസിന്റെ ടെക്നിക്സ്. ഓക്കെ, കാരണം കുറച്ചുകൂടി ഈ മാർക്കറ്റിംഗ് ഫീൽഡ് അല്ലെങ്കിൽ സെയിൽസ് ഫീൽഡിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ചാപ്റ്ററിലേക്ക് വരാൻ നമ്മൾ പറഞ്ഞതുപോലെ ബേസിക്കലി നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നത് 3 കാര്യങ്ങളാണ്: എന്താണ് കൺഫോർമിറ്റി, എന്താണ് കോംപ്ലയൻസ്, എന്താണ് ഒബീഡിയൻസ്. ഇത് 3 എങ്ങനെയാണ് ഉണ്ടായത്, ഇതൊക്കെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്. കൺഫോർമിറ്റി എന്ന് പറയുമ്പോൾ ഒരു അക്സെപ്റ്റഡ് ബിഹേവിയർ. 10 ഇരിക്കുമ്പോൾ അതിൽ 8 ആൾ ഒരു ബിഹേവിയർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 9ാമത്തെ ആളും 10ാമത്തെ ആളും അതിനോട് ചേരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഏറ്റവും സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ ആണ്, ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല പഠിപ്പി ഒരു എസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലപ്പുറത്ത് 2 എസ് പറയുന്നവരെ ക്ലാസ്സിൽ 20 കുട്ടികളിൽ 15 ആൾ എസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16ാമത്തെ കുട്ടിക്ക് ഒബ്വിയസ്ലി എസ് പറയാനുള്ള ടെൻഡൻസി വരും. അതാണ് കൺഫോർമിറ്റി. സോ കൺഫോർമിറ്റി ഉണ്ടാവുന്നത് കാരണം സോൾമനാഷിന്റെ കൺഫോർമിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റിസർച്ച് ആണ്. സോ അത് ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് കൺഫോർമിറ്റി എഫക്ട് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് പറയുന്നത്: ഒന്ന് പ്രൊസീജിയേഴ്സ്, പിന്നെ സൈസ് ഓഫ് ദി ഗ്രൂപ്പ്. പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ പറഞ്ഞേ 10 ആളും ഭയങ്കര കട്ട കമ്പനിയുടെ ആൾക്കാരാണ്. അപ്പൊ ഇതിൽ 7 ആൾക്കാർ ഒരു കാര്യത്തിൽ യോജിച്ചു കഴിഞ്ഞാൽ 8, 9, 10 സ്വാഭാവികമായിട്ട് യോജിക്കും. അതുപോലെ തന്നെ സൈസ് ഓഫ് ദി ഗ്രൂപ്പ്. അപ്പോൾ 500 ആൾക്കാർ, 1500 ആൾക്കാർ അല്ലെങ്കിൽ 800 ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് വിചാരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ട് അത് വലിയൊരു ഗ്രൂപ്പ് ഓഫ് നമ്പർ ആയിട്ടുള്ള ആളുകളാണ്. ആ സ്ഥാനത്ത് 10 ആൾ, ഇപ്പൊ കേരളത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം 10 ആൾ മാത്രം അതിനെ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 11ാമത്തെ കൺഫോർമിറ്റി ആവില്ല. പക്ഷെ മനസ്സിപ്പുറത്തുള്ള 10 ആൾ, മനസ്സിപ്പുറത്തുള്ള 800-700 ആൾക്കാർ വേണ്ടി ചേരാനുള്ള സാധ്യത. അപ്പൊ അതാണ് സൈസ് ഓഫ് ദി ഗ്രൂപ്പ്. പിന്നെ ഫോർമൽ ആണ്, ഇൻഫോർമൽ ആണ് സംഭവം. പിന്നെ റീസൺ എന്ന് പറയുന്നത് വോയിസ് ക്ലിയർ ഇല്ല. വോയിസ് ക്ലിയർ ഇല്ലേ? ഒരു മിനിറ്റ്.
ഹലോ ഹലോ ഇപ്പൊ കാണിക്കുന്നതാ? ഇല്ല. ഇപ്പൊ ഞാൻ പറയുന്നത് ക്ലിയർ നിങ്ങൾക്ക് കേൾക്കണ്ടോ? ഓക്കെ. സോ കൺഫോമിറ്റി എങ്ങനെ റെസിസ്റ്റ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ അടുത്ത പറയുന്നത്. ഒന്ന്, ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഗ്രൂപ്പിൽ നമ്മൾ ഇടപെടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഐഡന്റിറ്റി, നമുക്ക് നമ്മുടേതായ നിലപാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഈ ഇൻഡിവിജ്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് കൺഫോമിറ്റി റെസിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തത് പേഴ്സണൽ കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ ഇൻഡിവിജ്വൽസിനെ എൻകറേജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓക്കെ. രണ്ടാമത്തത് കോംപ്ലിയൻസ് ആണ്. കോംപ്ലിയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനോട് യെസ് പറയാനുള്ള ടെൻഡൻസി നിങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ. അതായത് ഞാൻ പറയുന്ന എന്റെ ഇഷ്ടത്തിന് നിങ്ങൾ ബിഹേവ് ചെയ്യുക, നിങ്ങൾ നിങ്ങളെ ആക്ട് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഫീൽ ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെയാണ് കോംപ്ലൈൻസ് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ബേസിക്കലി ഞാൻ പറഞ്ഞത് ഇത് കുറച്ചും കൂടെ സെയിൽസ്, അഡ്വർടൈസ്മെന്റ്, പിന്നെ പൊളിറ്റീഷ്യൻസ് ഇവരൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടി ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയറിലേക്ക് വരുന്ന ഒരു സാധനമാണ് കോംപ്ലൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ കോംപ്ലൈൻസിന് 6 ടെക്നിക്സ്, 6 പ്രിൻസിപ്പിൾസ് ആണ് ബേസിക്കലി യൂസ് ചെയ്യുന്നത്. ഒന്ന് ഫ്രണ്ട്ഷിപ്പ് ഓർ ലൈക്കിംഗ്, രണ്ടാമത്തത് കമ്മിറ്റ്മെന്റ്സ് ആൻഡ് കൺസിസ്റ്റൻസി, മൂന്നാമത്തത് സ്കാർസിറ്റി, നാലാമത്തത് റെസിപ്രോസിറ്റി, അഞ്ചാമത്തത് സോഷ്യൽ വാലിഡേഷൻ, ആറാമത്തത് അതോറിറ്റി. സോ കോംപ്ലൈൻസ് ഗെയിൻ ചെയ്യാനുള്ള കുറച്ച് സ്ട്രാറ്റജീസിന് ഫ്രണ്ട്ഷിപ്പ് ഓർ ലൈക്കിംഗിന് അണ്ടറിൽ വരുന്നതാണ് ഇൻഗ്രാഷിയേഷൻ, ഫ്ലാറ്ററി, സെൽഫ് പ്രൊമോഷൻ, സെൽഫ് ഇമേജ്, ഇൻസിഡന്റൽ സിമിലാരിറ്റി എന്നൊക്കെ പറയുന്നത്. ഇൻഗ്രാഷിയേഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ പറയാ, ഫ്രണ്ട്ഷിപ്പ് ഓർ ലൈക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഇഷ്ടം തോന്നിപ്പിക്കാം. ഇപ്പൊ ഞാന് ഇപ്പോ ഇതിലുള്ള ഒരാളോട് ഇപ്പൊ നല്ലൊരു എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം എന്ന് വിചാരിക്കാം, ഒരു 500 രൂപ കടം വേണം. ഞാൻ എന്ത് ചെയ്യാറ്, വരുന്ന പറഞ്ഞ ഇത് നല്ല ഡ്രസ്സൊക്കെ അടിപൊളിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫ്ലാറ്ററി അടിക്കാം, അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ഇന്ന സെൽഫ് പ്രൊമോട്ട് ചെയ്യാം. ഞാൻ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്, അപ്പം ഇങ്ങനത്തെ അത്യാവശ്യം ഉണ്ടായതുകൊണ്ടാണ് 500 വേണമെന്നൊക്കെ പറഞ്ഞതാണ് ഇത് ഈ ഒരു ഫസ്റ്റത്തെ ടെക്നിക്കിൽ വരുന്നത്. രണ്ടാമത്തത് കമ്മിറ്റ്മെന്റ് ആൻഡ് കൺസിസ്റ്റൻസി ബേസിക് വരുന്ന ടെക്നിക്കാണ് ഫൂട്ട് ഇൻ ദ ഡോർ ടെക്നിക്ക്, ലോഗോ ടെക്നിക്ക്. ഫൂട്ട് ഇൻ ദ ഡോർ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ചെറിയ ചെറിയ ഡീല് പറഞ്ഞിട്ട് വലിയ ഡീൽ ഉറപ്പിക്കാം. ഓക്കെ. അതായത് ഇപ്പൊ നമുക്ക് 2000 രൂപ വേണമെന്ന് വിചാരിക്കാം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം, ഒരാളടുത്ത് 200 വാങ്ങാം, പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു 200 വാങ്ങാം, പിന്നെ ഒരു 500 വാങ്ങാം. അങ്ങനെ ചെറിയ 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 ഡീൽ ഇങ്ങനെ പറഞ്ഞ് ഏറ്റവും നമുക്ക് ആവശ്യമുള്ള വലിയ ഡീലിനെ അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുക. അതാണ് ഫൂട്ട് ഇൻ ദ ഡോർ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇപ്പോ അതിന് ഒരു എന്താ പറയാ, അപ്പൊ നമ്മളെ നാട്ടിലെ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ടവർ ഉണ്ടല്ലോ, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസൊക്കെ കുറച്ചുകൂടി ആ ഒരു സംഭവമാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ ആദ്യം നമുക്ക് ഫ്രീ കോൾ തരും, പിന്നെ വരെ എന്ത് ചെയ്യും, പിന്നെ ഡാറ്റ സർവീസ് തരും, പിന്നെ അങ്ങനെ ആദ്യം 3 മാസം തരും, പിന്നെ അതൊരു മാസത്തിനാക്കും. അങ്ങനെ അതാണ് ചെറിയ ചെറിയ കാര്യം വെച്ചിട്ട് വരുത്തുന്നുണ്ട്. ഓക്കെ. രണ്ടാമത്തത് ലോഗോ ടെക്നിക്കാണ്. ലോഗോ ടെക്നിക്ക് എന്ന് പറയുമ്പോഴും ഏകദേശം ഇതേപോലെ തന്നെയാണ്. അതായത് ആദ്യം ഒരു ഡീല് പറയും, ആ ഡീല് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് മാറ്റങ്ങൾ വരും. അതാണ് ലോഗോ ടെക്നിക്ക്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ. അതിന് നിങ്ങൾക്ക് കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇൻഷുറൻസ് സ്കീം. ഓക്കെ. ആദ്യം ഇവര് പറയും, നിങ്ങൾ ഒരു കൊല്ലത്തിന് ഇൻഷുർ എടുത്തു കഴിഞ്ഞാൽ ആകെ 4000 ഉണ്ടെന്ന് പറയും. പക്ഷെ അപ്പൊ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4000 ഒരു മാസത്തിനായിരിക്കും. ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ അതാണ് ലോഗോ ടെക്നിക്ക്. അടുത്തത് റെസിപ്രോസിറ്റി. റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടും ചെയ്തു കൊടുക്കാനുള്ള ഒരു സംഭവം. അതാണ് ഡോർ ഇൻ ദ ഫേസ് ടെക്നിക്ക്. ഡോർ ഇൻ ദ ഫേസ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിന് തന്നെ ഒരു ഉദാഹരണം കട കൊടുക്കുന്ന കാര്യമാണ്. അതായത് നിങ്ങൾ ചിലപ്പോൾ പണ്ടൊരിക്കൽ ഇങ്ങോട്ട് 2000 ചോദിച്ചിട്ടുണ്ടാവും, അപ്പൊ ഞാൻ നിങ്ങൾക്ക് 2000 തന്നിട്ടുണ്ടാവും. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ നമുക്കത് നിഷേധിക്കാൻ പറ്റില്ല. ഓക്കെ. അതിൽ ഡോർ ഇൻ ദ ഫേസ് ടെക്നിക്ക് എന്ന് പറയുമ്പോൾ വലിയൊരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട് 2-3 വട്ടം ചോദിക്കാം. ഓക്കെ. ഇപ്പൊ എനിക്ക് 2000 രൂപ ആവശ്യം വിചാരിക്കാം. എക്സാമ്പിൾ, ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളോട് ആദ്യം 5000 ചോദിക്കും. അപ്പൊ നിങ്ങൾ പറയും അതിന്റെ അടുത്ത് ഇല്ലടാറില്ല. പിന്നെ ഞാൻ നിങ്ങളോട് 3000 ചോദിക്കും. അപ്പൊ ഒരു 3000 ഇല്ലടാണ്. അപ്പൊ 2 വട്ടം നോ പറഞ്ഞു കഴിഞ്ഞാൽ 3ാമത്തെ വട്ടം അതേ ആൾ ചോദിക്കും, നിങ്ങൾക്ക് നോ പറയാനൊരു മടി ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് ചെയ്യും, 2000 ചോദിക്കും. അപ്പൊ നിങ്ങൾ 2000 അല്ലേ, അത് തരാൻ പറയും. ശരിക്കും എനിക്ക് എത്രയായിരുന്നു ആവശ്യം, 2000 ആവശ്യം ഉണ്ടായിട്ടുള്ളൂ. അതാണ് ഡോർ ഇൻ ദ ഫേസ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ. ഇതൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, പലയിടത്തും അപ്ലൈ ചെയ്യാൻ അടിയിട്ടാണല്ലോ. പിന്നെ ദാറ്റ്സ് നോട്ട് ഓൾ ടെക്നിക്ക് ഒരു സംഭവമുണ്ട്. ദാറ്റ്സ് നോട്ട് ഓൾ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല നിങ്ങളെ തോന്നിപ്പിക്കുന്ന ഒരു സാധനം. കുറച്ചും കൂടെ കാറൊക്കെ എടുത്തിരിക്കും തോന്നി മനസ്സിലാവും. ഒരു കാർ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ എന്താ പറയാ, സർവീസ് കിട്ടും. സർവീസ് മാത്രമല്ല, നിങ്ങൾക്ക് മറ്റേ സ്പോയിലർ വെക്കാൻ പറ്റും. സ്പോയിലർ മാത്രമല്ല, നിങ്ങൾക്ക് ഫുൾ അലൈൻമെന്റ് വെച്ച് കിട്ടും. ഫുൾ അലൈൻമെന്റ് മാത്രമല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഗിഫ്റ്റ് കിട്ടും. അങ്ങനെ ദാറ്റ്സ് നോട്ട് ഓൾ ടെക്നിക്ക്. അപ്പൊ എഴുതാനുള്ള പോലെ ഇത് മാത്രമല്ല എന്നുള്ളൊരു തോന്നല് ആളുകളിൽ ഉണ്ടാക്കുക.
അടുത്തത് സ്കാർസിറ്റി ബേസ് ചെയ്തിട്ടുള്ള ടെക്നിക്സ് ആണ്. പ്ലേയിങ് ഹാർഡ് ടു ഗെറ്റ് ഡെഡ് ലൈൻ ടെക്നിക്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഓക്കെ, പിന്നെ അതൊക്കെയാണ്. പിന്നെ സോഷ്യൽ വാലിഡേഷൻ അതോറിറ്റി അവർക്കറിയാമല്ലോ, അതായത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല, പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അടുത്തതാണ് ഒബീഡിയൻസ്. നമ്മൾ കൺഫോമിറ്റി പറഞ്ഞു, കോംപ്ലയൻസ് പറഞ്ഞു. അടുത്തൊരു സാധനമാണ് ഒബീഡിയൻസ്. ഒബീഡിയൻസിൽ മിൽഗ്രാമിന്റെ എക്സ്പെരിമെന്റ് ആണ് ഒബീഡിയൻസിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പ്രൊസീജിയറും റിസൾട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ ഒരു സംഭവം പറഞ്ഞിട്ടുള്ളത്. ആ ഷോക്ക് കൊടുക്കുന്ന കാര്യമാണ്. അതൊന്ന് ജസ്റ്റ് വായിക്കാം. ഓക്കെ, സോ അതാണ് ബേസിക്കലി ഈ ഒരു ചാപ്റ്ററിൽ മൊത്തത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇനി അടുത്ത ചാപ്റ്റർ ബേസിക്കലി അഗ്രഷൻ ആണ്. എങ്ങനെയാണ് അഗ്രഷൻ സോഷ്യലി ഇൻഫ്ലുവൻസ് ചെയ്യാന്നുള്ള ചാപ്റ്റർ ആണ്. സോ ഈ ഒരു ചാപ്റ്ററിൽ കംപ്ലീറ്റ്ലി അഗ്രഷനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് അഗ്രഷൻ, ഏതൊക്കെ ടൈപ്പ് ഓഫ് അഗ്രഷൻ ഉണ്ട്, അതിന്റെ തിയററ്റിക്കൽ അപ്രോച്ചസ്, പിന്നെ അഗ്രഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ, പിന്നെ എങ്ങനെയാണ് അഗ്രഷൻ കുറക്കാൻ പറ്റും. സോ ആ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. യൂണിറ്റ് 9 അഗ്രഷൻ ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ 1, ഡിസ്ക്രൈബ് ഓർ ഡിസ്കസ് തിയററ്റിക്കൽ അപ്രോച്ചസ് ടു അഗ്രഷൻ. എങ്ങനെയാണ് അഗ്രഷൻ ഉണ്ടാവുന്നതിന്റെ തിയററ്റിക്കൽ അപ്രോച്ചസ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ബയോളജിക്കൽ അപ്രോച്ചസ് ഉണ്ട്, ഡ്രൈവ് അപ്രോച്ചസ് ഉണ്ട്, സോഷ്യൽ ലേണിംഗ് അപ്രോച്ചസ് ഉണ്ട്, ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തസിസ് അഗ്രഷൻ ഉണ്ട്, എക്സൈറ്റേഷൻ ട്രാൻസ്ഫർ തിയറി ഉണ്ട്, ജനറൽ അഗ്രഷൻ മോഡൽ ഉണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് തിയററ്റിക്കൽ അപ്രോച്ചസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ജനറൽ അഗ്രഷൻ മോഡൽ. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കെല്ലിന്റെ കോവാരിയേഷൻ മോഡൽ തിയറി എന്നൊക്കെ പറയുന്നത് പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ഇത് ജനറൽ അഗ്രഷൻ മോഡൽ. അഗ്രഷന്റെ ഇതിലിട്ടോ. സോ ചാപ്റ്ററിലേക്ക് വരാം. ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് എന്താണ് അഗ്രഷൻ എന്ന് വെച്ച് കഴിയുമ്പോൾ, ഇന്റൻഷനലി ഒരാളെ ഫിസിക്കലി മെന്റലി സൈക്കോളജിക്കലി ഒക്കെ ഹാം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഹാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ആക്ട് ആണ് അഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇമ്മീഡിയറ്റ് ആവാം, പിന്നെ അൺകോൺഷ്യസ് ആവാം, എന്തും ആവാം, കോൺഷ്യസ് ആവാം, എന്തും ആവാം. ഓക്കെ, ആൽബർട്ട് ബൽഡ്യൂർ ആയിട്ട് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓക്കെ, സോ അതൊക്കെയാണ് അഗ്രഷന്റെ ബേസിക് സാധനം. തിയററ്റിക്കൽ അപ്രോച്ചസ് നമുക്ക് ബയോളജിക്കൽ അപ്രോച്ചസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഉള്ളിലുള്ള ഇത് സൂപ്പർ ഈഗോ ഈഗോ ആ സാധനം വെച്ചിട്ടുള്ള ബയോളജിക്കൽ പറയുന്നത്. സൈക്കോ അനാലിറ്റിക് തിയറിയാണ്, ഫ്ലൂയിഡിന്റെ അത് വെച്ചിട്ടാണ് പറയുന്നത്. പിന്നെ ഡ്രൈവ് അപ്രോച്ചസ് ഉണ്ട്. അതായത് പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും അഗ്രഷനിലേക്ക് എത്തിക്കും എന്ന് പറയുന്നത്. ഡ്രൈവുകൾ ഉണ്ടാവും, ചില ഡ്രൈവുകൾ ഉണ്ടാവും, അത് നമ്മൾ എന്ത് ചെയ്യും അഗ്രഷനിലേക്ക് എത്തിക്കും. ചിലപ്പോൾ ചില പ്രൊവോക്കേഷനുകളായിരിക്കും, ചിലപ്പോൾ ചില എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആയിരിക്കും, ഇതൊക്കെ അഗ്രഷനിലേക്ക് എത്തിക്കും എന്നാണ് പറയുന്നത്. പിന്നെ സോഷ്യൽ ലേണിംഗ് അപ്രോച്ചസ്, സൊസൈറ്റിയിലെ ആളുകളെ കണ്ട് റോൾ മോഡൽ ആക്കുന്നതും സിനിമ വീഡിയോ ഗെയിം ഒക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ ഇതിന്റെ അണ്ടറിൽ വരുന്നതാണ്. പിന്നെ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തസിസ് ഉണ്ട്. അതായത് നമ്മുടെ ഫ്രസ്ട്രേഷൻ എന്ത് ചെയ്യും, നമ്മുടെ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ആയിട്ട് കൺവേർട്ട് ആവും. ഓക്കെ, സോ അതാണ് അതിന് പറയുന്നത്. അതിന്റെ ഉള്ളിൽ വരുന്ന ഒരു സാധനമാണ് എക്സൈറ്റേഷൻ ട്രാൻസ്ഫർ തിയറി എന്ന് പറയുന്നത്. പിന്നെ ജനറൽ അഗ്രഷൻ മോഡൽ ഉണ്ട്. ആ ജനറൽ അഗ്രഷൻ മോഡല് 3 സ്റ്റേജ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് സ്റ്റേജ് 1 സിറ്റുവേഷണൽ ഫാക്ടേഴ്സോ പേഴ്സണൽ ഫാക്ടേഴ്സോ ഉണ്ടാകും. ഈ ഫാക്ടേഴ്സ് എന്ത് ചെയ്യും, നമ്മുടെ ഇന്റേണൽ സ്റ്റേറ്റില് നമ്മുടെ ഉള്ളിന്റെ ഇത്തരം ഫാക്ടേഴ്സ് എന്ത് ചെയ്യും, നമ്മുടെ ഉള്ളിൽ ഒരു കോൺഫ്ലിക്ട് ക്രിയേറ്റ് ചെയ്യും. ഈ കോൺഫ്ലിക്റ്റ് 2 രീതിയിലേക്ക് പോകും. ഒന്നുകിൽ തോട്ട്ഫുൾ ആക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇമ്പൾസീവ് ആക്ഷൻ ആയിരിക്കും. ഒന്നുകിൽ വികാരം അല്ലെങ്കിൽ വിചാരം. അതാണ് പണ്ട് മറ്റേ ഇന്റർവ്യൂവിൽ വിചാരമായിട്ട് പറയുന്നുണ്ടല്ലോ, വിചാരം എപ്പോഴും വികാരത്തെക്കാൾ മുൻപന്തി നിൽക്കണം എന്നുള്ളത്. അതാണ് തോട്ട്ഫുൾ ആക്ഷൻ ആണ് വിചാരം, ഇമ്പൾസീവ് ആക്ഷൻ ആണ് വികാരം. ചിലവരെന്ത് ചെയ്യും, വികാരത്തിന്റെ പുറത്ത് പല ബിഹേവിയർ പുറത്ത് കാണിക്കും. ചിലവര് ഇപ്പൊ അങ്ങനെ ചെയ്യണ്ട, എന്ത് ചെയ്യാ ആലോചിച്ചിട്ട് കാര്യങ്ങൾ പിന്നെ ചെയ്യാന്നുള്ള രീതിയിലും. ഓക്കെ, അതാണ് ജനറൽ അഗ്രഷൻ മോഡൽ എന്ന് പറയുന്ന ആ ഒരു തിയറി. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യാ സ്റ്റേജസ് കൃത്യമായിട്ട് പഠിക്കാം. പിന്നെ കോസസ് ഓഫ് അഗ്രഷനിലേക്ക് വരുന്ന സമയത്ത് പേഴ്സണൽ ഫാക്ടേഴ്സ് ഉണ്ടാകും. പിന്നെ അതുപോലെ ഇന്റർപേഴ്സണൽ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ടാകും. പിന്നെ സിറ്റുവേഷണൽ ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. അതിന്റെ ഉള്ളിലെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. പേഴ്സണൽ ഫാക്ടേഴ്സിൽ വരുന്ന സമയത്ത് നമ്മുടെ ഫ്രസ്ട്രേഷൻ, നമ്മുടെ പ്രൊവോക്കേഷൻ, നമ്മുടെ പേഴ്സണാലിറ്റി. ചിലവർക്കൊക്കെ അല്ലെ പേഴ്സണാലിറ്റി ഒരു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. പിന്നെ നമ്മുടെ ബയോകെമിക്കൽ ഇൻഫ്ലുവൻസ്. ചിലവർക്ക് എന്താ പറയാ ഭയങ്കര മൂഡ് ഔട്ടായി നിൽക്കുന്ന സമയത്ത്, കാരണം ഉള്ളിലെ ഹോർമോൺ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് സംഭവിക്കാം. പിന്നെ ഡിസ്പ്ലേസ്ഡ് അഗ്രഷൻ ഉണ്ടാവും. പണ്ടൊക്കെ നമ്മൾ പറയില്ലേ, ടീച്ചറിന് വീട്ടിലെന്തോ പ്രശ്നം ഉണ്ടാവും, കുട്ടിയോട് നിൽക്കുകയാണ്, അത് ഡിസ്പ്ലേസ്ഡ് അഗ്രഷൻ, അതുണ്ടാവും. പിന്നെ ഏജ്, ജെൻഡർ ഇതൊക്കെ ബാധിക്കും. ഓക്കെ, പിന്നെ ഇന്റർപേഴ്സണൽ ആൻഡ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സിലേക്ക് വരുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ മാസ് മീഡിയ, സിനിമ, TV, ഗെയിം ഇതൊക്കെ അഗ്രഷനിലേക്ക് എത്തിക്കുന്നുള്ള സംഭവം. സോഷ്യൽ റിജക്ഷൻ, 4 ആള് നമ്മളെ റിജക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നം. ഓക്കെ, അപ്പൊ അതൊക്കെ. പിന്നെ സിറ്റുവേഷൻ ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് പറയുന്നത്. ഇനി എങ്ങനെ അഗ്രഷൻ കുറക്കാം എന്നുള്ള സംഭവം പറയുന്നത് പണിഷ്മെന്റ് ആൻഡ് മോഡലിംഗ്. ആ സോഷ്യൽ ലേണിംഗ് തിയറിയിൽ പറയുന്ന റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് പണിഷ്മെന്റ് ആ സാധനം ഉണ്ടല്ലോ, അത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ കഥാർസിസ് ഉണ്ട്. പിന്നെ കോഗ്നിറ്റീവ് സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൽ പറയുന്നത് ചിലപ്പം ഒരു ഷോർട്ട് നോട്ടായി ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗമാണ് ബുള്ളിങ് ബിഹേവിയർ. ഇപ്പൊ കുറച്ചുകൂടി സോഷ്യൽ മീഡിയ ട്രെൻഡ് ആയതുകൊണ്ട്, സോഷ്യൽ മീഡിയ ബുള്ളിങ് ഒക്കെ നടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാം, അപ്പൊ എന്താണ് ബുള്ളിങ് ബിഹേവിയർ, എന്താണ്
അതിന്റെ മോട്ടീവ്സ് എന്താണ്, അത് എങ്ങനെയാണ് കുറക്കാൻ പറ്റാറുള്ളത്. ഒരു ബേസിക്കലി അഗ്രഷൻ ആണ് മൊത്തത്തിൽ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം തിയററ്റിക്കൽ അപ്രോച്ചസ് ആണ്. അത് മസ്റ്റായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അതിൽ തന്നെ GAM മസ്റ്റായിട്ട് പഠിക്കുക, GAM ജനറൽ അഗ്രഷൻ മോഡൽ. നെക്സ്റ്റ് യൂണിറ്റ് 10 വരുന്ന സമയത്ത് ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ ആൻഡ് പ്രോസോഷ്യൽ ബിഹേവിയർ ആണ്. ഇനിയുള്ള ഈ ഒരു 3 ചാപ്റ്റർ എന്താ പറയാ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു സാധനം മാത്രം പറയുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ആണ്. ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ ആൻഡ് പ്രോസോഷ്യൽ ബിഹേവിയർ, അതായത് രണ്ടാളുകൾ, ഇപ്പൊ ഞാനും ഇപ്പൊ ഇതിലുള്ള ഒരാളും തമ്മിലുള്ള എന്റെ ഇന്ററാക്ഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള അട്രാക്ഷൻ എങ്ങനെയാണ് ഒരു പ്രോസോഷ്യൽ ബിഹേവിയർ, സമൂഹത്തിന് നന്മ ചെയ്യുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് നല്ലത് ചെയ്യുന്ന ബിഹേവിയർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് ബേസിക്കലി ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ട്. അതിന്റെ ഫാക്ടേഴ്സ്, ഇന്റേണൽ ഫാക്ടേഴ്സ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. പിന്നെ എന്താണ് പ്രോസോഷ്യൽ ബിഹേവിയർ എന്നുള്ളതും ബൈസ്റ്റാൻഡർ ഇഫക്ട് ഈ ചാപ്റ്ററിൽ മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട സാധനമാണ് ബൈസ്റ്റാൻഡർ ഇഫക്ട് എന്താണെന്നുള്ളത്. ഓക്കെ, സോ ബൈസ്റ്റാൻഡർ ഇഫക്ട് എന്ന് പറയുമ്പോൾ 5 സ്റ്റേജ് മോഡൽ ഓഫ് ഹെൽപ്പിംഗ് ആണ്. ഇനി ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നോക്കി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ, ഡിസ്ക്രൈബ് പ്രോസോഷ്യൽ ബിഹേവിയർ ആൻഡ് 5 സ്റ്റേജ് മോഡൽ ഓഫ് ഹെൽപ്പിംഗ്. ഈ 5 സ്റ്റേജ് മോഡൽ ഓഫ് ഹെൽപ്പിംഗ് ആണ് ബൈസ്റ്റാൻഡർ ഇഫക്ട്. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന കാര്യമാണ് ബൈസ്റ്റാൻഡർ ഇഫക്ട്. ബൈസ്റ്റാൻഡർ ഇഫക്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ ആൻഡ് ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇറ്റ്. അത് ആ ഭാഗം അങ്ങനെ എന്താണ് ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ എന്ന് പറയുന്നുണ്ട്. ഫാക്ടേഴ്സ് ചെയ്യുന്ന ഇന്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദ ബൈസ്റ്റാൻഡർ ഇഫക്ട്. അപ്പൊ മസ്റ്റ് ഈ ചാപ്റ്റർ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ട ഭാഗം ബൈസ്റ്റാൻഡർ ഇഫക്ട്, പിന്നെന്ത് ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ, മൂന്നാമത്തെ പ്രോസോഷ്യൽ ബിഹേവിയർ. ഓക്കെ, സോ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ പറഞ്ഞ ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇന്ററാക്ഷനിലൂടെ രണ്ടാളുകൾ തമ്മിലുള്ള ഇന്ററാക്ഷനിലൂടെ ഉണ്ടാകുന്ന ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ്, ഇതിനാണ് ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതിന് ഇന്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇന്റേണൽ ഫാക്ടേഴ്സിന് പറയുന്ന ഒന്ന് നീഡ് ടു അഫിലിയേറ്റ്, അല്ലെ, എനിക്ക് എന്തുണ്ടാകും, എന്റെ കൂടെ നിൽക്കുന്ന 10 ആളുകൾ ഇന്നെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്, അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ അതിനോട് യോജിക്കുന്ന ഒരു 10 ആളല്ല 5 ആൾ ഉണ്ടാവുന്നത്. അപ്പം അഫിലിയേഷൻ കിട്ടുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അതിന് എന്തുണ്ടാകും, ഇന്റേണൽ നമ്മുടെ ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ ബാധിക്കും. പിന്നെ ഇൻഫ്ലുവൻസ് ഓഫ് എഫക്ട് ഓൺ അട്രാക്ഷൻ, അത് നമ്മൾ പറഞ്ഞ നമ്മുടെ ഇമോഷൻ എങ്ങനെ ബാധിക്കും എന്നുള്ളത്. പിന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത് പ്രോക്സിമിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ നിയർ എക്സ്പോഷർ ഇഫക്റ്റ് പറഞ്ഞല്ലോ. അതായത് പ്രോക്സിമിറ്റി, എത്രത്തോളം നമ്മളൊരു സാധനത്തെ മൾട്ടിപ്പിൾ ആയിട്ട് കാണുന്നുണ്ടോ അതൊരു ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, പിന്നെന്താ അടുത്തത് ഒബ്സർവബിൾ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഫിസിക്കൽ ഇതൊക്കെ. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇപ്പോൾ റിലേഷൻഷിപ്പ്, ഒരു എന്താ പറയാ, റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന സമയത്ത് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ മാരേജ്, വൈഫ് ഹസ്ബൻഡ് റിലേഷൻഷിപ്പ്, അങ്ങനെ പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന സാധനം ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ്. ഒബ്സർവബിൾ, നമുക്ക് കാണുമ്പോൾ കാണാൻ പറ്റുന്ന, ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറിസ്റ്റിക്സ് യൂസ് ചെയ്തിട്ട് ഉണ്ടാകുന്ന സാധനങ്ങൾ. പിന്നെ ഇന്റർപേഴ്സണൽ ഫാക്ടേഴ്സ് ആണ് ഈ പറയുന്ന അട്രാക്ഷനെ ബാധിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ് സിമിലാരിറ്റി, ഇന്നോട് പിന്നെ ടോൺ ഓഫ് സംസാരം, അല്ലെങ്കിൽ ഇന്റെ ഒരു തോട്ട് പ്രോസസ്സിനോടൊക്കെ സിമിലാരിറ്റി ആളുകൾക്കൊക്കെ ഇന്നോട് പെട്ടെന്ന് കണക്ട് ആവും. ഓക്കെ, അപ്പൊ സിമിലാരിറ്റി ഉണ്ട്, പിന്നെ റെസിപ്രോസിറ്റി ഉണ്ട്. ഞാൻ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തിരിച്ചിട്ട് ഇങ്ങോട്ട് ഇഷ്ടപ്പെടണം എന്നുള്ളൊരു ടെൻഡൻസി. ഓക്കെ, പിന്നെ അടുത്തൊരു പ്രോസോഷ്യൽ ബിഹേവിയർ. പ്രോസോഷ്യൽ ബിഹേവിയറിന്റെ ഡെഫിനേഷൻ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കേരളത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സമൂഹത്തിനോട് നന്മ ചെയ്യാൻ തോന്നാം. ഇപ്പം 2018 എന്താ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്തുള്ള കേരളത്തിലെ സിറ്റുവേഷൻ, അതുപോലെ കരിപ്പൂര് വിമാനം തകർന്നപ്പം ആ കോവിഡിന്റെ സമയത്ത് ഉണ്ടായിട്ടുള്ള സാധനം, ഇതൊക്കെയാണ് പ്രോസോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത്. ഒരു ബെനിഫിറ്റ്, അല്ലെ, എന്തെങ്കിലും ഒരു റിവാർഡ് പ്രതീക്ഷിക്കാതെ സൊസൈറ്റിയെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അത്തരം ഒരു നല്ലത് ചെയ്യാനുള്ള ടെൻഡൻസിക്കാണ് പ്രോസോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത്. ഈ പ്രോസോഷ്യൽ ബിഹേവിയർ ഉണ്ടാകാനുള്ള കുറച്ച് മോട്ടിവേഷൻ ആണ്. ഒന്ന് എംപതി ആൾട്രൂയിസം ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന സാധനം പറയുന്നുണ്ട്. പിന്നെ നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫ് മോഡൽ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ എംപത്തിക് ജോയ് ഹൈപ്പോത്തസിസ് എന്നൊക്കെ പറയും. പിന്നെ കിൻ സെലക്ഷൻ തിയറി, ആ സാധനങ്ങളൊക്കെ ഞാൻ ഡീപ്പായിട്ട് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ഡിസ്കസ് ചെയ്തിട്ട് പോകാം. പിന്നെ അടുത്തതാണ് ഞാൻ പറഞ്ഞത് ഈ ചാപ്റ്ററിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന സാധനമാണ് ബൈസ്റ്റാൻഡർ ഇഫക്ട്. ബൈസ്റ്റാൻഡർ ഇഫക്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, എന്തെങ്കിലും ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മുടെ തലച്ചോറ് 5 ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകുന്നതാണ് പറയുന്നത്. ഈ 5 ക്വസ്റ്റ്യനും യെസ് എന്ന് പറയുന്ന ആൻസറിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിലാണ് ഈ ഹെൽപ്പിംഗ് ബിഹേവിയർ നമ്മൾ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മുന്നിൽ ഒരാൾ കുഴഞ്ഞു വീണുകയായിരിക്കാം. അപ്പൊ കുഴഞ്ഞു വീണുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ചുറ്റുകൂടി നിൽക്കും.
ഈ ചുറ്റും കൂടി നിൽക്കുന്നതിൽ എല്ലാവരും പോയിട്ട് സഹായിക്കുന്നുണ്ടോ? ഇല്ല. അതിൽ 1-2 ആളുകൾ മാത്രം വന്നിട്ട് ആ പേഷ്യന്റിന്റെ അടുത്തേക്ക് വരുള്ളൂ. അപ്പം ഹെൽപ്പ് ചെയ്യാൻ വരുള്ളൂ. അപ്പം ബാക്കിയുള്ള ആളുകളൊക്കെ ഈ 5 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നോ പറഞ്ഞവരായിരിക്കും. ഈ ഹെൽപ്പ് ചെയ്യാൻ വന്നവര് ഈ 5 ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ 5 സ്റ്റേജിൽ ഫുൾ എസ് പറഞ്ഞവരായിരിക്കും. സോ അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ജസ്റ്റ് ഞാൻ ഇമേജ് നമുക്ക് ഫോക്കസ് ചെയ്ത് പറഞ്ഞുതരാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, സംതിങ് അൺയൂഷ്വൽ ഇൻ ദ സിറ്റുവേഷൻ ഇസ് നോട്ടീസ്ഡ്. അപ്പം നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ തലച്ചോറ് എന്തോ എസ് എന്ന് പറയും. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകും. ഇതൊക്കെ മൈന്യൂട്ട് സെക്കൻഡ്സിൽ വിത്തിൻ സെക്കൻഡ്സോട് നടക്കുന്ന കാര്യമാണോ? രണ്ടാമത്തത് സിറ്റുവേഷൻ പെർസീവ്ഡ് ആസ് ആൻ എമർജൻസി. ഇവിടെ എമർജൻസി ആണോ എന്റെ എന്നുള്ള സിറ്റുവേഷൻ. അവിടെ നമ്മൾ നോ പറഞ്ഞെന്ന് വിചാരിക്കാം. നമ്മുടെ തലച്ചോറ് നോ ആണ് കൊടുത്തു വിചാരിക്കാം. സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യൂല. പക്ഷേ എസ് ആണ് അവിടെ മനസ്സ് വന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കടക്കും. റെസ്പോൺസിബിലിറ്റി ടു ഹെൽപ്പ് ഈസ് അസ്യൂംഡ്. നമ്മൾ റെസ്പോൺസിബിൾ ആണോ ഹെൽപ്പ് ചെയ്യാൻ? ആണോ അല്ലേ എന്നുള്ള സംഭവം. യെസ് ആണെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് പോകും. ഹൗ ടു ഹെൽപ്പ് ഇസ് ഡിസൈഡ്. ഞാൻ എന്ത് തരം ഹെൽപ്പാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അടുത്തത് ഡിസൈഡ് ടു ഇംപ്ലിമെന്റ് ഹെൽപ്പ്. ഇങ്ങനെ 5 സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ഭാഗമാണ്. പിന്നെ അടുത്തത് പ്രോസഷൻ ബിഹേവിയറിനെ എഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ്. അത് ജസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, സോ അതാണ് ബേസിക്കലി ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് യൂണിറ്റ് 11 എന്ന് പറയുന്നത് ഗ്രൂപ്പ് പ്രോസസ് ആണ്. ഇനി നമ്മൾ പറഞ്ഞു ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ ഇൻഡിവിജ്വലിന്റെ അപ്പുറത്തേക്ക് ഗ്രൂപ്പുകൾ ഉണ്ട് അല്ലെ. അത് ഏത് സോഷ്യൽ കോണ്ടെക്സ്റ്റ് ആണെങ്കിലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് ബിഹേവിയറും ഗ്രൂപ്പ് ഇൻഫ്ലുവൻസസും ഉണ്ടാവും. അപ്പൊ ഇത്തരം ഗ്രൂപ്പുകളിൽ നടക്കുന്ന പ്രോസസ്സുകളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഗ്രൂപ്പ് പ്രോസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഗ്രൂപ്പ് എന്താണെന്നുള്ളതും ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് ഏതൊക്കെയാണെന്നുള്ളതും ഗ്രൂപ്പിന്റെ കോമ്പണൻസ് ഏതൊക്കെയാണെന്നുള്ളതും എങ്ങനെയാണ് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുള്ള സ്റ്റേജ്. ഓക്കെ, പിന്നെ ഗ്രൂപ്പ് പ്രോസസ്സിന്റെ ഉള്ളിൽ വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഗ്രൂപ്പ് ഇഫക്റ്റീവ്നെസ്, പിന്നെ ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ്, കോപ്പറേഷൻ ആൻഡ് കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ്, കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെ കുറെ സാധനങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നോക്കുക. യൂണിറ്റ് 11 വന്നിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ കൺസെപ്റ്റ്, ടൈപ്സ് ആൻഡ് കോമ്പണൻസ് ഓഫ് ഗ്രൂപ്പ്. അല്ലെ, 3 ചോദ്യമാണ് ഒറ്റ ചോദ്യത്തിൽ ചോദിച്ചത്. ഓക്കെ, രണ്ടാമത്തത് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഫോർമേഷൻ. ഗ്രൂപ്പ് ഫോർമേഷൻ എക്മാൻ മോഡൽ ഓഫ് ഗ്രൂപ്പ് ഫോർമേഷൻ ആണ് നിങ്ങൾ ആ ടെക്സ്റ്റിൽ പറയുന്നത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ കമ്മ്യൂണിക്കേഷൻ ജസ്റ്റ് നോക്കി വെക്കുക. കാരണം കമ്മ്യൂണിക്കേഷനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ടൈപ്സ് പറയുന്നുണ്ട്, അതിന് ബാരിയേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ ഷോർട്ട് നോട്ട് ഒക്കെ ചാൻസ് ഉണ്ട്. സോ എന്താണ് ഗ്രൂപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 2-2 കൂടുതൽ ആളുകളോ ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ടോ കോമൺ മോട്ടീവിന് വേണ്ടിയിട്ടോ ചേർന്ന് പ്രവർത്തിക്കുന്ന ആ ഒരു ഇന്ററാക്ഷന് വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പിന്നെ പല നീഡുകളുണ്ട്. ഈഗോയിസ്റ്റിക് നീഡിനോ ഫങ്ഷണൽ നീഡിനോ കോഗ്നിറ്റീവ് നീഡൊക്കെ ഉണ്ടാവും. പിന്നെ ഗ്രൂപ്പിന്റെ ടൈപ്പുകളുണ്ട്. ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് ഡിഫറെന്റ് ആണ്. അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോണത്. പിന്നെ ഗ്രൂപ്പിന്റെ കോമ്പണൻസ് ഇമ്പോർട്ടന്റ് ആണ്. കോമ്പണൻസ് 4 കോമ്പണൻസ് ആണ് മെയിൻ ആയിട്ട് ഗ്രൂപ്പിൽ ഉണ്ടാവുക. ഒന്ന് ഗ്രൂപ്പിന്റെ സ്റ്റാറ്റസ്, ഏത് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ആണെന്നുള്ളത്. ഓക്കെ, പിന്നെ രണ്ടാമത്തത് റോള്. ആ ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഓരോ മെമ്പേഴ്സിന് ഓരോ റോൾ ഉണ്ടാകും. ആ റോള് ഏതൊക്കെയാണെന്നുള്ളത്, എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ നോംസ്, ഒരു ഗ്രൂപ്പ് എങ്ങനെയാണ് ഗൈഡ് ചെയ്യുന്നതിന്റെ കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ നമ്മള് ഒരു ഉദാഹരണത്തിന് എന്താ പറയാ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ഫ്രെയിം വർക്ക്, ഗൈഡ് ലൈൻസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ, അതാണ് നോംസ്. പിന്നെ കോഹസീവ്നെസ്, ഒരു ഗ്രൂപ്പ് എത്രത്തോളം എന്താ ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരു ടീമാണ് എന്നുള്ള സംഭവം. ഇതൊക്കെയാണ് ബേസിക്കലി ഗ്രൂപ്പിന്റെ കോമ്പണൻസ് എന്ന് പറയുന്നത്. പിന്നെ ഗ്രൂപ്പ് ഫോർമേഷൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 5 സ്റ്റേജസ് ആണ്. ടെക്മാൻ മോഡൽ ഓഫ് ഗ്രൂപ്പ് ഫോർമേഷൻ ആണ്. 5 സ്റ്റേജസ് ആണ് പറയുന്നത്. ഫസ്റ്റ് ഫോമിംഗ്, പിന്നെ സ്റ്റോമിംഗ്, നോമിംഗ്, പെർഫോമിംഗ്, അഡ്ജേണിംഗ്. ഫോമിംഗ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആർക്കും തമ്മിൽ പരിചയം ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും, ഗ്രൂപ്പ് മെമ്പേഴ്സ് തമ്മിലുള്ള ആ സംഭവമാണ് ഫോമിംഗ്. സ്റ്റോമിംഗ് എന്ന് പറയുമ്പോൾ ആർക്കും തമ്മിൽ എന്തുണ്ടാവില്ല, ആരാണെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആണ്. ആരാണ് മെയിൻ ആള്, ആരാണ് ലോക്കൽ ആളെന്നൊരു ചിന്തയൊന്നും ഉണ്ടാവില്ല. സോ ആ ഒരു സമയത്ത് ഉണ്ടാവുന്നതാണ് സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. അടുത്തത് നോമിംഗ്. നോമിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി റൂൾ നോമുകളൊക്കെ ക്രിയേറ്റ് ആയി. എനിക്ക് എന്താ റോള്, എനിക്ക് എന്താ റോള് എന്നൊക്കെ കുറച്ച് ധാരണയിലെത്തി. കോമൺ ഗോൾ എന്താണ്, മോട്ടീവ് എന്താണെന്നൊക്കെ മനസ്സിലാവും. പിന്നെ പെർഫോമിംഗ്, നമ്മൾ എന്ത് ചെയ്യും, അതിനനുസരിച്ച് പെർഫോം ചെയ്യും. അഡ്ജേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരിച്ചുവിടും. ഓക്കെ, സോ അതൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ ഗ്രൂപ്പ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന കാര്യമാണ് ഗ്രൂപ്പ് പ്രോസസ്സിന്റെ ഉള്ളിൽ വരുന്ന സോഷ്യൽ ഫെസിലിറ്റേഷൻ, സോഷ്യൽ ലോഫിംഗ്, പിന്നെ ഡീ ഇൻഡിവിജ്വേഷൻ. ഇതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യാൻ മനസ്സിലാക്കണം, വായിച്ച് മനസ്സിലാക്കി വെക്കുക. അത്ര ഇമ്പോർട്ടന്റ് അല്ല. ചിലപ്പം ഗ്രൂപ്പ് തിങ്കും സോഷ്യൽ ലോഫിംഗും നമ്മുടെ ഡിഫറൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഇങ്ങനെ PG ലെവലൊക്കെ ചോദിക്കും, UG ലെവൽ ചോദിക്കാൻ ചാൻസ് ഉണ്ടോ അറിയില്ല. പിന്നെ ഇഗ്നോ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, അത്ര ഇങ്ങനെ ഉള്ളിൽ നിർത്തി ചോദിക്കുന്ന ഒരു സംഭവം ഇല്ല. അവര് ബേസിക്കലി സബ്ഹെഡിങ്ങോ ഹെഡിങ്ങോ ഒക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് കോൺഫ്ലിക്റ്റ്. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഒരു ഗ്രൂപ്പിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്, ഈ കോൺഫ്ലിക്റ്റ് കൊണ്ട് ഉണ്ടാകുന്ന ഔട്ട്കം എന്തൊക്കെയാണ്,
അത് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നൊക്കെ പറയുന്ന ഒരു ഭാഗമുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്മിഷൻ ആൻഡ് റിസപ്ഷൻ ഓഫ് മെസ്സേജ്. ഞാനൊരു മെസ്സേജ് അങ്ങോട്ട് കൊടുക്കുന്നു, അത് തിരിച്ച് ഒരാൾക്ക് കിട്ടുന്നു, അത് തിരിച്ചിങ്ങോട്ട് ഫീഡ്ബാക്ക് ആയിട്ട് കിട്ടുന്നു. അപ്പം ഈ ഒരു പ്രോസസ്സാണ് ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ കുറച്ച് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പറയുന്നുണ്ട്. പാസീവ് കമ്മ്യൂണിക്കേഷൻ, അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ, പാസീവ് അഗ്രസീവ് ഉണ്ട്, അസർട്ടീവ് ഉണ്ട്, അങ്ങനെ കുറച്ചുണ്ട്. പിന്നെ ബാരിയേഴ്സ് എന്ന് പറയുന്നുണ്ട്. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമൊന്നുമില്ല. ഫസ്റ്റത്തെ ഭാഗം, അതായത് ഗ്രൂപ്പ് കോമ്പണൻസ്, ഗ്രൂപ്പിന്റെ ടൈപ്പ്, പിന്നെ എന്താ പറയാ ഈ ഗ്രൂപ്പ് എന്താണെന്നുള്ള കൺസെപ്റ്റ്, പിന്നെ സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഫോർമേഷൻ. ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ മസ്റ്റ് ആയിട്ട് പ്രിഫറൻസ് കൊടുക്കേണ്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ഗ്രൂപ്പുകളെ കുറിച്ചാണ് ഇതുവരെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഗ്രൂപ്പിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ലീഡർ എന്ന് പറയുന്നത്, അല്ലെ? ഒരു ഗ്രൂപ്പിനെ ആര് നയിക്കും, നയിക്കുന്ന ആളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, നയിക്കുന്ന ആളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്. പിന്നെ അടുത്തത് ഗ്രൂപ്പ് അല്ല ലീഡർഷിപ്പ്. സോ ഏത് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് ആണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ആ ചാപ്റ്റർ ഒന്ന് എടുക്കുക. ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ലീഡർ ആരാണെന്ന് പറയുന്നുണ്ട്, പിന്നെ ലീഡർഷിപ്പിന്റെ സ്റ്റൈൽസ് പറയുന്നുണ്ട്, സോഷ്യൽ കാറ്റഗറൈസേഷൻ, പിന്നെ അതുപോലെ കോൺഫ്ലിക്ട് റെസൊല്യൂട്ട് ചെയ്യുന്നതിൽ ലീഡറുടെ റോള് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യന്റെ വരുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ ദ റോൾ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ലീഡർ ആൻഡ് സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ്. അത് എന്താണ് നമ്മൾ പറഞ്ഞു? ക്യാരക്ടറിസ്റ്റിക്, ഒരു ലീഡറിന് ഉണ്ടായിരിക്കേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, പിന്നെ ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് സ്റ്റൈലുകളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ റോൾ ഓഫ് ലീഡർ ഇൻ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മൾ പറഞ്ഞു ഒരു ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രൂപ്പിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നത്, അല്ലെ? ഇപ്പൊ 10 ആളിരിക്കുന്ന സ്ഥലത്ത് 5 ആൾക്കും വേറെ ഒരു കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ് ആയിരിക്കും, അതിന് 3 ആൾക്ക് വേറെ മൈൻഡ് സെറ്റ് ആയിരിക്കും. അപ്പം ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റുകൾ റിയലി ഒബ്വിയസ്ലി എന്തായാലും ഉണ്ടാവും. പക്ഷെ അതിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു, എങ്ങനെ കോൺഫ്ലിക്റ്റ് ഇല്ലാതാക്കുന്നു, മാക്സിമം കുറക്കുന്നു എന്നൊക്കെയുള്ളത് ആരെടുത്തുള്ളതാണ്? ലീഡറിന് എടുക്കേണ്ടതും ആ ലീഡർഷിപ്പ് സ്റ്റൈൽ ഡീൽ ചെയ്യുന്നിടത്തുള്ള കഴിവാണ്. സോ ആ ഒരു ചാപ്റ്ററിൽ പോവാം. പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ലീഡർ എന്ന് പറയുന്നത് പിന്നെ എന്താണ്? ഒരു ഗ്രൂപ്പിനെ ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടോ ഗൈഡ് ചെയ്യുക, ഇൻസ്പയർ ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ് ലീഡർ. ഓക്കെ, ലീഡറും മാനേജറും, ലീഡറും ബോസും, പിന്നെ ആരാ, ഇതൊക്കെ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ അതിലിങ്ങനെ കുറെ പോയിന്റ് ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഒരു ലീഡറുടെ റോള്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഡിസിഷൻ എടുക്കുന്നത്, ഗ്രൂപ്പ് ലീഡറുടെ റോൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നിടത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ഇന്റഗ്രിറ്റി ആൻഡ് ഹോണസ്റ്റി, അല്ലെ? എല്ലാവരും ഒരേ സമയത്ത് ഉൾപ്പെടുത്താനും സത്യസന്ധനായിരിക്കണം. പിന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരാളായിരിക്കണം. പിന്നെ ഡ്രൈവ് ആൻഡ് മോട്ടിവേഷൻ, അല്ലെ? എന്തെങ്കിലും ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. പിന്നെ സെൽഫ് എസ്റ്റീം, ഇന്റലിജൻസ്, എംപതി, മെച്യൂരിറ്റി, ഫിസിക്കൽ ഫീച്ചേഴ്സ്, സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, ഇങ്ങനെ ഒരു 12ഓളം കാര്യങ്ങൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലീഡർഷിപ്പിന് പറയുന്നുണ്ട്, ലീഡറുടെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. ഇനി സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ് പറയുന്നുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്, ഫസ്റ്റ് എന്തെങ്കിലും പഠിച്ചു വെക്കാം. ഓട്ടോഗ്രാഫിക് സ്റ്റൈൽ ഉണ്ട്, ഞാൻ പറയുന്ന പോലെ ചെയ്യാം. ഉദാഹരണത്തിന് അഡോൾഫ് ഹിറ്റ്ലർ. ഓക്കെ, ഇങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസും കുറച്ച് സാധനങ്ങളൊക്കെ നൈസായിട്ട് തള്ളി കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നല്ല മാർക്ക് കിട്ടും. നിങ്ങൾക്കത് കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്നേക്ക് ഓർത്തു വെക്കാനും പറ്റും. ഓക്കെ, പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ ആളുകളുടെ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ട് അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിലേക്കോ എംപ്ലോയീസിലേക്കോ ഗ്രൂപ്പിലെ മെമ്പേഴ്സിന്റെ അടുത്തേക്കോ അവരെ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് പാർട്ടിസിപ്പേറ്റീവ് ആയിട്ട് ചെയ്യാം. കുറച്ചുകൂടെ ഡെമോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ലേസർ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റൈൽ ഉണ്ട്. ലേസർ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് മുഴുവൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യും? എല്ലാ ഡിസിഷൻ എടുക്കാൻ അവരെ തന്നെ ഏൽപ്പിക്കും. പ്രത്യേകിച്ച് ലീഡറിന് എന്തുണ്ടാവില്ല, ലീഡർ അയാളുടെ റോള് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പോ ഒരു ഗൈഡിങ്ങോ ഒന്നും സംഭവം ഉണ്ടാവില്ല. എല്ലാ സാധനങ്ങളും മെമ്പറിന് പവർ കൊടുക്കും, മെമ്പേഴ്സിന് പവർ കൊടുക്കും. ആ ഒരു മോഡൽ ഓഫ് ലീഡർഷിപ്പ് ആണ് ലേസർ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെ നാർസിസ്റ്റിക് ലീഡർഷിപ്പ് ഉണ്ട്. നാർസിസ്റ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോ ഞാൻ എന്താണ് ചിന്തിക്കുന്നത് അത് നിങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് നാർസിസ്റ്റിക്. കുറച്ചുകൂടെ അഗ്രഷനും സുപ്പീരിയോറിറ്റിയും കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഓട്ടോക്രാറ്റിക് സ്റ്റൈലിൽ വരുന്ന ഒരു സാധനമാണ് നാർസിസ്റ്റിക്. പിന്നെ ടോക്സിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്നതൊക്കെ പേര് തന്നെ ഉണ്ട് എന്താണുള്ളത്. പിന്നെ കരിസ്മാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ. കരിസ്മാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ പേഴ്സൺ ഓറിയന്റഡ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഒരാളെ നമ്മൾ കരിസ്മാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഉൾപ്പെടുത്തുന്നത് വിചാരിക്കാം. അപ്പൊ നമ്മൾ മഹാത്മാഗാന്ധിയുടെ പേഴ്സണാലിറ്റിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക, അല്ലെ? അപ്പൊ അതാണ് കരിസ്മാറ്റിക്. പിന്നെ ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെ അടുത്തൊരു ലെവലിലേക്ക് നമ്മുടെ കരിയർ ആവട്ടെ നമ്മുടെ ഒരു ഗ്രോത്തിലേക്കോ ഡെവലപ്മെന്റിലേക്കോ നയിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ലീഡർഷിപ്പ് ആണ് ട്രാൻസ്ഫോർമേഷൻ. ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് ആണ്. അപ്പൊ ഞാൻ നല്ലൊരു കാര്യം ചെയ്താൽ എനിക്ക് റിവാർഡ് ചെയ്യും, ഞാൻ ചീത്തൊരു കാര്യം ചെയ്താൽ എന്നെ പണിഷ് ചെയ്യും. അതാണ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ്.
പിന്നെ ബ്യൂറോക്രാറ്റിക് ഉണ്ട്, കൺസൾട്ടേറ്റീവ് ഉണ്ട്, അങ്ങനെ കുറെ ഒരു 15 ലീഡർഷിപ്പ് സൈഡ് പറയുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 പഠിച്ചു വെക്കുക. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ. പിന്നെ കോൺഫ്ലിക്ട് റെസൊല്യൂഷന്റെ ഒരു ഇതില് എന്തൊക്കെയാണ് ലീഡറിന്റെ റോൾ എന്നുള്ളതാണ് പറയുന്നത്. അതില് തോമസ് മിൽമാന്റെ 5 മോഡൽ ഓഫ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ പറയുന്നത് കേട്ടോ. അത് ഒരു ഇമ്പോർട്ടന്റ് സാധനമാണ്. തോമസ് കിൽമാന്റെ 5 മോഡലുകൾ പറയുന്നുണ്ട്. ഒന്ന് കോമ്പീറ്റിംഗ്, അക്കമഡേറ്റിംഗ്, അവോയ്ഡിങ്, കൊളാബറേറ്റിംഗ്, കോംപ്രമൈസിങ്. ഇതൊക്കെ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റുകൾ റെസൊല്യൂട്ട് ചെയ്യാനുള്ള ടെക്നിക്സ് ആണ്. സോ ബേസിക്കലി ഇതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല ഡിസ്കസ് ചെയ്തത്, നമ്മൾ ഓരോ ചാപ്റ്ററിലും എന്താണ് പറയുന്നത് കൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പൊ ഏകദേശം സമയം എത്രയായി, 9:20 ഇപ്പോ എന്ത് ചെയ്യാം, നാളെയുള്ള എക്സാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ക്ലാരിഫിക്കേഷൻ വരാനുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ നാളെ എക്സാം എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ വിടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ പഠിക്കാന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ഇതുവരെ ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ, മനസ്സിലാവാത്ത ഭാഗങ്ങളോ? പറഞ്ഞോളി. ഒന്നും പറയാനില്ല, ഒന്നും ജയിക്കാനില്ല. നമുക്ക് മാക്സിമം പെട്ടെന്നാക്കിയാൽ നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു തവണ കൂടി റിവിഷൻ നടത്തി കവർ ചെയ്യേ, നോക്കാതെ ചാപ്റ്റർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കും ചെയ്യാം. പിന്നെ മാക്സിമം ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ. ഇപ്പോ ചിലവരൊക്കെ ഏതോ ഞാൻ പ്രീവിയസ് ഇയർ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത സമയത്ത് കുറെ ആൾക്കാരോട് ചോദിച്ചിരുന്ന ഒരു ചാപ്റ്റർ ആണ് അല്ലെങ്കിൽ ഇത് ബ്ലോക്ക് ആണ്, അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് സംബന്ധിച്ച് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം, ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാതിരിക്കുക. ചാപ്റ്ററിന്റെ ഉള്ളില് ഇമ്പോർട്ടന്റ് അല്ലാത്ത, പ്രിഫറബിൾ അല്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ പ്രിഫറൻസ് കൊടുക്കാൻ ആവശ്യമില്ലാത്ത കുറച്ച് ഭാഗങ്ങൾ ഉണ്ടാവും, അത് ഒഴിവാക്കണം. ഓക്കെ. നിങ്ങൾക്ക് ആർക്കൊന്നും പറയാനും ചോദിക്കാനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കട്ടോ. അതാകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാം, വെറുതെ ടൈം കളയുന്നല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ മനസ്സിലായോ എന്താണ്? മനസ്സിലായിരുന്നു സർ. താങ്ക് യു. മനസ്സിലായിണ്, താങ്ക് യു. ഇത്രയും പറഞ്ഞു തന്നീന്. ഓ, നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ കിട്ടിയില്ലേ? നമ്മളെ റെക്കോർഡഡ് ക്ലാസ്, ഞാൻ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിരുന്നത്, ലൈവായിട്ട് എടുത്തിരുന്നത്, കുറെ ആൾക്കാരൊക്കെ വന്നിരുന്നു. ക്ലാസ് നല്ലതായിരുന്നു. താങ്ക് യു. എനിവേ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക, പിന്നെ പഠിച്ചതൊക്കെ എന്തും ഓർമ്മയിൽ ഉണ്ടാവുക. വേറെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്നാ കൺക്ലൂഡ് ചെയ്താലോ?